കൊതി തീരും മുമ്പേ വിധി തട്ടിയെടുത്ത ഒരു മകളുടെ അമ്മ. താങ്കൾ ഒരുപക്ഷെ ഒരു അമ്മ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ ദുഃഖമാണ് താങ്കൾ അനുഭവിച്ചത്. മോള് സാധാരണ അവിടെ നിന്ന് സെൽഫി എടുക്കാറുണ്ടായിരുന്നു. ഞാൻ സ്ഥിരം പറയും നന്ദുകാട്ടിലെ നിന്ന് സെൽഫി എടുക്കരുതെന്നൊക്കെ സ്ഥിരം പറയുന്നതാണ്. തുറക്കുന്ന ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ്. ഗ്ലാസ് തുറന്ന നേരെ വെളിയിലോട്ടാണ്. തുറന്നിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഡൗട്ട് വന്ന് ഉള്ളിലോട്ട് നേരെ താഴോട്ടാ നോക്കിയത്. ഞാൻ ഒരു റിയാക്ഷനും ഇല്ലാതെ മോർച്ചറിയിൽ പോയി കണ്ടിട്ട് വരികയാണ്. ഒരു കരച്ചിലും ഇല്ല. നന്ദുവിനെ ജസ്റ്റ് ഇങ്ങനെ ഐസ് പോലെ തൊട്ടിട്ട് വന്ന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആംബുലൻസിൽ ഞാനും നന്ദു മുരളിയാണ്. ഞങ്ങളുടെ ലാസ്റ്റ് റൈഡാണ്. ഈ കാഴ്ചകളൊന്നും നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. മകളുടെ മരണത്തിന് ശേഷം ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ഒരുപാടുണ്ട്. മകൾ സൂയിസൈഡ് ചെയ്താണോ ആത്മഹത്യ ചെയ്താണോ? ആ സമയത്ത് ഒരുപാട് ന്യൂസുകൾ വന്നിരുന്നു. അച്ഛനും അമ്മയും ജയിലിലാണെന്ന് വരെയായിരുന്നു ന്യൂസിലൊക്കെ പേപ്പറിലൊക്കെ വന്നോണ്ടിരുന്നത്. കഴിഞ്ഞില്ല, 2 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരെല്ലാം മറന്നില്ലേ. ഇതാണ് ആൾക്കാരുടെ വിചാരം. നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ആ മനസ്സിൽ നിന്ന് അതൊന്നും പോകത്തില്ല, നമ്മുടെ കൂടെ ഉണ്ടായി. മകളില്ല എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. അതൊരിക്കലും പറ്റത്തില്ല. നമ്മുടെ മക്കളുമായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുക, സൂക്ഷിക്കാന്ന് എനിക്കിനിയും പറയാനില്ല. കാരണം എത്ര സൂക്ഷിച്ചിട്ടും കാര്യമില്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഫ്ലവേഴ്സിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് കജാരിയ പ്രസൻസ് മൈജി ഫ്ലവേഴ്സ് 1 കോടി. ഇന്ന് ഈ വേദിയിൽ മത്സരിക്കുന്നത് കാക്കനാട് നിന്ന് നിഷ മുരളീകൃഷ്ണനാണ്. സ്നേഹിച്ച് കൊതി തീരും മുമ്പേ വിധി തട്ടിയെടുത്ത ഒരു മകളുടെ അമ്മ. നിഷ മുരളീകൃഷ്ണൻ വരികയാണ്. ജീവിതത്തിൽ ഒരുപാട് നൊമ്പരങ്ങളും പേറി. ജീവിതത്തിന്റെ ബാൽക്കണിയിൽ നിന്നും തിരിഞ്ഞു നോക്കുമ്പോൾ അകാലത്തിൽ പൊലിഞ്ഞ മകളുടെ ഓർമ്മകളാണ് നിഷ മുരളീകൃഷ്ണന്റെ അമ്മ മനസ്സിൽ നിറയുന്നത്. മകളുടെ അപകട മരണത്തിന്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല ഈ അമ്മയുടെ ഓർമ്മകളിൽ. കുട്ടികളെ കാണുന്ന നിമിഷങ്ങളിലെല്ലാം നന്ദിത എന്ന നക്ഷത്രത്തിന്റെ പുഞ്ചിരി തെളിയും നിഷയുടെ മനസ്സിൽ. ഒഴിവുനേരങ്ങളുടെ ഏകാന്തതയിൽ ഡയറി കുറിപ്പുകളിലൂടെ ഇപ്പോഴും മകളുമായി സ്നേഹം പങ്കിടാറുണ്ട് നിഷ. ഭർത്താവ് മുരളീകൃഷ്ണന്റെ സ്നേഹ സാന്നിധ്യമാണ് നഷ്ടസ്വപ്നങ്ങളിലും നിഷയുടെ കരുത്തും കരുതലും. ദുഃഖിതയായ ഒരു അമ്മയായി വീടിന്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടുകയല്ല, പ്രേക്ഷകർ കാത്തിരിക്കുന്ന വ്ലോഗുകളിലൂടെ ജീവിതം തിരിച്ചു പിടിക്കുകയാണിപ്പോൾ നിഷ. അമ്മ മനസ്സിന്റെ നൊമ്പരങ്ങളും ആത്മവിശ്വാസത്തിന്റെ പ്രതീക്ഷകളും പങ്കുവയ്ക്കാൻ അറിവിന്റെ വേദിയിലേക്ക് നിഷ മുരളീകൃഷ്ണൻ. നമസ്കാരം കുട്ടേട്ടാ. നമസ്കാരം നിഷ. നമസ്കാരം സർ. നമസ്കാരം. ഹായ് നിഷ. ഹലോ സർ. മുരളീകൃഷ്ണൻ ഇവിടെ ഉണ്ട് അല്ലേ? ഹായ് മുരളീകൃഷ്ണൻ. ഹായ് സാർ. ജീവിതമൊക്കെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലേ? കുഴപ്പമില്ലാതെ. അപ്പൊ എവിടെയാ നിങ്ങൾ ഇപ്പൊ താമസിക്കുന്നത്? ഇപ്പം കാക്കനാടാ താമസിക്കുന്നത്. കുറച്ചെല്ലാം ഗൾഫിലായിരുന്നു അല്ലേ? അതെ, ഞങ്ങള് ഒരു 17 വർഷം ഗൾഫിലായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ ഉടനെ അവിടെ പോയതാ. 22ാമത്തെ വയസ്സിൽ. ഗൾഫിൽ എവിടെയായിരുന്നു? ഷാർജയിലായിരുന്നു. മുരളിയുടെ അവിടെ ഷാർജ എറ്റിസലായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. ഓ അത് ശരി. അപ്പൊ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴേ കല്യാണം, എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പൊ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴേ കല്യാണം ഉറപ്പിച്ച് ഒരു 10 മാസം ശരിക്കും ഒരു ചാറ്റിംഗ് ഒക്കെ നടത്തി. നിങ്ങൾ ഒന്നിച്ച് പഠിച്ചതല്ലാണോ? അല്ല, ഒന്നിച്ച് പഠിച്ചതൊന്നും അല്ല. എന്റെ റൂംമേറ്റിന്റെ അമ്മാവനാണ് മുരളിയേട്ടൻ. അങ്ങനെ ആലോചിച്ച് കല്യാണം കഴിച്ചതാണ്. ഓ
ഓ അങ്ങനെയാണ്. അതെ അതെ അതെ. ഏത് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു പഠിച്ചോക്കെ? ഞാൻ നാർഗോല് തക്കല നൂറുൽ ഇസ്ലാം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അതെ അതെ അതെ. ഓക്കെ. അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഗൾഫില്? ഇല്ല, അവിടെ ഷാർജയില. മുരളിയേട്ടൻ അവിടെ എറ്റിസല. ഞാൻ അവിടെ ചെന്ന് ഒരു മാസത്തിനകം അതെ അതെ എറ്റിസലായിട്ടിലായിരുന്നു. ഞാൻ അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. പക്ഷെ ചെന്ന് ഒരു മാസത്തിനകം പ്രഗ്നന്റ് ആയി. പിന്നെ ആ സമയത്തൊന്നും വർക്ക് ചെയ്തില്ല. പിന്നെ കുറെ അധികം നാള് കഴിഞ്ഞിട്ടാണ് പിന്നെ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരു കുറച്ച് നാളെ വർക്ക് ചെയ്തോളൂ, ഒരു വർഷം വർക്ക് ചെയ്തോളൂ. അത്രേ ഉള്ളൂ. അതെ അതെ അതെ. ഷാർജയിൽ നിന്ന് പൂർണ്ണമായിട്ടും കാക്കനാടേക്ക് പോകുന്നു? അത് ഇപ്പം റീസെന്റ് ആയിട്ടാ വന്നത്. ഒരു എത്ര കാലമായി വന്നിട്ട് ഇപ്പം 2020 വന്നത്. എല്ലാം അവസാനിപ്പിച്ചു പോകുന്നത്? നിർത്തി. മുരളിയേട്ടൻ അവിടെ റിസൈൻ ചെയ്ത് വന്നത്. ഇനിയിപ്പോ അങ്ങോട്ട് പോകുന്നില്ല? ഇല്ല പോകുന്നില്ല. നാട് ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നതാ. കുറച്ച് നാള് ഞങ്ങൾ ആ കോവിഡ് സമയത്ത് ഇവിടെ ഒരു 4-5 മാസം സ്റ്റക്കായി. ലോക്ക്ഡൌൺ വന്നപ്പോഴത്തേക്ക് ഇവിടെ നാട്ടില് സ്റ്റക്കായി. അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എല്ലാവരുടെയും കൂടെ ഞങ്ങൾ ആ ഒരു ഒറ്റപ്പെട്ട് അങ്ങനെ കുറച്ച് നാൾ അവിടെ നിൽക്കേണ്ടി വന്നപ്പോഴത്തേക്കും പിന്നെ ഇവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് എല്ലാവരുടെയും കൂടെ ഞങ്ങൾ അച്ഛനും അമ്മ എല്ലാവരുമായിട്ടാണ് നിന്നത്. മുരളിയേട്ടന്റെ ചേച്ചിയും ഒക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഒരു 7 പേരുമായിട്ടൊക്കെ നിന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അങ്ങ് ഒത്തിരി പേരുമായിട്ട് നിന്നപ്പോ ഞങ്ങളുടെ ഒരു ലോൺലിനെസ് റിലാക്സ്ഡ് ആയി. അപ്പൊ വിചാരിച്ചു നാട്ടിലങ്ങ് സെറ്റിൽ ആക്കാം. അവിടെ പോയി ഇപ്പൊ ഞങ്ങള് കാക്കനാട് ഫ്ലാറ്റിലാണ് സെറ്റിൽ. എല്ലാരും ചേച്ചി അടുത്തുണ്ട്, അച്ഛനും അമ്മ അടുത്ത്, എല്ലാവരും ഒരു 10 മിനിറ്റ് ഗ്യാപ്പിൽ എല്ലാവരും ഉണ്ട്. എല്ലാരും അടുത്തെടുത്താ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാം. അപ്പൊ ഒരു ഒറ്റപ്പെടലില്ലല്ലോ. അപ്പൊ എനിക്കറിയാം താങ്കൾ ഒരു അമ്മ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ ദുഃഖമാണ് താങ്കൾ അനുഭവിച്ചത്. പ്രത്യേകിച്ച് ഈ ഒറ്റപ്പെടലും ഒക്കെ അതിന്റെ തുടർച്ചയായിട്ടുണ്ടായത്. എങ്ങനെയായിരുന്നു ആ സംഭവം ശരിക്കും? മകളുടെ പേര് നന്ദിത എന്നായിരുന്നു അല്ലേ? മകൾക്ക് 15 വയസ്സുണ്ടായിരുന്നു അല്ലേ? അവിടെ 10ാം ക്ലാസ്സിലായിരുന്നു? 10th-ലായിരുന്നു. എവിടെയായിരുന്നു പഠിക്കുന്നതൊക്കെ? അവിടെ ഷാർജ അവറുള്ളായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഏക മകളായിരുന്നു? ഒരാളെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ നിങ്ങൾ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? ഷാർജയിൽ തന്നെ? ഷാർജയിൽ തന്നെയായിരുന്നു. ഷാർജ അവിടെ ക്ലോക്ക് ടവർ എന്ന് പറഞ്ഞിട്ട് അവിടെ അടുത്തായിരുന്നു. ആദ്യം ക്ലോക്ക് ടവറിലായിരുന്നു. ഞങ്ങൾ ചെന്ന ഉടനെ ക്ലോക്ക് ടവറിലാണ് താമസം തുടങ്ങിയത്. പിന്നെ അതിൽ നിന്ന് കുറച്ചൊരു റോള ഭാഗത്തോട്ട് ഒരു തവാഷ് ടവർ എന്ന് പറഞ്ഞിട്ട് അവിടെയായിരുന്നു താമസം ലാസ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് താമസം മാറിയായിരുന്നു. ഇതിന് ശേഷം പിന്നെ അവിടെ നിന്നില്ല, കുറച്ച് വേറെ സ്ഥലത്തോട്ട് മാറിയായിരുന്നു. ഒരു കുറച്ച് നാള് 4-5 മാസം അവിടെ താമസിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് വന്നു. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം മാറി മറിഞ്ഞ ഒരു ഞങ്ങളുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ മുരളിയേട്ടനോട് അത് ഇപ്പോഴും പറയും, ഒരു ചുമ്മാ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തല തിരിച്ചു വെച്ചൊരു ലൈഫ് പോലെയായിരുന്നു ശരിക്കും. ഈ 3 പേര് അതുവരെ നമ്മൾ ഈ പുറത്തൊക്കെ നടക്കുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ നമുക്ക് തോന്നും. ശരിക്കും ഒരു സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്ന പോലെ സ്മൂത്ത് ആയിട്ട് ഒഴുകി പോകുന്ന ഒരു ലൈഫ്. ഒരു കുഴപ്പമില്ലാതെ ഞങ്ങളിങ്ങനെ സാധാരണ ഒരു 3 പേരടങ്ങുന്ന ഒരു ഫാമിലി വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ന്യൂസ് ഒന്നും കാണുമ്പോൾ നമ്മൾ അതും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് നമ്മളിങ്ങനെ ആലോചിക്കും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമുക്കതൊരു ഒരു ഷോക്ക് എന്നൊന്നും പറയാൻ പറ്റത്തില്ല സാർ. അതിനും അപ്പുറമാണ്. ഈ പെട്ടെന്ന് ഒരു സെക്കൻഡ് നമുക്കിപ്പോ കുറെ നാള് നമ്മളത് അറിയുവാണെങ്കിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ കിടക്കുവാണെങ്കിൽ നമുക്കൊരു ഒരു സെക്കൻഡ് കൊണ്ടൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പോ നമുക്കത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അത് ഇപ്പോഴും ആ ഒരു ഷോക്ക് പറ്റുന്നില്ല. ഞാൻ തന്നെ ഇപ്പം ആലോചിക്കും, ഞാൻ ഇപ്പോഴും റിയൽ വേൾഡിലാണോ ഇമാജിനറി വേൾഡിലാണോ എന്ന് എനിക്ക് പോലും അറിയാത്ത അവസ്ഥയാണ്. കാരണം ഇപ്പോഴും ഞാൻ നമ്പറൊക്കെ ഡയൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ കോൺടാക്ട്സിൽ നിന്ന് എടുത്തല്ല നമ്പർ ഒന്നും ഡയൽ ചെയ്യുന്നത്. ഞാൻ ഇപ്പോഴും മുരളിയേട്ടൻ്റെ അവിടുത്തെ 0507362192 ഡയൽ ചെയ്യുന്നത് പെട്ടെന്ന് എടുത്ത്. അപ്പം ഞാൻ എന്നിട്ട് മുരളിയേട്ടൻ പറയും, ഞാൻ ഇപ്പോഴും ഷാർജയിലാണോ എറണാകുളത്താണോ എന്ന് എനിക്കിപ്പോഴും ഡൗട്ടാണ് എന്ന് പറയാം. എനിക്കിപ്പോഴും ഏത് വേൾഡിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. പക്ഷെ അതൊരു കണക്കിന് നല്ലതാണ്. കാരണം റിയൽ വേൾഡിലോട്ട് പോയാൽ ചിലപ്പോൾ എനിക്കൊരു പക്ഷെ എൻ്റെ മാനസിക നില തകർന്നു പോയേക്കാം. ആ ഇമാജിനറി വേൾഡിൽ പോകുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാനിപ്പോഴും ഇങ്ങനെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പോയാൽ എനിക്കൊരു പക്ഷെ നോർമൽ ആകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സാർ. കാരണം അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതെ, അത് കാരണം നന്ദു ഇല്ലാത്തൊരു ലൈഫ് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അത് ഒരുപാട് പേര് ചോദിക്കും നിങ്ങൾ എന്താ രണ്ടാമത്തെ ഒരു അത് കാരണം എനിക്ക് യൂട്യൂബിൽ കൂടെ വരുന്ന ഒരു 3/4 കമന്റ്സും നിങ്ങൾ എന്താ രണ്ടാമത്തെ ഒരാളെ പറ്റി ആലോചിക്കാത്തത്. കാരണം അങ്ങനെ ആലോചിക്കാൻ എനിക്ക് നന്ദു ഇല്ല എന്നൊരു കാര്യം അക്സെപ്റ്റ് ചെയ്താലല്ലേ അങ്ങനെ ആലോചിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഞാനിപ്പോഴും ജേർണലിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ രാവിലെ തൊട്ട് കാരണം നന്ദു ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ഫ്രണ്ട്. നന്ദു എന്നെ നീ എടി അങ്ങനെയൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് തന്നെ. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പം ഇപ്പോഴും ഞാൻ കാര്യങ്ങളൊക്കെ നന്ദുവിനോട് വിശേഷം പറയും, ഡയറി എഴുതുന്നുണ്ട്. അന്ന് തൊട്ട് ഞാൻ ഡയറി എഴുത്ത് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഡയറിയിൽ എഴുതി വെക്കുമോ? ഇപ്പം 2-3 ജാനുവരി തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബറിൽ പിന്നെ ഞാൻ ഇന്നലെ രാത്രി തന്നെ ഞാനിപ്പോൾ ഇതിന് പോവുകയാണ്. നന്ദു എനിക്ക് എല്ലാ ധൈര്യമൊക്കെ തരണേ എന്നൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഡെയിലി രാവിലെ തൊട്ട്
സംഭവിക്കുന്ന എല്ലാം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വിശേഷമൊക്കെ. കാരണം ഞാൻ നന്ദുവിനോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇല്ല എന്നുള്ളത് ഞാനത് യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ പറ്റിയിട്ടില്ല. അതൊരിക്കലും പറ്റത്തില്ല. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും നന്ദു എവിടെയെങ്കിലും ഒക്കെ ആ റൂമിൽ ഈ റൂമിലൊക്കെ ഉണ്ടാവും അങ്ങനെ വിചാരിച്ചു തന്നെ. കാരണം ഈ വീട് തന്നെ ഞങ്ങൾ നന്ദുവിന്റെ ഇഷ്ടത്തിന്, നന്ദുവിന് എപ്പോഴും ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ ഇന്റീരിയർ ചെയ്തപ്പോൾ തന്നെ നന്ദുവിന്റെ ഇഷ്ടത്തിന് ഞങ്ങൾ ബ്ലൂ ആൻഡ് വൈറ്റ് ആ തീമിലാണ് ഈ ഫ്ലാറ്റ് തന്നെ ചെയ്തേക്കുന്നത്. നന്ദുവിന്റെ റൂം, നന്ദുവിന്റെ പേരൊക്കെ ആ റൂമിന്റെ വാളിൽ എഴുതി. നന്ദു അവിടെ ഷാർജയിൽ നന്ദു റൂമിൽ ഇങ്ങനെ വലിയ ഫോണ്ടിൽ നന്ദിത എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഞങ്ങളൊരു പെയിന്ററിനെ കൊണ്ടുവന്ന് അതേ ഫോണ്ടിൽ തന്നെ ആ ഫോട്ടോ കാണിച്ച് നന്ദുവിന്റെ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ അത് ചെയ്യിച്ച് അങ്ങനെയൊക്കെയാണ് നന്ദുവിന്റെ റൂം ഇവിടെ ചെയ്യിച്ചത്. ഇതിപ്പോ 2019 ഡിസംബർ 6 2019 അല്ലേ? ഓക്കെ. ശരിക്കും ആ രാത്രിയിൽ എന്താ സംഭവിച്ചത്? ഇത് ഫ്ലാറ്റിൽ വെച്ചാണോ സംഭവിച്ചത്? ഫ്ലാറ്റിൽ വെച്ച്, ഈ ഷാർജ ഫ്ലാറ്റിൽ നിങ്ങൾ താമസിക്കുന്ന റോളയിലായിരുന്നു? ഷാർജ? അതെ, റോള അടുത്ത് അവിടെ മൈസലൂൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. അപ്പൊ വലിയ ഈ നിങ്ങൾ ഒരു ഏകദേശം എത്ര മണിയായി കാണും ഈ സംഭവം ഉണ്ടായത്? ഏകദേശം ഒരു 9:10, 9:20 ആണ്. എന്ത് ചെയ്യായിരുന്നു നിങ്ങളപ്പോ? ഞങ്ങളെല്ലാം എന്റെ അമ്മ ഉണ്ടായിരുന്നു അന്ന്. ആരെ കൂടെ ആയിരുന്നു അവിടെ താമസിക്കുന്നപ്പോ? ഞാനും നന്ദു മുരളിയേട്ടനെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ 3 പേരേ ഉള്ളൂ. പക്ഷെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ലോഹിയായിരുന്നു നിങ്ങളന്ന്? ഞങ്ങൾ സാധിച്ചു. നന്ദുവിന്റെ ഫ്രണ്ട്സ് അങ്ങനെ എനിക്കങ്ങനെ താഴെ ഞങ്ങളൊരു 5th ഫ്ലോറിൽ നന്ദുവിന്റെ ഒരു വലിയ ക്ലോസ് ഫ്രണ്ട് ഉണ്ട്. അപ്പം എന്റെയും ഫ്രണ്ടാണ് അവർ. അപ്പൊ അവരുമായിട്ട് ഞങ്ങൾ ഒരാഴ്ച കണ്ടിട്ട് അവിടെ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അമ്മ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നന്ദുവിന്റെ എക്സാമും കഴിഞ്ഞ് അവധിയായിരുന്നു. അപ്പൊ ആ സമയത്ത് അവിടെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ, പിന്നെ ഈ എന്റെ ഡിസംബർ 2 ഒക്കെ അവിടെ ഈ അവധി വരുന്ന ദിവസങ്ങളാണ്. അപ്പം അമ്മയെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അപ്പം ഞങ്ങൾ ഫുള്ള് കറക്കുമായിരുന്നു. ഒരാഴ്ച ഫുൾ അവധിയായിരുന്നു. അപ്പം താഴെ എൻ്റെ ആ 5th ഫ്ലോറിലെ ഫ്രണ്ട്സുമായിട്ട് അവരുടെ അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഒരാഴ്ച ഫുൾ ഓരോ ദിവസം ഈ മറ്റേ മിറാക്കിൾ ഗാർഡൻ, ഗ്ലോബൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അതൊക്കെ കാണാനായിട്ട് ഓരോ ദിവസം ഭയങ്കര കറക്കും. അവരുടെ അമ്മയും ഞങ്ങൾ 2 ഫാമിലി ആയിട്ട് ഫുൾ. അമ്മയ്ക്കും ആ ആൻറ്റി കൂട്ടുണ്ട്. അപ്പം ഈ നന്ദുവും അവരുടെ മോളും ഭയങ്കര കമ്പനിയാണ്. അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ കറങ്ങാൻ പോകും. ആ സമയത്ത് ഈ ഞങ്ങൾ ഡിന്നറിന് പോകാനായിട്ട് നന്ദു റെഡിയാവാൻ പോയതാണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ നന്ദുവിനെ കാണുന്നില്ലെന്ന് പറഞ്ഞ് റെഡി. 10th ഫ്ലോർ. അതെ അതെ. അപ്പൊ ഈ സാധാരണ അവിടെ എങ്ങനെ ഡിസപ്പിയർ ചെയ്ത് അങ്ങനെ കാണാതെ ഇരിക്കുവോ? ഇല്ല, ഡിസപ്പിയർ ചെയ്ത് കാണാറൊന്നും ഇരിക്കാറില്ല. അങ്ങനെ ഒരു സെൽഫി എടുക്കുന്ന പരിപാടി സ്ഥിരമുണ്ട്. കാരണം ഞങ്ങളുടെ അവിടെ താഴെ നോക്കിയ ഒരു ഇതുപോലെ ഒരു ഫൗണ്ടനൊക്കെ കാണാം. അപ്പൊ ആ വിൻഡോയിൽ നിന്ന് അവിടെ ഇങ്ങനെ ഗ്രിൽ ഇതൊന്നുമില്ല, ജസ്റ്റ് ഓപ്പൺ ഒരു ഗ്ലാസ് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പോലത്തെ ഇങ്ങനെ ഗ്രില്ലൊന്നുമില്ല, ജസ്റ്റ് തുറക്കുന്ന ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ്. ഗ്ലാസ് തുറന്ന് നമുക്ക് ടെറസിൽ ഇറങ്ങാൻ പറ്റുമോ? ക്ലാസ് തുറന്ന നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം? അല്ല, ഈ ഗ്ലാസ് തുറന്ന പുറത്തു പോകും. ക്ലാസ് തുറന്ന നേരെ വെളിയിലോട്ട് ബെഡ്റൂമിൽ. അതെ അതെ അതെ. അവിടെ കുറെ ആക്സിഡന്റ്സ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. ഒത്തിരി ആക്സിഡന്റ്സ് സംഭവിച്ചിട്ടുണ്ട്. മോള് സാധാരണ അവിടെ പോയി നിന്ന് നന്ദു സ്ഥിരം നന്ദുവിന്റെ കട്ടിലിൽ നിന്ന് അവിടെ നിന്ന് സെൽഫി എടുക്കാറുണ്ടായിരുന്നു. ഞാൻ സ്ഥിരം പറയും നന്ദു കട്ടിലിൽ നിന്ന് സെൽഫി എടുക്കരുതെന്നൊക്കെ സ്ഥിരം പറയുന്നതാണ്. അപ്പം സെൽഫി എടുക്കാനായിട്ട് നിന്നതാണെന്നാണ് ഞങ്ങളുടെ അസംഷൻ. അവള് ശരിക്കും മുറിക്കുള്ളിലായിരുന്നു? ബെഡ്റൂമിന്റെ ബെഡിൽ നിന്നാൽ നേരെ ജനലാണ് ബാക്കില്. അപ്പൊ ഞങ്ങൾ നോക്കുമ്പോ ജനൽ ഓപ്പൺ ആണ്. റെഡി ആവാൻ പോയതാണ് നന്ദു. ആ ജനൽ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ നന്ദുവിനെ വിളിക്കാൻ പോകുമ്പോഴത്തേക്ക് നന്ദുവിനെ കാണുന്നില്ല. അപ്പൊ ഞാൻ മുരളിയേട്ട നന്ദുവിനെ ഞാൻ പെട്ടെന്ന് ഞങ്ങളുടെ ബെഡ്റൂമിലും എന്റെ ബെഡ്റൂമും നന്ദുവിന്റെ ബെഡ്റൂം ഇങ്ങനെ നന്ദു സെൽഫി എടുക്കാറുണ്ട്. നന്ദു അവിടെ നിൽക്കരുതെന്ന് പറയാം. അല്ല, എന്റെ അപ്പുറത്ത് ഞാൻ നോക്കി. നന്ദു അപ്പുറത്ത് റൂമിലുണ്ടോ, എന്റെ റൂമിൽ ഞാൻ നോക്കി. നന്ദു അപ്പുറത്തുണ്ടോ നോക്കിയപ്പോ അപ്പുറത്തില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് മുരളിയേട്ടൻ നന്ദുവിനെ കാണുന്നില്ല എന്നൊരു വിളിച്ചു. അപ്പോഴത്തേക്ക് മുരളിയേട്ടൻ വന്ന് നോക്കിയപ്പോൾ മുരളിയേട്ടന് ഈ തുറന്നിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും പെട്ടെന്നൊരു ഡൗട്ട് വന്ന് മുരളിയേട്ടൻ നേരെ താഴോട്ടാ നോക്കിയത്. അപ്പോഴത്തേക്കും എനിക്കും പെട്ടെന്ന് താഴെ വീണതല്ലേ? അവള് ശബ്ദം വെക്കുന്നൊന്നും കേൾക്കാൻ ഇല്ല, ശബ്ദമൊന്നും ഞങ്ങൾ കേട്ടില്ല. കാരണം അമ്മയുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങൾ ഡ്രോയിങ് റൂമിൽ ഇരിക്കുവായിരുന്നു. ഞങ്ങൾ റെഡി ആയിട്ട് കഴിക്കാൻ പോകാനായിട്ട് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ശബ്ദമൊന്നും കേട്ടില്ല. കാരണം ഡ്രസ്സ് മാറാനായിട്ട് നമുക്ക് ഡോറും അടച്ചേക്കുമായിരുന്നു. ഈ മുരളീകൃഷ്ണൻ യഥാർത്ഥത്തില് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയായിരുന്നു? അപ്പോ ഇല്ല, അവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ചിട്ട് നമ്മൾ വൺസ് ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാല് നമ്മള് പോലീസ് കോർഡൺ ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എൻക്രോച്ച് ചെയ്യാൻ പറ്റില്ല. പോലീസ് വന്നപ്പോ സീൽ ചെയ്യും അല്ലേ? കാരണം ഓൾറെഡി അതിങ്ങനെ കാരണം ഇത് സെക്കൻഡ്സല്ലേ ആയിട്ടുള്ളൂ ഇത് സംഭവിച്ചിട്ടേ. അല്ല, സെക്കൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം കഴിഞ്ഞിട്ടാണ് നമ്മളത് കണ്ടതെന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോറ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പത്തേക്ക് ഞങ്ങള് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞത് കാണാത്തപ്പോഴാണ് നിഷ എപ്പോഴാണെന്ന് അറിയത്തില്ലല്ലേ? അതെ, എപ്പോഴാണെന്ന് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ താഴെ ചെന്നപ്പോഴത്തേക്ക് അതിന്റെ ഒരു 2-3 മിനിറ്റ്സിനകം പോലീസ് വന്നായിരുന്നു. അപ്പൊ ആരോ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവർക്കിതും ഇത് ആരാന്നറിയില്ല.
അപ്പൊ അങ്ങനെ അവര് വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് അവര് അപ്പോഴത്തേക്ക് താങ്കളും ഇദ്ദേഹം താഴെ ചെന്നോ? ആ ഞങ്ങള് 3 പേരും, അമ്മയും ഞാനും, ഞങ്ങള് 3 പേരും കൂടെ താഴെ ചെന്നായിരുന്നു. താഴെ ചെന്നപ്പോഴേ പോലീസ് വന്നു കഴിഞ്ഞു അല്ലേ? അതെ അതെ. പിന്നെ നമുക്ക് റോളില്ല അതിനകത്ത് അല്ലേ? അപ്പൊ ഇല്ല. അപ്പത്തേക്ക് പിന്നെ നിഷ കുറെ നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് കിടന്ന് വേള ഇത്തിരി ഇതൊക്കെ ആയിരുന്നു, ഹിസ്റ്റീറിക്കൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പഴത്തേക്ക് പിന്നെ അവര് വന്ന് ഫുൾ കൺട്രോൾ അങ്ങ് എടുത്തു കഴിഞ്ഞിരുന്നു. അപ്പഴത്തേക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ? പോലീസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നിസ്സഹായത എവിടെ ഉണ്ടല്ലേ? അതെ. പിന്നെ എനിക്ക് പിന്നെ മകളെ എപ്പോഴാ കണ്ടത്? പിന്നെ കണ്ടത് ഹോസ്പിറ്റലില്, അവിടെ കാസിമിയ ഹോസ്പിറ്റലിലാണ് അവർ, അല്ല കുവൈറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലുണ്ട്. അവിടെയാണ് പിന്നെ അവര് അപ്പൊ തന്നെ അങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവര് കൊണ്ടുപോയിട്ട് പിന്നെ അപ്പൊ തന്നെ അവര് ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അവിടെ വെച്ചിട്ടാ ഞങ്ങൾ പിന്നെ കാണുന്നത്. ഈ ഡെത്ത് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചായിരുന്നു അല്ലേ? അത് അവിടെ കൊണ്ടുപോയിട്ട് അവരത് സ്ഥിരീകരിക്കത്തുള്ളൂ. അവിടെ വെച്ചിട്ട് ഞാൻ കുറേ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടോ. അതൊക്കെ ഞാൻ മുരളിയേട്ടനോട് അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം അത് നമുക്ക് ആലോചിക്കുമ്പോഴത്തേക്കും ഒരുപാട് നേരം അവിടെ ഇങ്ങനെ കിടത്തിയിരിക്കുന്ന കാഴ്ച, അതൊന്നും എപ്പോഴും ഞാൻ പറയും ഒന്ന് അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്ത എന്താ ഒരുപാട് നേരം അവിടെ ഇങ്ങനെ കിടത്തിയിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. നമുക്കത് ആലോചിക്കുമ്പോൾ ഒരിക്കലും ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം ഒരുപാട് നേരം അവിടെ കിടത്തിയിട്ടാണ് അവർ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാതെ ഒരുപാട് നേരം അവിടെ കിടത്തുന്നത്. കാരണം നമുക്കതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ അതെ അതെ അതെ. അപ്പൊ അത് ഞാനിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കും. ആരും എന്നെ അടുത്തോട്ട് പോകാനും സമ്മതിക്കുന്നില്ല. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പോലീസ് ആംബുലൻസിൽ അത് കൊണ്ടുപോകുന്നതൊക്കെ. എന്നെ ആരും അടുത്തോട്ടൊന്നും പോകാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു. പിന്നെ അവരെന്തായാലും പോലീസ് പ്രാഥമിക പരിശോധന നടത്തി കാണുമല്ലോ. അതെ അതെ അതെ. അതാണ് മുരളിയേട്ടൻ എന്നെ ഇങ്ങനെ അത് ചെയ്ത് കാണും. കാരണം എന്താ വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലൈസ്. അതെ. പിന്നെ അവരത് ഒറ്റയടിക്ക് അവിടെ നിന്ന് എടുക്കത്തില്ല. അവരൊരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്തിട്ടൊക്കെ അവരത് എടുക്കത്തുള്ളൂ. അപ്പം അപ്പോഴത്തേക്ക് അവര് എൻ്റെ അടുത്ത് ഒരു എൻക്വയറി നടത്തി. പിന്നെ ആ ബിൽഡിങ്ങില് അവിടെ ഉണ്ടായിരുന്നവരുടെ അടുത്തൊക്കെ ജസ്റ്റ് ചോദിക്കുക, അങ്ങനത്തെ കുറച്ച് ഫോർമാലിറ്റീസ് കഴിഞ്ഞിട്ടാണ് അവര് കൊണ്ടുപോയത്. ഇവിടത്തെ ഒരു സിസ്റ്റം അല്ല അവിടെ. പക്ഷെ അത് കുറച്ചുകൂടെ എഫിഷ്യന്റ് സിസ്റ്റം ആണല്ലോ അല്ലേ? നമുക്ക് എഫിഷ്യന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ പെട്ടെന്നൊരു രോഗിയെ നമുക്ക് ഇടപെടാൻ പറ്റും. ഇവിടെ ഇടപെടുത്ത് നമുക്ക് എടുത്തോണ്ട് പോകാൻ പറ്റും. പക്ഷെ അവിടെ ആ പരിപാടി നമുക്ക് നടക്കില്ല. അത് മാത്രമല്ല അവിടെ നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാത്രമേ ഇങ്ങനത്തെ ആക്സിഡന്റ് കേസസ്, അത് ഇങ്ങനത്തെ എന്ന് മാത്രമല്ല എനി ആക്സിഡന്റ് കേസ് ഗവൺമെന്റ് ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നേരത്തെ ഈ ഫ്ലാറ്റിൽ ഇങ്ങനെ ആൾക്കാർ ടോപ്പിൽ നിന്ന് അങ്ങനെ വീഴുക അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? ഈ ഫ്ലാറ്റിൽ ഇല്ല. പക്ഷെ അത് ജനറൽ ആയിട്ട് അവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നേരെ പുറത്തേക്കാ, അത് നമ്മളുടെ എല്ലാ വിൻഡോസും ഗ്രില്ലൊന്നും ഇല്ല. ഓക്കെ. അത് യൂഷ്വലി പക്ഷെ അവർ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നീട് ഉള്ള കൺസ്ട്രക്ഷനിലും ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? അവരിപ്പോഴും അങ്ങനെ തന്നെ. നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ പുറത്തു പോകുന്ന പോലല്ലേ അത്? അതെ അതെ. അവരിപ്പോഴും അങ്ങനെ തന്നെ, അത് തന്നെയാണ് അവരുടെ ഒരു സിസ്റ്റം. ഇപ്പോഴും അങ്ങനെ തന്നെയാ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പോലീസ് ബോധവൽക്കരണമൊക്കെ നടക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഇങ്ങനെ തുറക്കരുത് അതുണ്ട്. പക്ഷെ നമുക്കിപ്പോ ഫുൾ ടൈം ഇപ്പൊ ആർക്കും ആരുടെയും കൂടെ എന്താ പറയുന്ന ഒരു സെക്യൂരിറ്റി പോലെ നിൽക്കുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവരിങ്ങനെ കൊച്ചുകുട്ടികളെ ഒറ്റയ്ക്ക് ഇങ്ങനെ വിടരുത് അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്നത്. കാരണം 4 വയസ്സ് കുട്ടികളൊക്കെ ഒരുപാട് ഇങ്ങനെ പോകുന്ന ന്യൂസിലൊക്കെ കാണും. സ്ഥിരം പേപ്പറിലൊക്കെ സ്ഥിരമായിട്ട് വരും. പിന്നെ ഇത് കഴിഞ്ഞ 1 മാസത്തിനകം തന്നെ അതേ ഏജിലുള്ള ഒരു പെൺകുട്ടി തന്നെ ഇതേപോലെ ന്യൂസിലുണ്ടായിരുന്നു. അവിടത്തെ തന്നെ ഇതേ ഫ്ലാറ്റിലോ? അല്ല, ഇതേ ഫ്ലാറ്റിലല്ല, ഇതേ ഏജ് ഗ്രൂപ്പിലുള്ള വേറെ ഫ്ലാറ്റില്. അതെ 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 അതെ. അവിടെ പക്ഷെ ഇവിടെ ഒരു ഗ്രില്ലോ ഒന്നുമില്ല. അപ്പൊ ഞാൻ നമ്മള് നാട്ടിലായിരുന്നെങ്കിൽ ഇതൊന്നും അപ്പോഴും നമുക്കിങ്ങനെ തോന്നും അവിടെ നിൽക്കുന്നതിന്റെ ഓരോ. അതെ 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 അതെ. ഇവിടെ വന്ന് നമ്മൾ ആ ഫ്ലാറ്റ് കാണുമ്പോ ഇവിടെ ഗ്രില്ലും ഉണ്ട്, അങ്ങനെ ഒന്നും വീഴാൻ ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ അങ്ങനെ അതെ അതെ അതെ. ഇവിടെ ഗ്രില്ലും സാധാരണ ടെറസിൽ നിന്ന് കാണാം നമ്മൾ കളിച്ചോണ്ടിരിക്കും ബാക്കിലോട്ട് പോയി. പക്ഷെ ഇവിടെ സൺഷെയ്ഡ് ഉണ്ടല്ലോ, അങ്ങനെ ഡയറക്റ്റ് പോകും. അങ്ങനെ ഇപ്പൊ ഇവിടെ തന്നെ ചില മത്സരാർത്ഥികളൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഇങ്ങനെ വീണിട്ട് ഒരു കുട്ടി തന്നെ, ഇപ്പൊ ഡോക്ടറാണ് അവര്. അപ്പൊ അങ്ങനെ വീണ ആക്സിഡന്റ് വന്നിട്ടുള്ള ഡോക്ടർ മരിയ എന്നാണ് അവരുടെ പേര്. അപ്പൊ ആ മരിയയുടെ ഒരു ഭയങ്കരമായ ഒരു സാഹസികമായ ഒരു ജീവിതം മരിയയുടെ. കാര്യം എനിക്കൊന്ന് സ്പൈനലിന് എന്തൊക്കെയോ പറ്റിയിട്ട് അവര് നിശ്ചലമായി പോയി, പാരാലിറ്റിക് സ്ട്രോക്കൊക്കെ ആയി, അവര് പ്രശ്നമായി. പക്ഷെ ഇപ്പൊ അവര് ജീവിതത്തോടെ ഒരു പടപൊരുതിയിട്ട് ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുക, വീൽ ചെയറിലാണ് അവർ. അപ്പൊ അവരുടെയൊക്കെ കേസ് അവരെനിക്കൊന്ന് 3ാം നിലയിൽ നിന്ന് താഴെ പോകുന്നതാണ്. അവര് എനിക്കൊന്ന് തുണി പറക്കാൻ പോയത്. പിന്നെ അതുപോലെ ഒരു മഴയുള്ള സമയത്ത് അതിൽ പിടിച്ച് പിന്നെ ഒരു ആൽഫിയ എന്ന് പറയുന്ന വേറെ മത്സരാർത്ഥി ഇതുപോലെ തന്നെ ഇതേ സിമിലർ കേസാണ് അവര്. ഇങ്ങനെ അതും തുണിയെടുക്കാൻ പോയതാണ്.
അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ടെറസിൽ നിന്ന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, അല്ല ഇടനാഴിന്നോ അല്ലെ ബെഡ്റൂമിന്റെ അകത്തുനിന്നോ നന്ദിത വീണതുപോലൊന്നും അങ്ങനെ ആരും ഇവിടുത്തെ കൺസ്ട്രക്ഷനിൽ വീഴുന്നില്ല. അവിടുത്തെ സിസ്റ്റം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ ഫോർമാലിറ്റീസ് ഒക്കെ വളരെ ഫോറൻസിക് വന്ന് ചെക്ക് ചെയ്ത് വീടെല്ലാം ചെക്ക് ചെയ്ത് വേറെ ഫൗൾ പ്ലേ ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കി. പിന്നെ ഞങ്ങള് റിക്വസ്റ്റ് ചെയ്ത് കുറെ റിക്വസ്റ്റ് ചെയ്ത് എനിക്കൊന്ന് കണ്ടേ പറ്റുള്ളൂ എന്ന് റിക്വസ്റ്റ് ചെയ്ത്. നിഷ കാണാൻ പറ്റിയത് മകളെ എന്നാണ്? പിന്നെ ഞാൻ പിന്നെ ഒരുപാട് എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന് കുറെ റിക്വസ്റ്റ് ചെയ്ത് മുല്ലേടം പിന്നെ അവിടെ പോലീസ് അവരോട് ചോദിച്ചിട്ട് 2 ദിവസത്തിനും എനിക്ക് മോർച്ചറിയിൽ പോയി കാണാൻ പെർമിഷൻ കിട്ടി. 2 ദിവസത്തിനും പോയി കണ്ടു. അതും സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് സാർ. ഞാൻ എന്നിട്ട് പറഞ്ഞു അത് ഭയങ്കര സുന്ദരിയായ നല്ല വൈറ്റ് കളറിലൊക്കെയാണ് മുഖം ഇരിക്കുന്നത്. അങ്ങനെ നല്ല ഒരു ആ ഒരു ഇതിലും കണ്ട ആ കാഴ്ചയൊന്നും മനസ്സിൽ നിന്ന് ഒരിക്കലും എനിക്കിങ്ങനെ ഇടയ്ക്ക് ഓരോ പാനിക് അറ്റാക്ക് ഉണ്ടാവുന്നൊക്കെ ഈ മുഖം ഈ കാഴ്ചകൾ അത് ഫ്രീക്വന്റ് ഈ കാഴ്ചകളൊന്നും നമ്മുടെ മൈൻഡിൽ നിന്ന് ഒരിക്കലും പോകത്തില്ല. പക്ഷെ എനിക്ക് ആ സമയത്ത് കാണാതിരിക്കാൻ പറ്റുന്നില്ല നന്ദുവിന്. കാരണം നന്ദു തേഴ്സ്ഡേ ഇങ്ങനെ എന്നോട് ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞു. നന്ദു ഞാൻ നാളെ തരാന്നൊക്കെ പറഞ്ഞു. അന്ന് ഇച്ചിരി കൊടുത്ത് ബാക്കി. അപ്പം എനിക്ക് അതൊന്നും നമുക്ക് അയ്യോ ഐസ്ക്രീം കൊടുക്കണം അങ്ങനെ കാര്യമെന്നാലോചിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അതിനെ കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് പെർമിഷനൊക്കെ മേടിച്ചിട്ട് അവിടെ ഇങ്ങനെ കാണാൻ പ്രൊഫഷൻ ഇല്ല. എന്നിട്ട് അവര് പറഞ്ഞു മോർച്ചറിയിൽ പോയി കരയരുത്, കാരണം കരഞ്ഞ അവർക്ക് പ്രശ്നമാണ്, പോലീസുകാർക്ക് പ്രശ്നമാണ്. അപ്പൊ അവരെന്നെ കരയരുതെന്നും പറഞ്ഞിട്ടാണ് മോർച്ചറി കൊണ്ടുപോകുന്നത് തന്നെ. ഞാൻ ഒരു റിയാക്ഷനും ഇല്ലാതെ മോർച്ചറിയിൽ പോയി കണ്ടിട്ട് വരികയാണ്. ഒരു കരച്ചിലും ഇല്ല. നന്ദുവിനെ ജസ്റ്റ് ഇങ്ങനെ ഐസ് പോലെ തൊട്ടിട്ട് വന്ന് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ആംബുലൻസിൽ ഞാനും നന്ദു മുരളിയാണ് ഞങ്ങളെ ലാസ്റ്റ് റൈഡാണ്. അത് കഴിഞ്ഞ് 4th ഡേ ആണ് പിന്നെ ഞങ്ങൾക്ക് ബോഡി വിട്ടത്. പിന്നെ ഞങ്ങൾ 3 പേരും കൂടെ മാത്രം ആംബുലൻസിൽ ഒരു ഡിസിഷൻ ഞങ്ങൾ എടുത്തു, നാട്ടിലോട്ട് കൊണ്ടുവരണ്ടെന്ന് വെച്ചാൽ. ഞാൻ മുരളിയോട് എനിക്ക് നന്ദുവിനെ ഇങ്ങനെ നാട്ടിൽ കൊണ്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ അതൊന്നും എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല. ഇങ്ങനെ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുന്നു, നന്ദുവിനെ ഇങ്ങനെ കിടത്തുന്നു, അതൊന്നും ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പം ആംബുലൻസ് നിങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു? ഞാനും മുരളിയേട്ടനും നന്ദു. നിങ്ങൾക്ക് പരിചയമുള്ള സുഹൃത്തുക്കളൊന്നും അവിടെ ഇല്ലായിരുന്നു? അവിടെ ആംബുലൻസിൽ കയറ്റത്ത് പോലും ഇല്ല. ഇപ്പൊ എനിക്കും കൂടെ തന്നെ ഞാൻ പെർമിഷൻ മേടിച്ചാൽ കയറി. മുരളിയേട്ടനെ മാത്രമേ ഒരാളെ കയറ്റുണ്ടായിരുന്നുള്ളൂ. പിന്നെ പോലീസുകാരന് എൻ്റെ ഒരു വിഷമം കണ്ടിട്ട് പുള്ളി ഒരാളും കൂടെ കയറിക്കോ, മാത്രം കൂടെ കയറിക്കോ. അറബി പോലീസ് നമുക്ക് ലാംഗ്വേജ് പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടാണ്. പിന്നെ എങ്ങനെയൊക്കെയോ സംസാരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് അവിടുത്തെ പോലീസ്. ഷാർജ പോലീസ് ആകുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പാടാണ്. ഇംഗ്ലീഷ് ഒന്നും ടഫാണ്. പിന്നെ ഇംഗ്ലീഷ് ഒന്നും അവർക്ക് അങ്ങനെ മനസ്സിലാകത്തില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് എങ്ങനെയൊക്കെ നമ്മുടെ ഒരു അവസ്ഥ കണ്ട് അവർക്കൊരു ദയവ് തോന്നിയിട്ടാണ് എന്നെയും കൂടെ ആംബുലൻസിൽ കയറാൻ സമ്മതിച്ചത്. അല്ലെങ്കിൽ മുരളിയേട്ടനെ മാത്രമേ ഒരു വിടു ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ എന്നിട്ട് മുരളിയേട്ടനോട് പറഞ്ഞു ഞങ്ങളുടെ ലാസ്റ്റ് റൈഡ് പോലെയാണ്, നന്ദുവിനെ അവിടെ കിടത്തിയേക്കുന്നു. ഞാനും മുരളിയേട്ടനും കൂടെ സൈഡിലേക്ക് ഇരിക്കുകയാണ്. ആ ആംബുലൻസ് ഷാർജയിൽ നിന്ന് നല്ല ദൂരമാണ്, ദുബായ് ആ ഒരു ക്രിമേറ്റ് ചെയ്യുന്ന സ്ഥലം. ഒരുമിച്ച് ഞങ്ങൾ എന്നിട്ട് പോവുകയാണ്. നന്ദുവിൻ്റെ കൈയൊക്കെ ഇങ്ങനെ പിടിച്ച ഒരു തണുത്ത് മരവിച്ച ഒരു കൈയൊക്കെ പിടിച്ച് അതൊന്നും ഒരിക്കലും മനസ്സിൽ നിന്ന് പോകുന്ന കാഴ്ചകൾ. എന്നിട്ട് കൊണ്ടുപോയി കുളിപ്പിക്കുന്നൊക്കെ ഇവിടെയാണെങ്കിൽ അതൊന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ആ ഒരു പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തതാണ് നന്ദുവിൻ്റെ. അപ്പം ആ ശരീരമൊക്കെ ഞാൻ ചെയ്തായിരുന്നു. അപ്പം അതെല്ലാം അങ്ങനത്തെ ഒരു വികൃതമായ ഒരു ശരീരമായിരുന്നു. പക്ഷെ അത് തന്നെ ഞാൻ തന്നെ ചേച്ചിയും കൂടെ ഹെൽപ്പിന് വന്നു, വേറെ ആരെയും അകത്തോട്ട് കയറ്റിയില്ല. മുരളിയുടെ സിസ്റ്റർ അവിടെയാണ് ഷാർജയിൽ, ചേച്ചി ഡോക്ടറാണ്. അപ്പം ചേച്ചിയും കൂടെ അകത്ത് വന്ന് ചേച്ചിയും ചേച്ചിയുടെ മോളും കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്നു. എന്നിട്ട് കുളിപ്പിക്കാനായിട്ട് വേറെ ഞാൻ തന്നെ എല്ലാം ചെയ്തത്. അപ്പം നന്ദുവിന് അത് ഇവരാരും പറഞ്ഞു ചെയ്യണ്ട, നിഷയ്ക്ക് കാണാൻ പറ്റില്ല, അപ്പം എനിക്ക് തന്നെ ചെയ്യണം. നന്ദുവിനെ ഞാൻ വലുതായിട്ടും ഞാൻ ചെയ്യുമായിരുന്നു സാർ. അതിന് മുമ്പേ നന്ദുവിന് ഇങ്ങനെ കുറച്ച് മടിയൊക്കെ ഉണ്ട് തേച്ചൊക്കെ കുളിക്കാനായിട്ട്. അപ്പം ഞാൻ 14-15 വയസ്സിലൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കുളിപ്പിക്കുമായിരുന്നു നന്ദുവിനെ. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി നന്ദുവിന് ഇഷ്ടമല്ല വേറെ ആരും അങ്ങനെ ചെയ്യിക്കുന്നത്, ഞാൻ തന്നെ ചെയ്യിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ നന്ദുവിന് ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ മേടിച്ചുകൊണ്ട് മീന ചേച്ചിയുടെ മോളെ കൊണ്ട് മേടിപ്പിച്ചിരുന്നതൊക്കെ. അപ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ മേടിച്ച് നന്ദുവിൻ്റെ ഫേവറേറ്റ് മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോയി അന്ന് അതെല്ലാം ചെയ്യിച്ച് ഡ്രസ്സൊക്കെ സുന്ദരിയാക്കി അവിടുത്തെ രീതി അനുസരിച്ച് വെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ രീതി അനുസരിച്ച് എല്ലാം ചെയ്തത്. നോർമലി അവിടുത്തെ ഇങ്ങനെ സംസ്കാര ചടങ്ങുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുളിപ്പിക്കൽ പോലുള്ള ചടങ്ങുകളൊക്കെ ചെയ്യുന്ന ഫോർമാലിറ്റീസ് സാധാരണ ആരാ ചെയ്യുന്നത്? നമുക്ക് നേരിട്ട് ചെയ്യാം. നമുക്ക് അങ്ങനെ അമ്മയച്ഛനും ഒക്കെയാണോ ചെയ്യുക? വേണമെങ്കിൽ അല്ല സാർ, അവിടെ ഈ നോർത്ത് ഇന്ത്യൻ കൾച്ചറാണ് കൂടുതലുള്ളത്. അപ്പൊ അവിടെ ഈ നോർത്ത് ഇന്ത്യൻ പൂജാരിമാര് കുറെ പേരുണ്ട്. അപ്പൊ അവരാണ് കൂടുതലും ഇങ്ങനത്തെ പരിപാടികൾ. അപ്പൊ ഈ ഒരുക്കി ചെയ്യുന്നതെല്ലാം നോർത്ത് ഇന്ത്യൻ കൾച്ചറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു നോർത്ത് ഇന്ത്യൻ പൂജാരി, കാര്യം ഇത് ദുബായ്, എൻ്റെ ദുബായ് വിസ ആയിരുന്നുകൊണ്ട് ദുബായിലെ ഒരു നോർത്ത് ഇന്ത്യൻ പൂജാരിയാന്ന് വന്നത്. അപ്പൊ അവര് ആ പുള്ളി കൂടെ വന്ന് പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അത് നോർത്ത് ഇന്ത്യൻ ഭയങ്കര പൂവൊക്കെ ഇട്ട് ചെയ്ത് ഓർണമെന്റ്സ് ഒക്കെ ഇടിയിപ്പിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഉടുപ്പൊക്കെ ഇടിയിപ്പിച്ച് എന്താ കാലില് വള, കയ്യില് വള, എല്ലാ കാര്യങ്ങളും ഒക്കെ ഇട്ടൊക്കെയാണ് അവരുടെ ഒരു സിസ്റ്റം വരുന്നത്. അപ്പം ഈ ഉടുപ്പ് ഇടേണ്ടവർക്ക് ആ സമയത്ത് ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം. അങ്ങനെ കംപ്ലീറ്റ് ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയാക്കിയിട്ട് തന്നെയാണ് വിട്ടത്. ഓക്കെ.
കുളിപ്പിക്കാൻ അപ്പൊ അത് കുറച്ചു നേരം എടുക്കുന്ന പ്രോസസ് കുറെ നേരം ബാക്കിയെല്ലാം പുള്ളി പറഞ്ഞു എന്ന് കുളിപ്പിക്കാൻ നേരത്ത് പുള്ളി പുറത്തിറങ്ങി നമുക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അവര് വേറെ അവിടെ ആളുകളുണ്ട് അവർക്ക് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവര് ചെയ്തു എന്ന് പറയാം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ അങ്ങ് എനിക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്തതാണ്. കാരണം ഇനി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്തതാണ്. അത് എനിക്കത് ഞാൻ അതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും, പക്ഷെ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല സാറ്. നന്ദുവിന്റെ ശരിക്കും ഫ്രാക്ചർ ആയത് കാലാണ്, ഹിപ്പോണും പിന്നെ ഇവിടെയായിരുന്നു ശരിക്കും നന്ദു. അതെ, പിന്നെ കാലും ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഹിപ്പിന്റെ അവിടെ കുറച്ച് വീർത്തായിരുന്നു. ഹിപ്പോണും തലയായിരുന്നു ഫ്രാക്ചർ ആയത്. ബാക്കി ഒന്നും നന്ദുവിന് നല്ല സുന്ദരിയായിട്ട് തന്നെ നന്ദു അപ്പോഴും വരുന്നത്. അപ്പം ഞങ്ങള് കുറെ സമയം പിന്നീട് നിന്നോ അതോ ഉടനെ മടങ്ങി പോന്നോ? അല്ല, അവിടുന്ന് പിന്നെ ഇവര് എത്ര സെക്കൻഡ് ഡേയോ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം തരും എന്ന് പറഞ്ഞായിരുന്നു. ആഷസ് ഒക്കെ തരും. 2ാം ദിവസം കളക്ട് ചെയ്യാൻ ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങള് 11th 12th ഞങ്ങൾ അതും കൊണ്ട് നേരെ വർക്കല പാപനാശം, അത് താഴെ എങ്ങും ഫ്ലോറിലെങ്ങും ടച്ച് ചെയ്യരുത്, അത് അങ്ങനെ തന്നെ കൊണ്ടുപോകണമെന്ന് പൂജാരി പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അതും കയ്യെ തന്നെ പിടിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി നേരെ വർക്കല പാപനാശത്ത് കൊണ്ടുപോയി. മുരളിയേൻ്റെ ആ സമയത്ത് മുരളിയേൻ്റെ ബർത്ത്ഡേ ആണ് December 14th. അപ്പം ഞങ്ങൾ മുരളിയേൻ്റെ പിറന്നാളൊക്കെ എപ്പോഴും നന്ദു ഭയങ്കര സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കൊടുക്കും. അപ്പം മുരളിയേൻ്റെ നാളൊക്കെ ഇങ്ങനെ ഭയങ്കര എല്ലാ ബർത്ത്ഡേ ഞങ്ങളിങ്ങനെ ഭയങ്കര ഗിഫ്റ്റും ഇതൊക്കെ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നന്ദു ഭയങ്കര സർപ്രൈസ് തീം പാർട്ടിയൊക്കെ ആയിട്ട്. അപ്പോൾ അപ്രാവശ്യം നന്ദു പറഞ്ഞു 14th കൊടുത്തോളാം ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 14th ഞങ്ങൾ ഇതും കൊണ്ട് പാപനാശത്ത് കൊണ്ട് ഒഴുക്കുവാണ് ശരിക്കും. അങ്ങനെ നേരെ പാപനാശത്ത് പോയി. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ എറണാകുളത്ത് മുരളിയേൻ്റെ വീട്ടിൽ വന്ന് നേരെ വാഗമണി പോവായിരുന്നു ഒരു 4 ദിവസം. ആരും കണ്ടോണ്ട് എല്ലാവരുടെയും ഈ ചോദ്യങ്ങളും എല്ലാവർക്കും എന്താ പറ്റിയ പിന്നെ ആൾക്കാരിങ്ങനെ നിരന്തരമായി ചോദിച്ചു. ആൾക്കാര് ആത്മാർത്ഥമായി അറിയാനുള്ള ഇതുകൊണ്ട് ചോദിക്കും. ചില ആൾക്കാര് കുത്തി നമ്മുടെ സിനിമ കഥ കേൾക്കുന്ന അതെ, എല്ലാവർക്കും അതാണ്. പിന്നെ നമ്മളെ കാണാൻ ഒരു സിമ്പതി പുറത്ത് കാണാൻ വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആ സിമ്പതി കൊണ്ട് നമ്മൾ അവരുടെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മാനസികാവസ്ഥയൊന്നും അവരറിയുന്നില്ല. എല്ലാവർക്കും ഒരു ഫോർമാലിറ്റി അല്ലോ, അവരെ ചെന്ന് കണ്ടില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച എല്ലാവരും കാണാൻ. അതെ, മോശമല്ലേ ചെന്ന് മോശമല്ലേ. പക്ഷെ നമുക്കൊന്നും ചെന്ന് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം ഞങ്ങള് ഒരു ബ്ലാക്ക് ഔട്ടെന്നോ ബ്ലാങ്ക് എന്നോ എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല. എന്താ അവസ്ഥ എന്ന് ഞങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. അതുകൊണ്ട് ആ 4 ദിവസം അവിടെ നിന്നിട്ട് നന്ദു കുറേ കാർഡ്സ് ഞങ്ങൾക്ക് ഇങ്ങനെ തരും, ഒരുപാട് സർപ്രൈസ് കാർഡൊക്കെ. അപ്പം മുരളിയേട്ടന് ശരിക്കും നന്ദു കുറച്ചൊരു സീരിയസ് വേർഷനെ മുരളിയേട്ടന് അറിയത്തുള്ളൂ. നന്ദു ഭയങ്കര കോമഡി അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പം ഞങ്ങൾ കുറേ കള്ളത്തരങ്ങളും വേലത്തരങ്ങളൊക്കെ ഒപ്പിക്കാറുണ്ട്. ഞാൻ ഈ കഥകളൊക്കെ അവിടെ ചെന്നിരുന്ന് മുരളിയേട്ടനോട് ഇങ്ങനെ പറയുമായിരുന്നു. നന്ദു വാഗമണി പോയിരുന്നു വെച്ചാൽ ഞാനിങ്ങനെ നന്ദുവിൻ്റെ ഓരോ കാര്യങ്ങൾ. അപ്പം എനിക്കൊരു ആശ്വാസത്തിന് വേണ്ടി ആ നന്ദുവിൻ്റെ കാർഡുകളൊക്കെ എടുത്ത് ഞങ്ങൾ 2 പേരും കൂടെ അതിങ്ങനെ നോക്കി നന്ദുവിൻ്റെ ആ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരാഴ്ച പിന്നെ ഒന്ന് തള്ളി നിൽക്കുന്നത്, ആൾക്കാരെ ഒന്നും ഫേസ് ചെയ്യാൻ പറ്റാതെ. എന്നുവെച്ചാൽ അല്ല, ഇവിടെ വീട്ടിൽ വന്നപ്പോ നിങ്ങള് വീട്ടിലുള്ളവരൊക്കെ ഇല്ലായിരുന്നു? വീട്ടില് അച്ഛനും അമ്മ എല്ലാവരുമായിട്ടാണ് ഈ വർക്കല പോയത്. കാരണം അവിടെ ക്രിമേഷൻ നടത്തിയ കാരണം എല്ലാവരും അങ്ങോട്ട് വന്നു. എന്റെ അമ്മ ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് വന്നു. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്റെ വീട്ടില് ഇപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ. പപ്പ 2007 പോയി. പപ്പ PRS ഹോസ്പിറ്റൽ അനസ്തെറ്റിസ്റ്റ് ആയിരുന്നു. 2007 പോയി പപ്പ. അനസ്തെറ്റിസ്റ്റ്, ചീഫ് അനസ്തെറ്റിസ്റ്റ് ആയിരുന്നു പപ്പ. അച്ഛൻ മരിച്ചു 2007. അതായിരുന്നു എന്റെ ആദ്യത്തെ ഒരു ഷോക്ക്. പപ്പയായിട്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു. ഒറ്റ മോളാണ്. അതെ അതെ അതെ. അങ്ങനെ അമ്മ എംപ്ലോയിഡ് ആയിരുന്നു. അമ്മ എന്റെ കല്യാണം കഴിഞ്ഞപ്പോ ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തു. ട്രിവാൻഡ്രത്ത് ഒരു ബൊട്ടീക്ക് ഉണ്ട്, വിമൻസ് കൊണ്ട് പറഞ്ഞിട്ട്. ബേസിക്കലി നിങ്ങൾ ട്രിവാൻഡ്രത്തായിരുന്നു? ട്രിവാൻഡ്രത്ത് ആദ്യം ഞാനൊരു 5 വയസ്സ് വരെ നൈജീരിയയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പപ്പയ്ക്ക് ഇവിടെ PRSൽ ജോലി കിട്ടിയിട്ട് അങ്ങനെ ട്രിവാൻഡ്രത്ത് സെറ്റിലായി. ശരിക്കും എന്റെ വീട് അമ്മയുടെ വീട് ചങ്ങനാശ്ശേരി, പപ്പയുടെ വീട് കുട്ടനാട്. അങ്ങനെ പിന്നെ ട്രിവാൻഡ്രത്ത് PRSൽ ജോലി കിട്ടി, അവിടെ വന്ന് സെറ്റിൽ ചെയ്ത. പിന്നെ വാഗമണിന്ന് എത്ര ദിവസം കഴിഞ്ഞാ തിരിച്ച്? അവിടെ ഒരു 3-4 ദിവസം നിന്ന് പിന്നെ നേരെ ട്രിവാൻഡ്രത്ത് വന്ന് അവിടുന്ന് പിറ്റേന്ന് തന്നെ പോയി ഷാർജയ്ക്ക് പോയി. ശരിക്കും ട്രിവാൻഡ്രത്ത് വന്നിട്ട് തന്നെ കുറെ റിലേറ്റീവ്സ് ഒക്കെ ഞങ്ങള് വന്നിട്ട് അങ്ങോട്ട് കാണാൻ വന്നില്ലെന്ന് പറഞ്ഞ് ഇപ്പോഴും മിണ്ടാത്ത ആൾക്കാരൊക്കെ ഉണ്ട് ഞങ്ങളുടെ അടുത്ത്. അവര് വന്നിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ മാത്രമല്ല ആൾക്കാർ നമ്മുടെ സങ്കടങ്ങൾ കൂട്ടത്തേ ഉള്ളൂ. ഇതൊക്കെ പറഞ്ഞ് അനുതാപമൊക്കെ കാണിക്കും. എനിക്കൊന്നും അത് നമ്മളൊക്കെ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അവര് ചില ആൾക്കാർ വളരെ സിൻസിയർ ആയിട്ട് വരുന്നതായിരിക്കും. കാരണം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴേ കാരണം ഒരു അമ്മയുടെ വേദന എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് സമാന അമ്മമാരല്ലേ നമ്മളെ കാണാൻ വരുന്നതൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ഞാൻ തന്നെ നോർമലാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ തന്നെ പൊക്കോണ്ടിരിക്കുന്നത്. ഈ സംഭവം നടന്നിട്ട് എത്ര വർഷമായി? ഇപ്പൊ 2-2.5 വർഷമാവും. 2.5 വർഷമായി. ഡിസംബർ ആകുമ്പോ 3 വർഷമാവും. അപ്പോ താങ്കൾ ജോലി ഇപ്പൊ ചെയ്യുന്നില്ല അല്ലേ?
ഇല്ലില്ല, ഇപ്പൊ ഒരു കനേഡിയൻ ബേസ്ഡ് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിക്ക് തന്നെ ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ആദ്യത്തെ 2020 ഒക്ടോബറിലാണ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ജനുവരിയിലാണ് ഈ ഫ്ലാറ്റ് റിനോവേറ്റ് ഒക്കെ ചെയ്തിട്ട് ഇന്റീരിയർ ഒക്കെ ചെയ്തൊന്ന് റെഡിയാക്കി ജനുവരിയിലായത് 2021 അങ്ങോട്ട് മാറി. പിന്നൊരു 1 വർഷം ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് നിഷയ്ക്കും കുറച്ചൊരു ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന അതൊന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്ന് സെറ്റിൽ ആവാന്ന് വിചാരിച്ചിട്ട് 21 വരെ ഒന്ന് അങ്ങനെ ജോലിയൊന്നും കാര്യമായിട്ട് തപ്പിയില്ല. പിന്നെ ഇപ്പം പതിയെ തപ്പി തുടങ്ങിയപ്പം നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അങ്ങനെ പ്രശ്നമുണ്ടല്ലേ. ഓക്കെ, ഈ എനിക്കൊന്ന് ഈ നിഷ ഈ ഗൾഫ് നാടുകളിലെ ഈ ഫ്ലാറ്റുകളിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. ചില മലയാളി കുട്ടികൾ തന്നെ ഇങ്ങനെ മരിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഇപ്പൊ ഗൾഫ് നാടുകളിൽ നമ്മുടെ ഒരുപാട് ആളുകൾ ജീവിക്കുകയാണ്. കാര്യം അവർക്ക് അവരൊരു ജീവിതം തേടി പോയിരിക്കുകയാണല്ലോ. തീർച്ചയായിട്ടും. മാത്രമല്ല ഇപ്പൊ അമേരിക്കയിലോ മറ്റുള്ള ഒരു സ്ഥലത്തെ പോലെ അവർ എന്തെങ്കിലും ഒരിക്കൽ തിരിച്ച് നാട്ടിലേക്ക് വരുന്നവരാ. മറ്റൊരു PR കിട്ടി അവിടെ താമസിക്കാമല്ലോ. ശരിക്കും പെർമനന്റ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നമുക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നും പറ്റത്തുമില്ല. അപ്പൊ തൽക്കാലം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് പറ്റത്തില്ല. അപ്പൊ അവർ മടങ്ങി വരുന്നവരാണ് ഇവരൊക്കെ. അപ്പൊ അവരോട് ഇങ്ങനെയുള്ള മാതാപിതാക്കളോടൊക്കെ ഒരുപക്ഷെ ഏറ്റവും ജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രയാസം നേരിട്ട ഒരാളാണ് നിഷ. അപ്പൊ നിഷ അവരോട് എന്ത് പറയും? കാരണം ഇത് നമുക്കൊരു സ്പ്ലിറ്റ് സെക്കൻഡിൽ ജീവിതം മാറി മറിയുകയാണ് അല്ലേ. നമ്മുടെ കൺമുമ്പിൽ നിന്ന് ഒരാൾ മാഞ്ഞു പോകുന്ന പോലെയാണല്ലോ ഈ സംഭവം. ഒരാള് ബെഡ്റൂമിൽ നിന്നിട്ട് ഒരു ജനാലയിലൂടെ അങ്ങ് പുറത്തു പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും നിഷ പറയുക? കാരണം ഇത് ഒരുപാട് പ്രിക്കോഷൻ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയമാകുന്ന ഒരു കാഴ്ചയാണല്ലോ അത്. എനിക്ക് തോന്നുന്നു പ്രിക്കോഷൻ ഒന്നും നമുക്ക് എടുക്കാനില്ല. കാരണം ഞാനെന്ന് പറയുന്നത് ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം നന്ദു ഒരു ട്യൂഷന് പോകുമ്പോൾ തന്നെ മുരളിയേട്ടൻ പറയും, മുരളിയേട്ടൻ അവിടെ നന്ദു കയറി പോകുമ്പോൾ വരെ മുരളിയേട്ടൻ അവിടെ വെയിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നന്ദു തന്നെ പറയും, നീ എന്തൊരു ഓവറാ. എന്നോട് സ്ഥിരം പറയും, നീ എന്തൊരു ഓവറാ. കാരണം ഞാൻ എല്ലാം ഇങ്ങനെ ഭയങ്കര ഓവറായിട്ട് ചെയ്തോണ്ടിരുന്ന ആളാ. ഒരുപാട് നോക്കി 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 എല്ലാ കാര്യങ്ങളും. അപ്പൊ ഞാൻ എല്ലാത്തിനും എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റി. ഞാൻ എല്ലാം മുരളിയേട്ടൻ ട്യൂഷന് വിടുമ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും പേടിയാണല്ലോ. ലിഫ്റ്റിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ പേടി. എല്ലാം പെൺകുട്ടിയായതുകൊണ്ട് എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങൾക്കും പേടിയാണ്. അപ്പം എല്ലാം ഞാനിങ്ങനെ സൂക്ഷിച്ച് അപ്പം ഇപ്പം എനിക്ക് ആ സമയത്ത് നമുക്ക് പേടി കൊണ്ട് അമ്മമാർ ചെയ്യും എല്ലാം നോക്കി നോക്കി. ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ എത്ര സൂക്ഷിച്ചാലും വരാനുള്ളതാണെങ്കിലും വന്നിരിക്കും എന്നുള്ള അഭിപ്രായത്തോടാണ് ഇപ്പം ഞാൻ പോകുന്നത്. പിന്നെ മാക്സിമം ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിമിഷം ഈ പവർ ഓഫ് നൗ എന്ന് പറയുന്ന പോലെ ആ നിമിഷം ജീവിച്ച് തീർക്കുക, ആസ്വദിച്ച് ജീവിക്കുക. നമ്മൾ ഓരോ മിനിറ്റും ആസ്വദിക്കുക. പിന്നെ നമുക്ക് കഴിഞ്ഞു പോയത് ആലോചിച്ചിട്ട് ഇനിയും ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പം ഓരോ മിനിറ്റും നമുക്ക് നന്നായിട്ട് ജീവിക്കുക എന്ന് എനിക്കിനിയും പറയാനുള്ളൂ. നമ്മുടെ മക്കളുമായിട്ട് നന്നായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, സൂക്ഷിക്കുക എന്ന് എനിക്കിനിയും പറയാനില്ല. കാരണം എത്ര സൂക്ഷിച്ചിട്ടും കാര്യമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഓവറായിട്ട് സൂക്ഷിച്ചിട്ടും കാര്യമില്ല. കുറവ് സൂക്ഷിക്കുന്നവർ നമുക്ക് ഒന്നും എത്ര കുറവ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നും നോക്കാത്തവർ നല്ല കൂളായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ കൂടുതൽ സൂക്ഷിച്ചിട്ട് എന്തായി സംഭവം? അപ്പോൾ ഒന്നും അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല സാർ. അതുകൊണ്ട് എനിക്ക് അതിന് ഒന്നും പറയാനില്ല. അപ്പം എനിക്ക് പറയാനുള്ള നമ്മുടെ ജീവിതം ഒരു ഇച്ചിരിയേ ഉള്ളൂ. ഒരു എത്ര ജീവിതം ഉണ്ട് അത് മാക്സിമം എൻജോയ് ചെയ്ത് ജീവിക്കുക. നമുക്ക് സങ്കടങ്ങളുണ്ടാകും. ആ സങ്കടങ്ങളെ ദൈവം നമുക്ക് സങ്കടങ്ങൾ തരും. അതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതാണ് ലൈഫ്. എത്ര സങ്കടങ്ങൾ തന്നാലും നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം. നമ്മൾ ഡിസൈഡ് ചെയ്യാം നമുക്ക് എങ്ങനെ ജീവിക്കാം എന്നുള്ളത്. അതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ നിഷയ്ക്ക് യഥാർത്ഥത്തിൽ ഇപ്പം നിഷ സങ്കടങ്ങൾ മുഴുവൻ ഇദ്ദേഹത്തിൽ വെക്കാൻ ശ്രമിക്കുന്നു. അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ അദ്ദേഹം ആരോട് പറയും എന്നുള്ളത് അല്ല. മുരളിയേട്ടന് കുറെയൊക്കെ ഞാൻ ഇങ്ങനെ എനിക്ക് കുറെ ഇങ്ങനെ ഒരു 7-8 സർജറീസും ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പം അതിലൊക്കെ ഞാൻ ഭയങ്കര മുരളിയേട്ടനെ അങ്ങനെയുണ്ടോ? ഞാനൊരു ഡോക്ടർ ഗംഗാധരന്റെ പേഷ്യന്റ് ആണ്. മാലിഗ്നൻസി ട്രീറ്റ്മെന്റ്. അതെ അതെ അതെ. അപ്പം ഞാൻ അതിലൊക്കെ ഭയങ്കര ബോൾഡായിട്ട് മുരളിയേട്ടന് ധൈര്യം കൊടുക്കുന്ന ഒരാളാണ്. അത് 2000 എനിക്ക് ശരിക്കും ഒരു സർജറി പരമ്പര സ്റ്റാർട്ട് ചെയ്ത് 2015 ആദ്യത്തെ സർജറി. അത് ഞാനൊന്നും പിന്നെ ഞാൻ 2017 ഫസ്റ്റ് ഒന്ന് വീണു വീട്ടില്. ഞങ്ങളുടെ ഫ്ലാറ്റിൽ തന്നെ വീണായിരുന്നു. തെന്നി ഒന്ന് വെള്ളം കിടന്ന് തെന്നി വിളക്ക് കെടുത്താൻ ഓടി. അവിടെ ഷാർജയിൽ ആ ഫ്ലാറ്റിൽ തന്നെ ഒന്ന് വിളക്ക് കെടുത്താൻ ഓടിയതും തെന്നി വീണു. അപ്പൊ വീണപ്പോഴത്തേക്കും മുരളിയുടെ വീട്ടിലില്ലായിരുന്നു. അപ്പൊ മോൾ ഓടി വന്ന് നന്ദു ഭയങ്കര പ്രൊആക്റ്റീവായിട്ട് എല്ലാം ഭയങ്കര ഇങ്ങനെ ചെയ്തു. അപ്പം വേഗം ഓടി വന്ന് എനിക്ക് ഐസൊക്കെ വെച്ച് ടൗലൊക്കെ വെച്ച് നെയ്ബറിനെ ഫോൺ ചെയ്ത് താഴെയുള്ള ഒരാളെ ഫോൺ ചെയ്ത് പെട്ടെന്ന് മുരളിയേട്ടനെ മുരളിയുടെ ഫോൺ എടുത്തില്ല. മുരളിയുടെ യോഗയ്ക്ക് പോയിരിക്കുക. അപ്പൊ പുള്ളിയെ ഫോൺ ചെയ്ത് പുള്ളി ഓടി വന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നൊക്കെ നന്ദുവാണ് എല്ലാം കൈകാര്യം ചെയ്തൊക്കെ നല്ല സ്മാർട്ടായിട്ട്. ഞാൻ വീണു. അപ്പൊ ആദ്യത്തെ സർജറി എൻ്റെ വിരൽ താഴത്തെ ഈ ടോ ഇങ്ങനെ ആയിപ്പോയി. അപ്പൊ അതിനെ നേരെയാക്കാനായിട്ട് ആദ്യത്തെ സർജറി. പിന്നെ തലയിൽ ഒന്ന് സ്റ്റിച്ചിട്ട് അങ്ങനത്തെ ഫസ്റ്റ് സർജറി
2017 അല്ല 2015. പിന്നെ മാലിഗ്നൻസി ഡിറ്റക്ട് ചെയ്ത് 2017. അത് PRS ഹോസ്പിറ്റലിൽ വെച്ചിട്ട് എനിക്കൊരു ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത് ആദ്യം ഒരു വയറുവേദന വന്നു. അങ്ങനെ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്തപ്പം ഗോൾ ബ്ലാഡറിൽ നല്ല സ്റ്റോൺ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഗോൾ ബ്ലാഡർ സ്റ്റോണൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് സർജറി ചെയ്ത് കിഡ്നിയിലും കുറച്ച് സിസ്റ്റ് 1-2 സിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരത് സ്ക്രേപ്പ് ചെയ്ത് ബയോപ്സിക്ക് വിട്ടു. അപ്പം നോക്കിയപ്പോൾ അതിന് ഒരു മാലിഗ്നൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് അവിടെ ഹോസ്പിറ്റലിൻ്റെ അവരുടെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു, അത് സ്ക്രേപ്പ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് ഡോക്ടർ ഗംഗാധരൻ അയച്ചു കൊടുത്ത പുള്ളി പറഞ്ഞ് എമർജൻസി ആയിട്ട് അങ്ങോട്ട് വരണം, വേഗം തന്നെ കിഡ്നി അംശം സ്ക്രേപ്പ് ചെയ്തൊരു മിസ്റ്റേക്കാണ്, അപ്പം വേഗം അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആ 1 മാസം ഗ്യാപ്പിൽ അടുത്ത സർജറി. അങ്ങനെ കിഡ്നി റിമൂവ് ചെയ്ത് ഒരു കിഡ്നി റിമൂവ് ചെയ്ത് ഫുള്ളായിട്ട് ഫുൾ നെക്ടറക്ടമി ചെയ്ത് അത് റിമൂവ് ചെയ്ത് മാലിഗ്നൻസി ആയിട്ട്. അങ്ങനെ ആ സമയത്തൊക്കെ ഞാൻ നല്ല വെച്ചാൽ എന്റെ എപ്പോഴും അപ്പൊ അത് സെക്കൻഡ് സർജറി പിന്നെ സെക്കൻഡ് സർജറി ആയപ്പോൾ നന്ദുവിനെ തിരിച്ച് ചേച്ചിയുടെ അടുത്തോട്ട് അയച്ചു. കാരണം സ്കൂൾ മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചേച്ചിയുടെ അടുത്തോട്ട് അയച്ചു. അപ്പൊ എനിക്ക് സർജറിക്ക് കയറി പോകുമ്പോൾ മുരളിയുടെ തന്നെ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ പായി കാണിക്കുന്ന ഓർമ്മയാണ്. ഞാനിങ്ങനെ സ്ട്രെച്ചറിൽ നമ്മളെ തിയേറ്ററിനകത്തോട്ട് കൊണ്ടുപോകലോ, മുരളിയുടെ ഇങ്ങനെ വിഷമത്തിൽ നിന്നപ്പോ ഞാൻ നല്ല ചിരിച്ചോണ്ടാണ് സർജറിക്ക് കയറി പോകുന്നത്. കാരണം ബോൾഡ് സർജറി ഒന്നും എനിക്ക് വലിയ ടെൻഷനുള്ള കൂട്ടത്തിലല്ല, കുഴപ്പമില്ലാതെ നിൽക്കും. ഞാൻ അവിടെ ക്യാൻറ്റീനിൽ എന്തെങ്കിലും ഫുഡ് കിട്ടും, എനിക്ക് ഫുഡൊക്കെ കുറച്ച് ക്രൈസാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഡീവിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു മുരളിയേട്ടനും കുറച്ചൊക്കെ ധൈര്യം കൊടുക്കാൻ ശ്രമിക്കും. എന്നാലും നമ്മുടെ മുരളിയേട്ടൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നല്ലോ എന്നൊരു ഇത് കാണും, എന്നാലും കുറച്ചൊക്കെ ധൈര്യം കൊടുക്കാൻ ശ്രമിക്കും. പിന്നെ അല്ലാതെ മുട്ടിന് 2 സർജറി ചെയ്തിട്ടുണ്ട് എനിക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിട്ട്. പിന്നെ ഇപ്പം മിനിഞ്ഞാന്നൊരു സർജറി ആയിരുന്നു, അത് സർജറി കഴിഞ്ഞിട്ടാണ് അതെ 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 അതെ. അതിപ്പോ കഴിഞ്ഞ ദിവസം ഡോക്ടർ ഗംഗാധര ചെക്കപ്പ് ആയിട്ട് കുറച്ചൊരു അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ കുറച്ചൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് ബയോപ്സിക്ക് അയക്കാനായിട്ടാണ് മിനിഞ്ഞാന്നത്തെ സർജറി. അതിന്റെ റിസൾട്ടിന് 2 ആഴ്ചക്കൊക്കെ വരുള്ളൂ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയുള്ളൂ. അങ്ങനെയാണ് അല്ലേ? അതെ. അപ്പൊ എല്ലാ സർജറിക്കും കയറുമ്പോഴത്തേക്കും മുരളിയേട്ടൻ ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കൈ കാണിക്കുന്നത് നമ്മളതിനെ വളരെ നമുക്കതൊരു ശീലമായതുപോലായി 7 തവണയൊക്കെ ഒരു ശീലമാണല്ലോ. അതെ. പക്ഷെ ബാക്കി നന്ദു ഉണ്ടായിരുന്നപ്പോ വരെ നന്ദുവാണ് ആ സർജറിക്ക് പോകുമ്പോഴെല്ലാം വീടെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്യും, വീടൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്യും, എല്ലാം എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരും, ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യും വീടൊക്കെ, നല്ല അതിനെല്ലാം മിടിക്കുകയാണ് നന്ദു. അപ്പൊ നമ്മൾ മത്സരം തുടരുന്നു. ഇപ്പൊ യഥാർത്ഥത്തില് ഞാൻ വേറെ ചോദിച്ചു കഴിഞ്ഞാല് നിഷ ഇതിനോട് പൊരുത്തപ്പെട്ടോ അതോ ഒരു ഇമാജിനറി ലോകത്ത് തന്നെ ഇരിക്കുകയാണോ? പൊരുത്തപ്പെട്ടോന്ന് എനിക്ക് അറിയില്ല, അത് മനസ്സിലാവുന്നില്ലല്ലേ? അതെനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഇപ്പം പാനിക് അറ്റാക്സിന്റെ ഫ്രീക്വൻസി കൂടുക കുറയുക അങ്ങനെ വരുന്നുണ്ട്. അത് ഇടയ്ക്ക് ഫസ്റ്റ് പാനിക് അറ്റാക്ക് വന്നപ്പോൾ ആംബുലൻസ് ഒക്കെ വിളിച്ച് മുരളിയേട്ടൻ എന്നെ സൺറൈസിലോട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? ഈ സംഭവം എങ്ങനെ ഡോക്ടർക്ക് അറിയില്ലേ? ഇല്ല, ഡോക്ടറിന് അറിയില്ല. ഇങ്ങനെ ഡോക്ടറിന്റെ വിചാരം ഞങ്ങൾ ഇപ്പോഴും ഷാർജയിലാണ്, അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടിയിട്ടില്ല. അല്ല, മകളുടെ കാര്യം ഡോക്ടർ അറിഞ്ഞിട്ടില്ല? ഇല്ല ഇല്ല ഇല്ല. സാധാരണ ഡോക്ടർ ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക. ഡോക്ടറുടെ വിചാരം ഞങ്ങൾ ഇപ്പോഴും ഷാർജയിലാണെന്നാണ്. അപ്പൊ ഡോക്ടറിന് ആ ഒരു ഹിസ്റ്ററി അറിയത്തില്ല ഞങ്ങളുടെ. ഓ, അത് ശരി. ചിലപ്പോ പക്ഷേ ഡോക്ടർ ഇടയ്ക്ക് ഈ പരിപാടിയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഇത് കാണുമ്പോഴായിരിക്കും ഡോക്ടർ അറിയുന്നത്, നിങ്ങളെ കാണുമ്പോൾ അല്ലേ? സാധാരണ ഈ പേഷ്യൻസിന്റെ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്ന രീതിയിൽ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് സൂക്ഷിക്കുന്ന ഒരാളാണ്. അതും എത്രയോ വർഷം കഴിഞ്ഞാലും ചില രോഗികളുടെ കല്യാണത്തിന് അതിനൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 2017 ആ ഫസ്റ്റ് മാലിഗ്നൻസി കിഡ്നി റിമൂവലിന് ശേഷം 5 കൊല്ലമായിട്ട് 6 months ചെക്കപ്പ് ഉണ്ട്. അപ്പൊ ഈ ചെക്കപ്പിന് പോകുമ്പോ 6 months ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ പുള്ളി ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ട് പിടിച്ചൊക്കെ നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് 6 months കഴിഞ്ഞ് വരാൻ പറയും. അടുത്ത 6 months ആകുമ്പോൾ പുള്ളി ഇതേപോലെ മറ്റേ സ്കാനിങ് എന്തെങ്കിലും ചെയ്യാൻ പറയും. അപ്പൊ ഇപ്പം ദൈവം സഹായിച്ച് ഈ 5 കൊല്ലമായിട്ട് പുള്ളി നോക്കുമ്പോ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് ഈ ലേക്ക് ഷോറിൽ ഇരിക്കുമ്പോ എപ്പോഴും പ്രശ്നങ്ങൾ ഒരുപാടുള്ള ആൾക്കാര് പുള്ളി ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യും. നമുക്കങ്ങനെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പുള്ളി ഇൻസിഡന്റ്ലി എൻ്റെ ഒരു റിലേറ്റീവും കൂടെയാണ്. ആണോ? അച്ഛൻ്റെ ഒരു ഫസ്റ്റ് കസിന്റെ ഒരു ബ്രദറായിട്ടാണ്, അല്ല സെക്കൻഡ് കസിന്റെ ഒരു ബ്രദറാണ് പുള്ളി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേറ്റീവും കൂടെയാണ്. പക്ഷെ എന്നാൽ പോലും ഞങ്ങളുമായിട്ട് ഒത്തിരി ഇന്ററാക്ഷൻ വരാത്തതിന്റെ റീസൺ അതാ. കാര്യം പുള്ളി നോക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. കാര്യം പുള്ളിയുടെ ഓരോ പ്രാവശ്യം 150 പേരൊക്കെ വെച്ചിട്ട് വരുമ്പം പ്രശ്നങ്ങൾ കൂടുതലുള്ളവരെയാ പുള്ളി ഫോക്കസ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഷാർജയിൽ നിന്ന് വരുമ്പോൾ ജസ്റ്റ് ഒരു ദിവസം വരും പോവും, അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പൊ കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ഉള്ളതല്ലേ? ആ അതെ. അവിടെ ചെന്ന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളുടെയൊക്കെ എത്ര നിസ്സാരമായ പ്രശ്നമാണ്. അതെ അതെ, കേരളത്തിൽ വളരെ സ്പ്രെഡ് ആവും. അതെ അതെ, കീമോതെറാപ്പി ചെയ്യുന്ന എനിക്കൊന്നും അതിനെ കുറിച്ച് സ്റ്റഡിയും നടത്താത്തോണ്ട് എത്ര % ആൾക്കാർക്ക് ഇതുണ്ട് എന്നത് കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട അസുഖങ്ങളൊക്കെ
കേരള ഹെൽത്ത് മോഡൽ എന്നൊക്കെ പറഞ്ഞ അഭിമാനം കൊണ്ടൊരു സംസ്ഥാനത്താണ് ഇത്രയും കൂടുതൽ രോഗികൾ ഉണ്ടാകുന്നത്. നമുക്ക് സങ്കടകരമായ കാര്യമാണ് അത്. അപ്പൊ എന്തായാലും നിഷ, എനിക്കറിയില്ല നിഷയോട് എന്താ പറയേണ്ടത്. ഒരു പ്രോഗ്രാമിൽ നിന്നുകൊണ്ട് സമാധാനിപ്പിക്കുക അങ്ങനെയുള്ളൊരു സംഭവമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ പോലും ഒരു യഥാർത്ഥ ജീവിതം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഇമാജിനറി ലോകത്ത് നിൽക്കാതെ അവിടേക്ക് ഇറങ്ങി വരണം. എനിക്കൊന്ന് കുറെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യാം. അവിടോട്ട് ഞാനിങ്ങനെ റിയാലിറ്റിയിലൊക്കെ നമ്മളിപ്പോ ഒരു കോടിയിൽ മത്സരിക്കാൻ പോവാ. അതൊരു റിയൽ ലോകമാ, മനസ്സിലായോ? അതുപോലെ കുറെ കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് മത്സരിക്കുക. ഓക്കെ, അപ്പൊ ഇന്നിപ്പോ കുട്ടേട്ടാ എന്തോ പറയാൻ വന്നു കുട്ടേട്ടൻ? നമസ്കാരം നിഷ മുരളീകൃഷ്ണ. നമസ്കാരം കുട്ടേട്ടാ. താങ്കൾ മത്സരിക്കാൻ വന്നിരിക്കുന്നു. താങ്കൾക്ക് എല്ലാ സഹായത്തിനും കുട്ടേട്ടൻ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. നന്നായി മത്സരിക്കുക. നിഷയെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. 1 കോടിയുടെ ആവശ്യമുണ്ടോ ഇപ്പോ? ആവശ്യമില്ലാതിരിക്കത്തില്ലല്ലോ. ഈ ട്രീറ്റ്മെന്റിനൊക്കെ ഒത്തിരി പൈസ ആവുന്നുണ്ടോ ശരിക്കും? ട്രീറ്റ്മെന്റിന് അങ്ങനെ സർജറികൾ നടക്കുന്നുണ്ട്. അല്ലാതെ എനിക്ക് നന്ദുവിന് വേണ്ടി എന്തെങ്കിലും ഒരു ഇത് ചെയ്യാം. ജീവിതം കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ ഇല്ല. ഞങ്ങൾ പിന്നെ ഫ്ലാറ്റ് ഇന്റീരിയർ ഒക്കെ നന്ദിതയ്ക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ഒരു ഡയാലിസിസ് യൂണിറ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നന്ദുവിന്റെ പേരിലൊന്ന്, അത് ട്രീറ്റ്മെന്റ് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റൽ, അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണം അതൊന്നും അറിയില്ല. അങ്ങനെ ചെയ്യണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അതിലേക്ക് വലുതായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ നിഷയ്ക്ക്? ഇല്ല, ഇപ്പൊ ഇല്ല. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നിഷയ്ക്ക് ഉണ്ടെങ്കിൽ അതിൽ ഇറങ്ങാൻ പാടുള്ളൂ. അതെ, അങ്ങനെ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഞാനിങ്ങനെ മുരളിയേട്ടന് പറയാം, നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, അത് ചെറിയ ലെവലിൽ ചെയ്താലും മതി. ഇപ്പൊ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പം അവിടെ ഓർമ്മ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് എനിക്കൊന്ന് പ്രതീകാത്മകമായിട്ട് ചെയ്താൽ പോലും അത് മതിയാവും. ഒരു അമ്മയുടെ നിർവൃതി അതാണല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എങ്ങനെയാ മത്സരിക്കാൻ പോകുന്നത്? ഇപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിൽ എത്താം. നമുക്ക് വേണമെങ്കിൽ 20 ചോദ്യങ്ങൾ വഴിയും 1 കോടിയിൽ എത്താം. നിഷ ഈ പ്രോഗ്രാം കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ രീതികളൊക്കെ അറിയാം, അതിന്റെ ഗൈഡ് ലൈൻസ്, അതിന്റെ നിയമങ്ങൾ, ഉപദേശങ്ങൾ എല്ലാം അറിയാം അല്ലേ? അപ്പൊ ഞാൻ പിന്നെ അതൊക്കെ ഒരു 375 എപ്പിസോഡ് കഴിഞ്ഞു. അപ്പൊ പ്രേക്ഷകർക്കെല്ലാം ഇതറിയാം. നമ്മൾ ഇനി പറഞ്ഞാൽ അവർക്ക് ബോർഡിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അറിയാം. അപ്പൊ 20 ചോദ്യങ്ങൾ വഴി 1 കോടിയാണോ 10 ചോദ്യങ്ങൾ വഴി 1 കോടിയാണോ? 20 ചോദ്യങ്ങൾ വഴി അങ്ങനെ പോവാം അല്ലെ? അതൊക്കെ പോവാന്നുള്ളതാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്കിനി ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് നിഷയ്ക്ക് ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? ടെൻഷൻ അല്ലേ ഉള്ളൂ അല്ലേ? ടെൻഷൻ നിത്യജീവിതത്തിലുള്ളതുകൊണ്ട് അപ്പൊ ഈ ടെൻഷൻ ഇല്ലാതെ ഇരിക്കുക എന്ന് പറയുന്നൊരു സമയം ഉണ്ടാവില്ല അല്ലേ ഇപ്പൊ? ഇല്ല, ഞാൻ എഴുന്നേക്കുന്നത് എനിക്ക് ഭയങ്കര പേടി, അങ്ങനെ ഒരു സംഭവം സ്ഥിരമായിട്ടുള്ളതാ. ഉറക്കമൊക്കെ കിട്ടുന്നുണ്ടോ ശരിക്കും ഇപ്പോ? ഉറക്കം കുറച്ച് കുറവാ അല്ലേ? പകലൊക്കെ എങ്ങനെയാ സമയം പോകുന്നത്? വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ എഡിറ്റിംഗ്. യൂട്യൂബ് ബ്ലോഗർ ആണല്ലോ? 2 ചാനലുണ്ടല്ലേ? 2 ചാനലുണ്ട്. അത് ഇത് എപ്പോ തുടങ്ങിയത്? കുക്കിംഗ് ചാനൽ നിഷ സ്പൈസസ് എന്ന് പറഞ്ഞ കുക്കിംഗ് ചാനൽ നന്ദു നിർബന്ധിച്ച് തുടങ്ങിയത്. അത് നന്ദു പറഞ്ഞു 2017 സ്റ്റാർട്ട് ചെയ്തതാണ് കുക്കിംഗ് ചാനൽ. അതിപ്പം കുക്കിംഗ് ഒന്നും, അത് മോക്ക് വേണ്ടി കുക്ക് ചെയ്തോണ്ടിരുന്നല്ലേ, അതുകൊണ്ട് അതിൽ ഞാനിപ്പം ഒന്നും ചെയ്യുന്നില്ല. കാരണം ഒത്തിരി വെറൈറ്റി ഡിഷസ് ഒക്കെ നന്ദുവിന് വേണ്ടിയിട്ടാണ് ചെയ്തോണ്ടിരുന്നത്. അതുകൊണ്ട് അതിലിപ്പോ കുക്ക് ചെയ്യും, ഇപ്പൊ ഒന്നും ചെയ്യാറില്ല. മറ്റേ ചാനൽ നിഷാസ് ഡ്രീംസ് എന്നാണ്. അതൊരു വ്ളോഗിംഗ് ചാനലാണ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗിംഗ് ഒക്കെയാണ് അതിൽ ചെയ്യുന്നത്. അതും ആക്റ്റീവ് ആണ്, അതിൽ നന്നായിട്ട് പോകുന്നുണ്ട്. അതിൽ ആൾക്കാരുണ്ടോ? സബ്സ്ക്രൈബേഴ്സ്? പിന്നെ അതിലെ സബ്സ്ക്രൈബേഴ്സ് അതിൽ മറ്റേ കുക്കിംഗ് ചാനൽ 2.5 ലക്ഷം ഉണ്ട്. ഇതിനകത്ത് ഇപ്പം 55,000 ആയിട്ടുള്ളൂ. അതൊരു 100K ആക്കണമെന്നാണ് ആഗ്രഹം. അപ്പൊ ചിലപ്പോ ഈ പ്രോഗ്രാമില് നിഷ വന്നു പോകുന്നതുകൊണ്ട് ചിലപ്പോ അതിനകത്ത് സബ്സ്ക്രിപ്ഷൻ കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടും. ഒരുപാട് ആൾക്കാരുമായിട്ട് താങ്കൾ സമ്മതിക്കുക, വേറെ ലോകത്തേക്കും കടക്കുക. എനിക്കൊന്ന് യൂട്യൂബ് ചാനൽ അതിന് നല്ല വഴിയാന്ന് തോന്നുന്നു. കാരണം താങ്കൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ യൂട്യൂബ് ചാനലാകുമ്പോൾ ഈ റേറ്റിംഗ് അങ്ങനെ ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാം. ഇപ്പൊ ടെലിവിഷൻ ചാനലിലാണ് നിങ്ങളുടെ പ്രോഗ്രാം ചെയ്യുമ്പോഴേ അത് കണക്റ്റഡ് ആയ ഒത്തിരി കാര്യമുണ്ട്. ഒന്ന് അത് ടെലിവിഷൻ റേറ്റിംഗിൽ കാണണം. റേറ്റിംഗിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇതിന്റെ നിർമ്മാണ ചെലവ് തിരിച്ചു പിടിക്കാൻ ഒക്കത്തില്ല. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല, കടയടച്ചു പോകും. അപ്പൊ അങ്ങനെ ഒത്തിരി പ്രശ്നമുണ്ട്. ഈ വിലങ്ങുതടി ഒന്നും ഒരു യൂട്യൂബ് ചാനലിനെ വലുതായിട്ട് ബാധിക്കില്ല. തീർച്ചയായിട്ടും ഉണ്ട് കുറച്ച് പ്രശ്നം. അപ്പൊ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുക. യൂട്യൂബാണ് ഇപ്പൊ ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് തന്നെ. കാരണം യൂട്യൂബിൽ കൂടെ ഒത്തിരി കമന്റ്സ് നെഗറ്റീവും ഉണ്ട്. അത് കമന്റ്സ് വരുന്നുണ്ടോ? അയ്യോ, പിന്നെ ആൾക്കാർ പറയുന്നത് അയ്യോ, അതിപ്പം തുടങ്ങി 2019 തൊട്ട് തന്നെ വരുന്നുണ്ട്. ഇപ്പൊ പിന്നെ സ്ഥിരമായിട്ട് ഇതൊരു അമ്മയാണോ, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറ്റുന്നു, ഞാനൊന്ന് ചിരിച്ചാൽ മതി. ചില കമന്റ്സ് വരും, ഇത് പോയി ചത്തൂടേന്ന് വരെ കമന്റ്സ് ചോദിക്കുന്നുണ്ട്. അതാണ് ബഹുജനം പലവിധം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നമുക്ക് അതിന് ഹാർട്ട് ബീറ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാലോ. ഓക്കെ, അപ്പൊ കുട്ടേട്ടാ ഒന്ന് ചെക്ക് ചെയ്യൂ. അത്യാവശ്യം കുറച്ചുണ്ട്, കുഴപ്പമില്ല. 109 വലിയ സംഭവമല്ല, കണ്ടിട്ടുണ്ടല്ലോ ആൾക്കാർക്കൊക്കെ സാധാരണഗതിയിലുള്ള ഹാർട്ട് ബീറ്റ് ഒക്കെ. അപ്പൊ ടെൻഷനൊക്കെ ഒഴിഞ്ഞ് നമ്മൾ മത്സരിക്കാൻ പോവാണ്. റെഡിയല്ലേ? ഓക്കെ, അപ്പൊ 10,000 രൂപയുടെ ആദ്യത്തെ ചോദ്യമാണ് മോണിറ്റർ.
ഇനി പറയുന്നവൽ എന്തിന്റെ ഉണങ്ങിയ ഇലയാണ് കസൂരി മേത്തി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ജീരകം, ഓപ്ഷൻ ബി കടുക്, ഓപ്ഷൻ സി എള്ള്, ഓപ്ഷൻ ഡി ഉലുവ, ഓപ്ഷൻ ഇ നെല്ല്. ഓപ്ഷൻ ഡി ഉലുവ. ഉറപ്പാണല്ലോ, അതിനകത്ത് പിന്നെ ടെൻഷൻ ഒന്നുമില്ലല്ലോ അല്ലേ? ഓപ്ഷൻ ഡി ഉലുവ. നിഷ, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻ, 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ സാധാരണ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ യഥാർത്ഥ ജീവിതവുമായി ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ അങ്ങ് ചെയ്യാമെങ്കിൽ നിശ കുറേയൊക്കെ മറന്നുപോകും. അതെ, കാരണം നമ്മൾ അതേസമയം എപ്പോഴും ഈ നന്ദിതയുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്താൽ അവളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഞാൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ട് സാർ. ഞാനിപ്പോ വയലിൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. വയലിൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഡാൻസ്, അതൊക്കെ സ്റ്റാർട്ട്. ഡാൻസിന് മുട്ട് പ്രശ്നമുള്ളതുകൊണ്ട് ഡാൻസ് നേരത്തെ ചെയ്യാറുണ്ട്. കാരണം നന്ദു KG2 തൊട്ട് ഡാൻസ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ നന്ദുവിന്റെ അരങ്ങേറ്റമൊക്കെ ഞങ്ങൾ ഡേറ്റ് വരെ ഫിക്സ് ചെയ്ത്, ഫുഡ് വരെ ഇങ്ങനെ കേറ്ററിംഗ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്ന 2020 ഓഗസ്റ്റ് 22 അരങ്ങേറ്റമൊക്കെ പ്ലാൻ ചെയ്ത് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചിട്ട് എല്ലാം ഡിസൈഡ് ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അപ്പൊ അതെന്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. നന്ദുവിന്റെ അരങ്ങേറ്റം കാണുന്നത്. ഞാനും പിന്നെ താങ്കൾ എനിക്കൊന്ന് അതിലേക്ക് മകൾക്ക് ചെയ്യാൻ പറ്റാത്തൊക്കെ താങ്കൾ ചെയ്യാം. ഓക്കെ. എനിക്കൊന്ന് ഈ മകളുടെ മരണത്തിന് ശേഷം ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ നിങ്ങൾക്ക് പിന്നാലെ ഉണ്ടായിരുന്നു. ഒരുപാടുണ്ട്. ഈ മകൾ സൂയിസൈഡ് ചെയ്താണോ ആത്മഹത്യ ചെയ്താണോ? ആ സമയത്ത് ഒരുപാട് ന്യൂസുകളും വന്നിരുന്നു. വാർത്തകളൊക്കെ എഴുതിയിരുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഓൺലൈൻ ന്യൂസ്, യൂട്യൂബ് ചാനലും ഒത്തിരി വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് വന്നു. അവര് വിചാരിക്കുന്നത് നിങ്ങളോട് വഴക്ക് കൂടിയിട്ട് അവൾ ആത്മഹത്യ ചെയ്തെന്നുള്ള. ഞങ്ങള് ജയിലിലാന്ന് വരെ ആയിരുന്നു ആ സമയത്ത് ന്യൂസ്. എന്നിട്ട് കാണാൻ വരുന്നവരോട് ഞങ്ങളെ ഫോൺ ഒന്നും ആൻ ചെയ്യുന്നില്ല. വരുന്നവരെന്നിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടല്ലോ, പിന്നെ എങ്ങനെ ഞങ്ങള് ജയിലിലാവുന്ന ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ നേരിട്ടല്ല, ചേച്ചിയോടൊക്കെയാണ് ചോദിക്കുന്നത്. അച്ഛനും അമ്മയും ജയിലിലാണെന്ന് വരെയായിരുന്നു ന്യൂസിലൊക്കെ പേപ്പറിലൊക്കെ വന്നോണ്ടിരുന്നത്. അവർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് പോലീസുകാര്. വീട്ടിൽ ഇരിക്കുന്ന ഞങ്ങളെ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാന്നൊക്കെ ന്യൂസിൽ വരുന്നത്. അങ്ങനെ എന്തൊക്കെ ന്യൂസ് ആയിരുന്നു ആ സമയത്ത്. ഒരുപാട് ന്യൂസ് ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്കൊന്ന് ഏതൊരു മാധ്യമ പ്രവർത്തകൻ അയൽവാസിയാണെന്ന് നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളെ ചോദ്യം ചെയ്തതിനകത്ത് രഹസ്യം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു അല്ലേ? അതെ അതെ. അങ്ങനെ ഉണ്ടായ ഒരു സംഭവം. അതാരായിരുന്നു അത്? അത് ഞങ്ങള് അവിടുന്ന് ഷാർജയിൽ തന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഫ്ലാറ്റ് മാറിയായിരുന്നു സാർ. അവിടെ നിൽക്കാനായിട്ട് ഇവരാരും സമ്മതിച്ചില്ല. ഞാൻ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് സാധനം ജസ്റ്റ് പകലൊക്കെ പോകുമ്പോൾ തന്നെ എന്നെ അവിടെ നിൽക്കാൻ ആരും സമ്മതിക്കുന്നില്ല. ഞാൻ ആ വിൻഡോയുടെ അടുത്തൊക്കെ ഇടയ്ക്ക് നിൽക്കുമ്പോൾ തന്നെ മുരളിയേട്ടനൊക്കെ പേടിയാ. ഞാൻ അവിടെ കൂടെ എനിക്ക് നോക്കാം. ഞാൻ അതിന്റെ റൂമിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ എന്നെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. ഫ്ലാറ്റ് മാറണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇല്ല അവിടെ നിർത്തിയില്ല, എന്നെ നിർത്തുന്നില്ലായിരുന്നു. പിന്നെ ഫ്ലാറ്റ് മാറി, അവിടുന്ന് മാറി ഞങ്ങള് കോർണിഷൻ എന്ന സ്ഥലത്തോട്ട് താമസം മാറി. അപ്പൊ ഞാൻ പൊതുവെ ഈ സബ്സ്ക്രൈബേഴ്സിനൊന്നും എന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കാറില്ല. എല്ലാവരും കുറെ പേര് ചേച്ചിയോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്പർ ചോദിക്കും. അപ്പൊ ഞാൻ നമ്പറൊന്നും കൊടുക്കാറില്ല, പ്രൈവറ്റ് നമ്പറൊന്നും കൊടുക്കാറില്ല. അപ്പം ഇത് കുറെ ഇങ്ങനെ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൊക്കെ നമ്പർ ചോദിച്ചിട്ട് ഞാൻ നിങ്ങളുടെ നെയ്ബറാണ് തൊട്ടടുത്ത്, അപ്പൊ നെയ്ബറാണ് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ നെയ്ബറാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വെച്ചു നെയ്ബർ അല്ലേ എന്ന് വിചാരിച്ച് തൊട്ടടുത്ത് നെയ്ബറാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്പർ കൊടുത്തു. അപ്പൊ അവരെന്നിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും. ഞാൻ നമ്പർ കൊടുത്തപ്പോൾ ഉടനെ എന്നെ ഫോൺ ചെയ്തു. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറയണം, അതാണെന്നല്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ പറയാടെ എന്താണ് ആക്ച്വലി സംഭവിച്ചത്, മോക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്. ഞാൻ ഗൾഫ് ന്യൂസിലെ റിപ്പോർട്ടറാണ്, എനിക്കിങ്ങനെ ഞാൻ ഇതേപോലെ പിള്ളേരെ പറ്റി ഒരു ഫീച്ചർ ചെയ്യുന്നുണ്ട്, ഇതാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് നമ്മളെ ഇങ്ങനെ കുത്തി. മലയാളിയായിരുന്നു. അങ്ങനെ ആദ്യമൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ട് ഹെൽപ്പ് വേണമെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവരുടെ ഇങ്ങനെ ചോദ്യം ഭയങ്കര ഡ്രിൽ ചെയ്യുന്ന രീതിയിലായി. അപ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ പിന്നെ പാനിക് അറ്റാക്ക് ഒക്കെ ആയി. പിന്നെ അതായിരുന്നു ഫസ്റ്റ് ഇങ്ങനെ തുടക്കം. പാനിക് അറ്റാക്ക് വന്നു. പിന്നെ ചോദ്യം കൊണ്ട് എനിക്കിങ്ങനെ വല്ലാതെ അണയ്ക്കുമല്ല, ബ്രീത്തിങ് പ്രോബ്ലം, ശ്വാസം കിട്ടാതെ പോയി. ഞാൻ പിന്നെ അൺകോൺഷ്യസ് ആവും. വീഴും, അൺകോൺഷ്യസ് ആയി വീണ് പിന്നെ ചിലപ്പോ ഒരു അരമണിക്കൂർ ഉണരത്തില്ല. ഉണരാതായപ്പോഴും ഒരു പ്രാവശ്യം ഇതേപോലെ ആയപ്പോഴാണ് മുരളിയേട്ടൻ പിന്നെ ആംബുലൻസ് ഒക്കെ വിളിച്ചു വരുത്തി എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഇപ്പൊ പിന്നെ മുരളിയേട്ടൻ ശീലമായി. അത് എനിക്കൊന്ന് നിങ്ങൾ വീഡിയോ എടുത്ത് നടന്നുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ നിഷ മോളെ നോക്കാതെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നതുകൊണ്ടാണ്, മോളെ ഒന്നും നോക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അതൊരു ട്യൂഷൻ ടീച്ചറാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ. അപ്പൊ ടീച്ചർ എന്നിട്ട് പറഞ്ഞത് നിഷ എനിക്ക് നന്നായിട്ട് അറിയാം, അങ്ങനെയൊന്നും അല്ലാന്ന് ടീച്ചർ പറഞ്ഞെന്ന്. തലേ ദിവസം വരെ ടീച്ചറിന്റെ വീട്ടിൽ ട്യൂഷന് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ടീച്ചറിനോട് നന്ദു ഇങ്ങനെ അവരോടൊക്കെ നന്ദു ഭയങ്കര ഇങ്ങനെ തമാശകളൊക്കെ പറയുന്ന ആളോ, ഒത്തിരി നന്ദുവിന്റെ കൂടെ ഉള്ളവരോട് ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യുന്ന ആളോ, ഭയങ്കര തമാശയൊക്കെ പറഞ്ഞ്. അപ്പൊ എന്നിട്ട് ടീച്ചറും പറഞ്ഞു അങ്ങനൊന്നും അല്ല നിഷ, അങ്ങനൊന്നും അല്ല എന്നൊക്കെ അവരോടൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ യൂട്യൂബ് നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും വിചാരിക്കും നന്ദു വീഡിയോസിൽ നന്ദുവിന് വരാനായിട്ട് വലിയ താല്പര്യമില്ല. അപ്പൊ നന്ദുവിന്റെ വീഡിയോസിൽ കാണുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടാണ് നന്ദു എടുക്കുന്നത്. ഞാൻ എന്നിട്ട് മക്കളോടൊപ്പം എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ നിഷ ഡ്രീംസിൽ ഇട്ടിട്ടും ഉണ്ടായിരുന്നു വ്ളോഗിങ് തുടങ്ങിയ സമയത്ത്. അപ്പൊ അതിനകത്ത് എന്നിട്ട് നന്ദു ഫുൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അല്ലാത്ത വീഡിയോയിലൊക്കെ നന്ദു കുറച്ച് സൈലന്റ് ആണ്. പക്ഷെ മുരളിയേട്ടനും അങ്ങനെയാണ്, അധികം സംസാരിക്കത്തില്ല. ഇപ്പോഴാണ് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഇന്ററാക്ട് ചെയ്ത് കുറച്ചൊന്ന് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ. അതിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു അപകടം സംഭവിച്ചു കഴിയുമ്പോൾ
ആൾക്കാർ നമ്മുടെ സാമൂഹിക ജീവിതം തന്നെ തടയും. ആൾക്കാർ നമുക്ക് തിയേറ്ററിൽ പോകാൻ പറ്റത്തില്ല, പൊതുസ്ഥലത്ത് പോകാൻ പറ്റത്തില്ല, എങ്ങനെയാണ് അല്ലേ, അങ്ങനെ ചോദിക്കില്ലേ? അയ്യോ, ഞാൻ ആദ്യമായിട്ട് എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ നിർബന്ധിച്ചൊന്ന് സിനിമയ്ക്ക് കൊണ്ടുപോയി എന്നെ ഷാർജയില്. അപ്പം ഒരു സബ്സ്ക്രൈബർ വന്ന് ആദ്യം ചോദിച്ചു, നിഷയല്ലേ? അപ്പൊ ഞാൻ നിഷയാണ്. സിനിമയ്ക്ക് വന്നതാണോ? സിനിമയ്ക്കൊന്ന് അയ്യോ, സിനിമയ്ക്കൊക്കെ വരാൻ തുടങ്ങിയോ? അവരെന്റെ അടുത്ത് ഭയങ്കര അത്ഭുതത്തിൽ. ഞാൻ സിനിമയ്ക്ക് വന്ന എന്ത് പറ്റി? അയ്യോ, സിനിമയ്ക്കൊക്കെ വന്നോ, വരാൻ തുടങ്ങിയോന്ന് അവര്. ഞാൻ എന്താ ചെയ്യേണ്ടി പിന്നെ എനിക്കറിയത്തില്ല. നമ്മളൊന്ന് പുറത്ത് നമ്മുടെ ദുരന്തത്തിന്റെ ആഴം അവർക്ക് മനസ്സിലാകാതെ. കാരണം എനിക്ക് തോന്നുന്നത് നിഷ, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലേ ആൾക്കാർക്ക് അത് മനസ്സിലാവും. മറ്റുള്ളവരുടെ ഒരു കാഴ്ച മാത്രം അവർക്ക് ജസ്റ്റ് ഇതൊരു കഥ. അതെ, പുറത്തു നിന്ന് കാണുന്നു നമ്മളുടെ ഇന്റൻസിറ്റി, നമ്മുടെ അല്ലെങ്കിൽ നമ്മളിപ്പോ വീഡിയോസ് ഇടുമ്പോ തന്നെ ആൾക്കാർ അവര് കഴിഞ്ഞില്ലേ, 2 വർഷം കഴിഞ്ഞില്ലേ, ഇപ്പൊ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരെല്ലാം മറന്നില്ലേ. ഇതാണ് ആൾക്കാരുടെ വിചാരം. നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ആ മനസ്സിൽ നിന്ന് പോത്തില്ല, നമ്മുടെ കൂടെ ഉണ്ടാവും. ഇപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഒന്നും ഇനി മുന്നോട്ട് നോക്കി കാണാൻ പോലും നമ്മൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും അവരുടെ സ്വാധീനമുള്ള എന്തെങ്കിലും എലമെന്റ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വീട്ടിലും കാണും, ഉണ്ടാവും. കാരണം എപ്പോഴും ഓരോ മിനിറ്റും നന്ദുവിനെ ഇങ്ങനെ മിസ് ചെയ്തുകൊണ്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നന്ദു ഇല്ലാതെ ഒരു ലൈഫ് തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആൾക്കാരുടെ പിന്നൊരു ചോദ്യം, നിങ്ങൾ എന്താ അടുത്ത കുട്ടിയെ പറ്റി ആലോചിക്കുന്നത്? അത് സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യം അവർക്ക് അറ്റൻഷൻ. നിങ്ങൾ എന്താ, നമ്മളിപ്പോ ഞങ്ങള് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് മാൽഡീവ്സ് ട്രിപ്പിന് പോയിരുന്നു. അപ്പൊ അതിന് തന്നെ ആൾക്കാരുടെ കമന്റ്, സെക്കൻഡ് ബേബി എന്താ ആലോചിക്കുന്നത്? ഇതും ട്രിപ്പും സെക്കൻഡ് ബേബിയായിട്ട് എന്താ ബന്ധം? ആൾക്കാർക്കാണ് പ്രശ്നം, നമ്മളിങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഉള്ള സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര ജെനുവിൻ, ഞങ്ങൾക്ക് അല്ലാതെ ഉള്ളവരെ ഭയങ്കര ഇഷ്ടത്തോടെ കാണുന്നത്, ഒത്തിരി പോസിറ്റീവായിട്ടും പറയാറുണ്ട്. കാരണം ഒരു എനർജി കിട്ടുന്നുണ്ട് അവർക്ക് ഇത് കാണുമ്പോൾ. പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്ക് ഇത് കാണുമ്പം ഓക്കെ, ചേച്ചി കാണുമ്പോഴത്തേക്ക് അവർക്കൊരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഒരു, എനിക്കപ്പം വീഡിയോ ചെയ്യാനായിട്ട് എനിക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പൊ ഞാനിങ്ങനെ ഇരുന്നാൽ അവർക്കൊരു എനർജി ആണല്ലോ എന്ന് തോന്നിയിട്ട് ഫോക്കസ് ചെയ്യാം. അതെ, എന്തായാലും താല്പര്യമുള്ള ഒരു കേസാണല്ലോ വീഡിയോ ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ യൂട്യൂബ് ബ്ലോഗിംഗിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അത് വേറൊരു ലോകമായിട്ട് മാറ്റുക. അപ്പൊ അവിടുത്തെ സബ്സ്ക്രൈബേഴ്സുമായിട്ട് സംസാരിക്കുക. പിന്നെ നന്ദിതയുടെ ഓർമ്മകൾ വരാത്ത കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യുക കൂടുതലും. ഓക്കെ, നമുക്കിനി 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് ഞാൻ പോകുന്നു. 20,000 മോണിറ്റ്. കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഏലമല റിസർവ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇടുക്കി, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി പാലക്കാട്, ഓപ്ഷൻ ഇ കൊല്ലം. കൂട്ടോ ഞാൻ ഉറപ്പിച്ചോ? ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ച് പറയണം, പ്രേക്ഷകർ കേട്ടില്ലേ ഒന്ന് സംശയം. ഇടുക്കി. ഓപ്ഷൻ എ. ഓപ്ഷൻ അതാണല്ലോ എടുത്തിരിക്കുന്നത്, കൂട്ടാമോ? ഓക്കെ, നമ്മള് കൂട്ടി. ഓപ്ഷൻ ഇടുക്കി. ഇടുക്കി ആയിരിക്കും എന്തായാലും, ഉറപ്പായിരിക്കോ? സാധ്യത. ഇടുക്കിയൊക്കെ പോയിട്ടുണ്ടോ? അവിടെ ബലിയിടാനായിട്ട് തിരുനെല്ലി പോയിട്ടുണ്ട്. ഓക്കെ, ഡിസ്ട്രിക്റ്റ് ആണല്ലോ. തിരുനെല്ലി വയനാടാണ്. അതെ, വയനാട്. തിരുനെല്ലി വയനാടാ. ഇടുക്കിയില് ഏലക്കാടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, ചന്ദനക്കാടുകളുണ്ട് പറയൂരിൽ. ഇടുക്കി സമ്പന്നമാണ്. മൂന്നാർ ഇടുക്കി. അവിടെ പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ ഇടുക്കി. താങ്കൾ പറഞ്ഞ ഉത്തരം നിഷ ശരിയാണ്. അപ്പൊ 20,000 രൂപ നമുക്ക് കൈ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കുട്ടേട്ടൻ എന്തോ ചോദിക്കാൻ വന്നിട്ടുണ്ട് നിഷയോട്. കുട്ടേട്ടൻ ഇങ്ങനെ കുറെ സംശയങ്ങൾ കാണും. നിഷ മുരളീകൃഷ്ണൻ, കുട്ടേട്ടാ, ഒരു കാര്യം താങ്കളോട് ചോദിക്കാനുണ്ട്. താങ്കൾ പറഞ്ഞു താങ്കൾക്ക് ജീവിതത്തിൽ ആദ്യത്തെ സർജറി നടന്നത് 2015 എന്ന് പറഞ്ഞു. പക്ഷെ കുട്ടേട്ടന്റെ മെമ്മറിയിൽ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത് താങ്കൾക്ക് കുട്ടിക്കാലത്ത് ഒരു സർജറി നടന്നു, ഒരു ആക്സിഡന്റിൽ താങ്കളുടെ നാക്ക് തെറിച്ചു പോയി എന്നും ഇവിടെ മെമ്മറിയിൽ എഴുതി വെച്ചിരുന്നു. ശരിയാണോ? സംഭവം ഉണ്ടായോ? അതെ അതെ അതെ, അത് 6 മാസം നമ്മുടെ കൂടെ ദുരന്തങ്ങൾ ഉണ്ടല്ലേ. ഓക്കെ, അത് എത്ര പ്രായമുള്ളപ്പോഴാണ്? 6 മാസം ഉള്ളപ്പം നൈജീരിയയിൽ വെച്ചിട്ടാ. ഞാൻ പറഞ്ഞല്ലോ 6 വയസ്സ് വരെ 5 വയസ്സ് വരെ നൈജീരിയയിലായിരുന്നു. പപ്പ അവിടെ ഹൗസ് സർജൻസി നൈജീരിയയിലാ ചെയ്തത്. അപ്പം ഞങ്ങള് പപ്പ കാറ് ഡ്രൈവ് ചെയ്യായിരുന്നു, അമ്മ എന്നെ ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പം പപ്പയുടെ ഒരു ഫസ്റ്റ് കസിനും ഉണ്ട്, ഫാമിലി ആയിട്ട് അവരും വൈഫും ഉണ്ട്, ആ അങ്കിളും വൈഫും ഉണ്ട്. എന്നെ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നത്. അപ്പം കാറിന്റെ ടയർ ബേസ്റ്റ്, സ്പീഡിൽ പോവായിരുന്നു. വേറൊരു കസിൻ അങ്കിളിനെ വിളിക്കാനായിട്ട് എയർപോർട്ടിൽ പോവായിരുന്നു. അപ്പം ടയർ ബേസ്റ്റായി. എന്നിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് തെറിച്ചിട്ട് ഏതോ പുല്ലിലെങ്ങാണ്ട് പോയി കിടന്നു. എന്നിട്ട് എന്റെ നാക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കാണാം, സെപ്പറേറ്റ് ആയി പോയി. നാക്ക് പോയി, എന്നിട്ട് അത് തുന്നി ചേർത്ത് വെച്ചേക്കുവാ. അതെ അതെ, 6 മാസം ശരിയായി. അതങ്ങ് പോയ പീസ് എങ്ങാണ്ട് പിടിച്ചു ചേർത്ത് വെച്ചേക്കും. അത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കും, നാക്ക് നീട്ടി കാണിച്ചാൽ അറിയാം. അതെ അതെ. ഈ സംസാരിക്കുമ്പോഴൊന്നും
അങ്ങനെ ഓ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇല്ല, സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ല. പിടിപ്പിച്ച് വെച്ചതേ ഉള്ളൂ, ഓക്കേ, കുഴപ്പമില്ല. ഓക്കേ, അത്രേ ഉള്ളൂ. അതെ. കുത്തി തയ്ച്ചു. കുത്തി ശരിയാക്കി തയ്ച്ച് അല്ലേ? വെച്ചു. അതെ അതെ. ഓക്കേ. പക്ഷെ ആ കൂടെ ഉണ്ടായിരുന്ന അപ്പച്ചിക്ക് നടക്കാനായിട്ട് ഇങ്ങനെ ഇപ്പോഴും മറ്റേ ഇങ്ങനെ അങ്ങനെ ഒരു നടക്കാൻ ഡിഫിക്കൽറ്റി ഉണ്ട്. ഓക്കേ. നേരെ വേറെ നടക്കാൻ. ആർക്കും എന്തെങ്കിലും പരിക്ക് പറ്റിയോ? ബാക്കി ആർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ അപ്പച്ചി നേരെ കാറ് നടക്കാൻ- നന്നായിട്ട് മറിഞ്ഞോ അതോ? ആ കാറ് ഇതായി പോയി. പക്ഷെ ആ പുള്ളിക്കാരിക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മേജർ ആക്സിഡന്റ് ആയിരുന്നു. വെച്ചാൽ എനിക്ക് ഇത്രേ പറ്റിയുള്ളൂ, പക്ഷെ ഒരാൾക്ക് നടക്കാൻ പറ്റാതായി പോയി. എനിക്കൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ ഈ മകളുടെ മരണശേഷം ഉണ്ടായി. ഒരുപാട്. അതിപ്പോ എനിക്കൊന്ന് മുരളീകൃഷ്ണൻ തന്നെ നല്ല മുൻകോപിയായിട്ട് അറിയപ്പെട്ടിരുന്നു അല്ലേ? അയ്യോ. ഗോപിയായിരുന്നു അല്ലേ? ക്ഷിപ്രകോപിയായിരുന്നു. ഭയങ്കര ഷോർട്ട് ടെമ്പർ ആയിരുന്നു. അതാ. ഇപ്പം മുരളിയേട്ടനെ വീഡിയോയിൽ കാണുന്നവർക്ക് വരെ അത്ഭുതമാണ്. ഈ മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ മാറിയത് നാട്ടുകാർ ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലേ? വരെ ചോദിക്കുക. അങ്ങനെയാണ് മുരളിയേട്ടൻ മാറിയത്. ഭയങ്കര മാറ്റമാണ് മുരളിയേട്ടൻ. കാരണം പണ്ടൊക്കെ മുരളിയേട്ടൻ ഒരുപാട് ദേഷ്യപ്പെടുമായിരുന്നു. അപ്പം ഇപ്പം മുരളിയേട്ടൻ അങ്ങനെ ഭയങ്കര ഒരു പാവത്താനായി പോയി. എന്നോട് ഞാൻ എന്നിട്ട് പറയും, മുരളിയേട്ടൻ എന്റെ ഹോം നേഴ്സ് ആണോ എന്ന് ഞാനിപ്പോ ചോദിക്കും. അങ്ങനെയാണ് എന്റെ പുറകില് മരുന്ന് എടുത്തു തന്നും എന്നെ ഇങ്ങനെ ശുശ്രൂഷിച്ചാണ് ഇപ്പൊ മുരളിയേട്ടൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ പറയും, എനിക്ക് തന്നെ വിഷമം തോന്നും. കാരണം എന്നെ നോക്കി നോക്കി മുരളിയേട്ടൻ ഒരു ജോലിക്ക് പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആദ്യത്തെ ഒരു വർഷം. കാരണം എന്റെ പുറകിൽ ഇങ്ങനെ നടക്കുകയാണ്, എനിക്ക് മരുന്നും തന്ന്. കാരണം ഞാൻ എപ്പോഴാ ബോധം കെട്ടി വീഴുക എന്നറിയാത്തൊരവസ്ഥയാണ്. അതിപ്പോഴും ഉണ്ട് കേട്ടോ ആ അവസ്ഥ മാറിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്കതുകൊണ്ടൊരു കുറ്റബോധമാണ്. കാരണം കാരണം മുരളിയേട്ടൻ്റെ ഒരു ലൈഫല്ലേ പോകുന്നത്. ഞാൻ എന്നിട്ട് ഇടയ്ക്ക് ചേച്ചിയോട് പറയും, വേണമെങ്കിൽ മുരളിയേട്ടനെ വേറെ കല്യാണം കഴിപ്പിച്ചോന്ന് വരെ ഞാൻ ചേച്ചിയെടുത്ത് വിളിച്ച് പറഞ്ഞു. കാരണം എനിക്കൊരു സെൽഫ് ഒരു വിഷമം തോന്നുകയാണ്. കാരണം അതിന്റെ ഒരു ആവശ്യമില്ല അല്ലേ മുരളീകൃഷ്ണൻ? ഇല്ലില്ല. കാര്യം ഞാൻ അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ കല്യാണം കഴിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് ഏത് കണ്ടീഷനിലും വൈഫിനെ നോക്കുക എന്നുള്ളത്. അല്ലാതെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് ഇട്ടിട്ട് പോവാന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്കില്ല. അതെനിക്ക് ദേഷ്യമുള്ളപ്പോഴും ഞാൻ ആ ഒരു ലൈനിലോട്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത തലത്തിൽ ദേഷ്യമുള്ള ആളായിരുന്നു. അത് കല്യാണം ഇപ്പൊ നമ്മള് സാറ് ഇമ്മച്വർ ആയിരുന്നു. കല്യാണത്തിന്റെ മുമ്പ് ഞങ്ങള് ഒരു വർഷം ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ലോകത്തിലായിരുന്നു. അങ്ങനെയല്ല, ഞങ്ങള് കല്യാണം ഫിക്സ് ചെയ്ത് ഒരു കൊല്ലം ഒരു 9 മാസം കഴിഞ്ഞിട്ടാണ് കല്യാണം നടന്നത്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു 9 മാസം കഴിഞ്ഞിട്ടാ കല്യാണം നടന്നത്. അപ്പൊ അതിന്റെ ഇടയില് യാഹൂ മെസ്സഞ്ചർ ആയിരുന്നു അന്നത്തെ ചാറ്റിംഗ് സംഭവം. അതെ, യാഹൂവിന്റെ അകത്ത് കേറിയിട്ട് ചാറ്റ് ചെയ്ത് അപ്പൊ തന്നെ എനിക്ക് ദേഷ്യമൊക്കെ വന്നിട്ട് ഞാൻ എന്താ മറ്റേ ക്യാമറയൊക്കെ ഹെഡ്ഫോണും ക്യാമറയൊക്കെ എടുത്ത് കല്യാണം മുടങ്ങിയല്ലോ. ഞാൻ എന്നിട്ട് അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അമ്മയോട് പറയണോ ഈ കല്യാണം വേണ്ടാന്ന് വെക്കണോ, എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിഞ്ഞൂടാ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ദൈവമേ ഈ കല്യാണം പ്രൊസീഡ് ചെയ്യണോ, അമ്മയോട് പറഞ്ഞിട്ട് ഈ കല്യാണം നിർത്തണോന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ആരോടും പറയാനും പറ്റത്തില്ല, എന്ത് ചെയ്യണോന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആരോടും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. കുട്ടിയുടെ എന്തോ പറയാൻ വന്നു അതിന്റെ ഇടയ്ക്ക്. നിഷ, കുട്ടേട്ടാ, താങ്കൾ കല്യാണത്തിന് മുമ്പ് താങ്കളുടെ ഭർത്താവിനെ മുരളി അങ്കിൾ എന്നാണോ വിളിച്ചിരുന്നത്? അങ്ങനെ ഉണ്ടായിരുന്നു. അതെന്താ പറ്റി അങ്കിളെന്ന് വിളിക്കാൻ കാര്യം? അത് അങ്കിളിന്റെ സ്വഭാവമൊക്കെ ഉണ്ടോ? അല്ല, അതുകൊണ്ടല്ല. എന്റെ റൂംമേറ്റിന്റെ അമ്മാവനാണ് മുരളിയേട്ടൻ. എന്റെ എഞ്ചിനീയറിംഗ് കോളേജില് എന്റെ റൂംമേറ്റിന്റെ അമ്മാവനാണ് മുരളിയേട്ടൻ. റൂംമേറ്റ് കം ക്ലാസ്മേറ്റ്. അപ്പം ഫസ്റ്റ് ഇയറിൽ ഞങ്ങൾക്ക് ഇങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ വിടത്തില്ല. ആരെങ്കിലും വന്ന് വിളിച്ചാല് തിരിച്ച് അവരുടെ കൂടെ വീക്കെൻഡ് തിരിച്ച് വിടത്തുള്ളൂ, ഒറ്റയ്ക്ക് വിടത്തില്ല. എഞ്ചിനീയറിംഗ് കോളേജ് ഫസ്റ്റ് ഇയർ. അപ്പൊ മുരളിയേട്ടനാണ് വിളിക്കാൻ. മുരളിയേട്ടൻ അന്ന് ഏഷ്യാനെറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. മുരളിയേട്ടൻ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം മുരളിയേട്ടനാണ് വിളിക്കാൻ വന്നോണ്ടിരുന്നത്, പുള്ളിക്കാരിയുടെ ഗാർഡിയനായിട്ട്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ മുരളി അമ്മാവൻ ഇങ്ങനെ അവിടെ ഏഷ്യാനെറ്റ് വർക്ക് ചെയ്യുന്ന കാര്യവും ഏഷ്യാനെറ്റ് നിർത്തി ദുബായി പോയി ആ വിവരങ്ങൾ. അപ്പൊ ഞാൻ മുരളി അങ്കിൾ എന്ത് പറയുന്നു, മുരളി അങ്കിൾ ദുബായി പോയി. അപ്പൊ മുരളി അങ്കിൾ എന്നാണ് ഞാൻ സംബോധന ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അമ്മ അന്നാണ് മുരളിയേട്ടനെ നോട്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പയ്യനുണ്ട് എന്ന് അമ്മ അന്നേ നോട്ട് ചെയ്തു മുരളിയേട്ടനെ കണ്ടപ്പോഴേ. അത് കഴിഞ്ഞ് 4 വർഷത്തിന് എനിക്ക് കല്യാണം ആലോചിക്കാൻ തുടങ്ങിയപ്പോഴും അമ്മ മുരളിയേട്ടനെ അങ്ങനെയാണ് ആലോചിച്ചത്. അപ്പോഴും ഞാൻ ദൈവമേ അങ്കിളെന്ന് വിളിച്ചോണ്ടിരുന്ന ആളെ ആണല്ലോ മുരളിയേട്ടാന്ന് വിളിക്കേണ്ടത്. അങ്ങനെയാണ് മുരളിയേട്ടനായി മാറിയ കഥ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 30,000 രൂപയുടെ ചോദ്യം. 30,000 മോണിറ്റർ. ഒരു വീഡിയോ കാണിച്ചു തരാം. താങ്കൾ LED ഒന്ന് നോക്കിക്കോളൂ. ഇവിടെ നോക്കിയാൽ ഇത്തിരി വിശാലമായിട്ട് കാണാം.
ഈ ചിത്രത്തിൽ ഉണ്ണി മുകുന്ദന് ശബ്ദം നൽകിയത് ആരാണ്? ഓപ്ഷൻ എ രമേഷ് പിഷാരടി, ഓപ്ഷൻ ബി സയ്യു കുറുപ്പ്, ഓപ്ഷൻ സി മിഥുൻ രമേഷ്, ഓപ്ഷൻ ഡി സിദ്ധാർത്ഥ് ഭരതൻ, ഓപ്ഷൻ എ ജയസൂര്യ. മിഥുൻ രമേശ്. ഉറപ്പാണോ? അയാളുടെ ശബ്ദം പോലെ തോന്നിയോ? മിഥുന്റെ ശബ്ദമാണോ? ആ മിഥുൻ അവിടെ റേഡിയോ ജോക്കി ആയിരുന്നല്ലോ. ജോക്കിയാണ്. അതെ അതെ ആണ്. ഹിറ്റ് എഫ് എമ്മിൽ അപ്പൊ കേട്ട് പരിചയമുള്ള വോയിസ് ആണ്. അപ്പൊ ഒരുപാട് കാലം നിങ്ങൾ കേട്ട ശബ്ദമാണല്ലേ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി മിഥുൻ രമേഷ് കൂട്ടാമോ? അത് കൂട്ടി തുറക്കുമ്പോ ശരിയായിരിക്കും അത്? ഉത്തരം ശരിയാണ്. അപ്പൊ 30,000 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. നമ്മുടെ ഈ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് ഇപ്പം കുറച്ച് ഇടവേള വന്നു ഈ മകളുടെ മരണത്തിന് ശേഷം കുറെ ഒരു 3 മാസം ചെയ്തില്ല. അപ്പൊ ഇതിൽ ഏറ്റവും നമ്മുടെ സങ്കടങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മളോട് അങ്ങനെ ഒരു പക്വതയോടെ പെരുമാറി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ താങ്കൾക്ക്? ഒരുപാട് പേർക്ക് ഇപ്പോഴും അവരെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊന്ന് സന്തോഷമായിട്ടിരിക്കണം വെച്ചാൽ ഒത്തിരി സിൻസിയർ ആയിട്ടാണ് വെച്ചാൽ ഈ നിഷാസ് ഡ്രീംസിൽ ഇപ്പോൾ ഒരു 55,000 പേരെ ഉള്ളെങ്കിലും ഒരു 40,000 പേര് സിൻസിയർ സപ്പോർട്ടേഴ്സ് ആണ്. അതിനെനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവർ അത്രയും എനിക്ക് വേണ്ടി ജെനുവിൻ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം ചിലരൊക്കെ എൻ്റെ നാള് ചോദിച്ച് എനിക്ക് വേണ്ടി വഴിപാട് ചെയ്യുന്നു. കാരണം ഞാൻ അവരുടെ കുറേ പേരുടെയൊക്കെ സെലക്ട് ചെയ്ത് അവരുടെ വീടുകളിലൊക്കെ പോയിട്ടുമുണ്ട്. ഒരുപാട് പേരെ ഞങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്. പറ്റുമ്പോഴൊക്കെ സബ്സ്ക്രൈബർ വിസിറ്റ് ചെയ്യും, ഇടയ്ക്ക് ഫോൺ ചെയ്യും, അങ്ങോട്ട് ഫോൺ ചെയ്യും. ഞാൻ കൊടുത്തില്ലെങ്കിൽ അവരുടെ നമ്പർ മേടിച്ചിട്ട് എനിക്ക് വിളിക്കാമല്ലോ. അപ്പം ഒത്തിരി ജെനുവിൻ നമ്മളെ അവരുടെ മെസ്സേജ് കാണുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ഇമെയിൽ അയക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലതൊക്കെ നമ്മൾ വായിച്ചിട്ട് കരഞ്ഞു പോകും. കാരണം ഇത്രയും സ്നേഹിക്കാനായിട്ട് നമ്മളങ്ങനെ അവർക്ക് വേണ്ടി അങ്ങനെ കാര്യമായിട്ടോ ഞാനൊന്നും അങ്ങോട്ട് ചെയ്തു കൊടുത്തിട്ടല്ലോ. അപ്പം അത്രയും സ്നേഹം കാണുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ഇത്രത്തോളം സ്നേഹിക്കാൻ. അപ്പം ചിലരൊക്കെ പറയുന്ന അവർക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് അങ്ങനെ തളർന്നിരി. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ലേക്ക് ഷോറിൽ ഡോക്ടർ അതിന് ചെക്കപ്പിന് പോയിരുന്നപ്പം ഞാനിങ്ങനെ ക്യാൻറ്റീനിൽ ഇരിക്കുകയാണ്. അപ്പം കുറേ നേരമായിട്ട് ഒരു ഡോക്ടർ ഇപ്പം എന്നെ വാച്ച് ചെയ്യുകയാണ്. നമുക്ക് ആ ഡോക്ടറിൻ്റെ ICU ആ വേഷത്തിലുള്ള അപ്പോൾ ഡോക്ടറാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു ഡോക്ടർ എന്തായിരുന്നു നോക്കുന്നത്. ഞാൻ ഒരു ICU കിടന്നിട്ടുണ്ട് അവിടെ. നീ ICU കിടന്നപ്പോൾ വല്ല എന്നെ ട്രീറ്റ് ചെയ്ത ഡോക്ടറാണ് ഉരുളായിട്ട് അവരെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ലേഡി. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് വന്ന് പറയാ ഞാനിങ്ങനെ ഡോക്ടർ പേര് പറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് കുറേ നാളായിട്ട് എൻ്റെ ലൈഫിൽ ഒരു മേജർ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ വർക്ക് ചെയ്യാനൊന്നും പോകുന്നില്ലായിരുന്നു. അപ്പം നിഷയുടെ വീഡിയോ കുറേ കണ്ടിട്ട് ഞാനിങ്ങനെ ഇൻസ്പയർഡ് ആയി. ഇപ്പോഴാണ് ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത്. അപ്പം അത് കേട്ടപ്പോൾ എനിക്കങ്ങ് കണ്ണ് നിറഞ്ഞ് എനിക്കങ്ങ് ഭയങ്കര സന്തോഷവും സങ്കടവും എല്ലാം കൂടെ വന്നു. ഞാൻ ഇത്രയും ഡൗൺ ആയിട്ടും ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയാണ്. പക്ഷെ വീഡിയോസ് കണ്ടിട്ട് ആൾക്കാർക്ക് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമായിട്ട് റിലീഫ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു എനർജി ആയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ അപ്പൊ ജീവിതത്തിന്റെ ഇനി വേറൊന്നും ഇല്ലല്ലോ മുന്നോട്ട് കാണാനും, വേറെ ആർക്ക് വേണ്ടി ജീവിക്കാനില്ല. അപ്പം ഇങ്ങനെ കുറെ ആളുകൾക്ക് വേണ്ടി ജീവിക്കുന്നതായിരിക്കും ചിലപ്പം ദൈവം എന്നെ അതിനായിരിക്കും ചിലപ്പം ക്രിയേറ്റ് ചെയ്തെന്ന് തോന്നുന്നു. അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ ഇനി. എനിക്ക് തോന്നുന്നു ഈ നന്ദിത വളരെ കുട്ടിക്കാലം മുതലേ തന്നെ ഒരുപാട് അപകടങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ട്. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അയാളെ വിടാതെ അപകടങ്ങൾ ഇങ്ങനെ പിന്തുടർന്നിരുന്നു അല്ലേ? ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോഴൊക്കെ തന്നെ. നന്ദുവിന്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ 2 ദിവസം മുന്നേ നന്ദു ഇങ്ങനെ നന്ദു നടന്നു തുടങ്ങിയിട്ടില്ലായിരുന്നു. ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത്. ഫസ്റ്റ് ബർത്ത്ഡേ ആയതുകൊണ്ട് അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് വന്നായിരുന്നു, ഷാർജയ്ക്ക് വന്നായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേ അവിടെ ഒരു ഹോട്ടലിലൊക്കെ ഭയങ്കര പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തൊട്ട് മുന്നേ നാളെ ഞങ്ങൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തു, കേക്ക് കട്ടിങ് ഒക്കെ ആയിട്ട്. ബർത്ത്ഡേ പാർട്ടി ഡേറ്റിന്റെ അന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീക്കെൻഡ്. അപ്പോൾ അതിന് നന്ദു ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ തുടങ്ങിയ സമയത്ത് ചേച്ചിയുടെ ഫ്ലാറ്റിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുക. നന്ദു ആ സ്റ്റൂളിൽ ഇങ്ങനെ പിടിച്ച് കയറിയപ്പോഴത്തേക്ക് സ്റ്റൂള് മറിഞ്ഞ് തമ്പിലോട്ട് വീണ് റൈറ്റ് തമ്പിലൊരു ഫ്രാക്ചറായി. അതും വെച്ചുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ വലിയൊരു കെട്ടുമായിട്ട്. അപ്പം തൊട്ട് നന്ദുവിന് ഫസ്റ്റ് ഇത്. പിന്നെ ഒരു 2.5 വയസ്സ് സമയത്ത് ഞങ്ങളിങ്ങനെ ഷാർജ ക്ലോക്ക് ടവറിൽ ഞാനും നന്ദുവും കൂടെ നടക്കാൻ പോവായിരുന്നു. എൻ്റെ കൈ പിടിച്ചേക്കുക, എന്നിട്ടും തട്ടി, ഞാൻ കൈ പിടിച്ചുകൊണ്ട് നടക്കുക, എന്നിട്ടും തട്ടി അവിടെ വീണ് ആ ലാമ്പിൻ്റെ ആ ഒരു ഷെയ്ഡോ അതിൽ തട്ടിയിട്ട് തല നല്ലൊരു മുറിവായി. അവിടുന്ന് നേരെ സുലേഖയിലോട്ട് ഓടി. നന്ദുവിന് എന്നിട്ട് സ്റ്റിച്ച് ഇടുന്നത് അത് കണ്ട് ഞാൻ അവിടെ സൈഡിൽ ബോധം കെട്ടു. കാരണം ഈ സ്റ്റിച്ച് ഇടുന്നൊന്നും കാണാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ട് ഞാൻ ബോധം കെട്ട അവസരം എന്നെ തൂക്കി അപ്പുറത്തെ അവസരം എന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വന്നു. എന്നെ തൂക്കി അപ്പുറത്തോട്ട് കിടത്തി അടുത്ത ബെഡിലോട്ട്. ഒരു അവസരം എന്നെ നോക്കേണ്ടി ഇത് വന്നു. കാരണം അതുപോലും കാണാനുള്ളൊരു മെന്റൽ സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഈ എറണാകുളത്ത് വെച്ചിട്ട് നന്ദു സ്റ്റെപ്പ് കയറാൻ ശ്രമിച്ചപ്പോഴത്തേക്കും വീണ് കണ്ണിൻ്റെ ഇവിടെ ഒരു മുറി ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ എന്നിട്ട് പപ്പ ഉണ്ടായിരുന്നു ആ സമയത്ത്. പപ്പ പറഞ്ഞു കണ്ണല്ലേ പെൺകുട്ടിയല്ലേ, പപ്പ ഭയങ്കര
കാണാനൊക്കെ നല്ല സ്മാർട്ടാണ്. പപ്പ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്. പെൺപിള്ളേരൊക്കെ നന്നായിട്ട് കാണാനൊക്കെ ഇരിക്കും. പപ്പ കണ്ണിൻ്റെ അവിടെ പാടൊന്നും വരാതിരിക്കുകയാണെങ്കിൽ ഇവിടെ പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകണം, നോർമൽ സ്റ്റിച്ച് ഒന്നും ഇടരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാസ്റ്റിക് സർജൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ പാടൊന്നും വരുത്താതെയാണ് അതൊക്കെ ചെയ്ത് തന്നിട്ട്. കണ്ണിൽ കൊണ്ടില്ല, ഇവിടെ സൈഡിൽ. അങ്ങനെ നന്ദൂര് സ്ഥിരം ഓരോ പ്രശ്നങ്ങൾ. പിന്നെ ഇടയ്ക്ക് സ്കൂളിൽ വെച്ചിട്ട് അതൊരു 9th ഒക്കെ ആയപ്പോൾ സ്കൂളിൽ വെച്ചിട്ട് വീണ് കൈ ഫ്രാക്ചറായിട്ട് ഇങ്ങനെയാണ് കുറച്ച് നാൾ നടന്നത്. അങ്ങനെ സ്ഥിരം ഓരോരോ. എനിക്കൊന്ന് ഒരു അച്ഛനുമായി സംസാരിക്കുമ്പോൾ ഒരു സഞ്ചരിക്കുമ്പോൾ ഒരു കാർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു മകള്. അത് എത്രാമത്തെ വയസ്സിലായിരുന്നു? അത് നന്ദൊരു 4-5 വയസ്സുണ്ടായിരുന്നപ്പോഴായിരുന്നു. 5 years ആയിരുന്നു. അതൊരു ഭയങ്കര വലിയ ആക്സിഡന്റ് ആയിരുന്നു. ഞങ്ങള് അത് ഷാർജ എയർപോർട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു റൗണ്ട് അബൌട്ട്, ഖസീമിയ ഒരു റൗണ്ട് അബൌട്ടിലായിരുന്നു. അത് ഞങ്ങൾക്ക് ആദ്യം ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ചെന്ന ഉടനെ ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് മേടിച്ചത്. അത് കഴിഞ്ഞിട്ട് ആഗ്രഹിച്ചിട്ട് ഒരു ആക്സെന്റ്, ഒരു പുതിയ വണ്ടി മേടിച്ചതാണ്. ഭയങ്കര ആഗ്രഹിച്ചൊരു പുതിയ വണ്ടി. ആ ചെല്ലുമ്പോൾ നമുക്ക് അത്ര നല്ല ജോലി വെച്ചാൽ ആ സാലറി ആ സമയത്ത് അങ്ങനെ വലിയ വണ്ടിയൊന്നും മേടിക്കാനുണ്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആഗ്രഹിച്ചൊരു പുതിയ വണ്ടി ആക്സെന്റ് ആ സമയത്ത് മേടിച്ചതാണ്. എന്നിട്ട് വണ്ടി മേടിച്ച് അധികം നാളായിട്ടില്ല. അപ്പം മുരളിയേട്ടൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് എയർപോർട്ടിൽ പോവാ രാത്രി. ഞാനില്ല കൂടെ, മുരളിയേട്ടൻ നന്ദു മാത്രമേ ഉള്ളൂ. നന്ദു ബാക്കി ഇരിക്കുന്നു, മുരളിയേട്ടൻ ഡ്രൈവ് ചെയ്യുന്നു. ഈ റൗണ്ട് അബൌട്ടിന്റെ അവിടെ സിഗ്നൽ കണ്ട ഉടനെ വേഗം റെഡ് ആയപ്പോഴത്തേക്കും അവിടെ നിർത്തി. മുരളിയേട്ടന് ഗ്ലാസ്സിൽ കൂടെ കാണാമെന്ന് പറയുന്നത്, മിററിൽ കൂടെ കാണാം ബാക്കിൽ വേറൊരു 4 wheel ലേഡി ഡ്രൈവ് ചെയ്ത് സ്പീഡിൽ. അവർ സിഗ്നലാണെന്ന് റെഡ് ആയത് കാണുന്നില്ല. അവർ സ്പീഡിൽ വന്ന് ഒറ്റയിടി കാർ അങ്ങ് ശരിക്കും മുകളിലോട്ട് ഇതായിട്ട് പടയെന്ന് പറഞ്ഞ് താഴെ പിടിക്കുന്നത്. മുരളിയുടെ സീറ്റ് ബെൽറ്റ് ഉള്ളതുകൊണ്ട് മുരളിയുടെ അങ്ങനെ ആയിരുന്നു. മുരളിയുടെ നോക്കിയപ്പോൾ നന്ദു ഇങ്ങനെ മുകളിൽ പോയിട്ട് ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കാറിനകത്ത്. അപ്പോഴത്തേക്ക് ആ പോലീസുകാരെല്ലാം കൂടെ വന്ന് കാറ് നീക്കിയിടുന്നൊക്കെയാണ് പറയുന്നത്. കാർ അനക്കാൻ പോലും പറ്റത്തില്ല, കാരണം ബാക്ക് ഫുള്ള് പോയി കാറിൻ്റെ. നന്ദു ഇങ്ങനെ പേടിച്ച് വരേണ്ട. ഭാഗ്യത്തിന് വേറെ മുറിവുകളൊന്നും സംഭവിച്ചില്ല. സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നു നന്ദുവിന്. പടയെന്നും പറഞ്ഞിങ്ങനെ ഇടിച്ച് താഴെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഒരു 2 ദിവസം അഡ്മിറ്റായി കിടത്തി. കാരണം അൾട്രാസൗണ്ട് ഒക്കെ ചെയ്തൊക്കെ അകത്ത് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും. കാറ് കംപ്ലീറ്റ് റൈറ്റ് ഓഫ് ചെയ്തു, കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു കാർ. അപ്പം ഫുള്ള് ആ കാറ് പോയി. അങ്ങനെ ഓരോ ആക്സിഡന്റ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കുക. വലിയ വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണ്. അങ്ങനെ വേറെ അതിലൊന്നും വിശ്വാസമില്ലായിരുന്നു. ഇപ്പം മകൾ മരിച്ചുകൊണ്ടാണോ അതോ? അങ്ങനെ അതല്ല, റീസെന്റ് ആയിട്ട് ഇപ്പം ഞങ്ങള് കോവിഡ് സമയത്ത് 4 മാസം അവിടെ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞില്ലേ മുരളിയേട്ടന്റെ വീട്ടിൽ. ആ സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ മുരളിയേട്ടന്റെ ജാതകമൊക്കെ ഇങ്ങനെ എടുത്ത് വായിച്ചു നോക്കിയപ്പം ഞാനിങ്ങനെ ജസ്റ്റ് കണ്ടു മുരളിയേട്ടന്റെ ജാതകത്തിൽ എഴുതിയിരുന്നൊരു 45-ാമത്തെ വയസ്സിൽ പുത്രദുഃഖമുണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു 60-ാമത്തെ വയസ്സിലും പുത്രദുഃഖം. അത് കണ്ടപ്പം ശരിക്കും എനിക്ക് അതിനു മുമ്പേ ഞാനിങ്ങനെ ജ്യോത്സ്യത്തിലൊന്ന് വിശ്വസിക്കാം. അപ്പം അതിൽ എഴുതിയേക്കുന്നതൊക്കെ ശരിക്കും കറക്റ്റായിട്ട് സംഭവിച്ചത് കണ്ടപ്പം ഞങ്ങൾ അല്ലെങ്കിൽ അടുത്ത കുട്ടിയെപ്പറ്റി ഞങ്ങൾക്ക് വേണ്ടാന്ന് തന്നെ വെച്ചേക്കുന്നത്. അപ്പം അത് കണ്ടപ്പോഴത്തേക്കും ശരിക്കും എന്തെങ്കിലുമൊക്കെ വാസ്തവം ഉണ്ടെന്ന് തോന്നി. കാരണം നന്ദുവിന്റെ ജാതകത്തിലൊക്കെ 70 വയസ്സൊക്കെ ആയുസ് എഴുതി വെച്ചേക്കുന്നത്. രണ്ടും കൂടെ മാച്ച് ഒന്നും ഇല്ല. എന്നാലും നമുക്കൊരു ചെറിയൊരു ഇത്. ഞാൻ ജോത്സ്യനൊന്നും കാണാൻ പോവാറില്ല. അമ്പലം ദൈവവിശ്വാസിയാണ്. ഞാൻ ഭയങ്കര കൃഷ്ണ ഭക്തയാണ്, ശിവനും ഭക്തയാണ്, ദൈവവിശ്വാസിയാണ്. ജോത്സ്യം ഒന്നും വലിയ വിശ്വാസമില്ല. അന്ധവിശ്വാസം ഉണ്ടാകായിരുന്നു? അന്ധവിശ്വാസം ഇല്ല. അപ്പൊ നമുക്കിനി 40,000 രൂപയുടെ ചോദ്യം 40,000 മോണിറ്റർ. അപ്പൊ ഒരു സ്റ്റിൽ അങ്ങോട്ട് നോക്കിക്കോളൂ. താങ്കളൊരു കുക്കാണെന്നല്ലേ പറഞ്ഞു. ഇനി പറയുന്നവയിൽ ഏത് ആഫ്രിക്കൻ രാജ്യത്തിന്റെ പേരിൽ നിന്നാണ് ഈ പഴത്തിന് പേര് കിട്ടിയത്? ഓപ്ഷൻ എ കെനിയ, ഓപ്ഷൻ ബി ലൈബീരിയ, ഓപ്ഷൻ സി നമീബിയ, ഓപ്ഷൻ ഡി മൊസാംബിക്, ഓപ്ഷൻ ഇ ഖാന. മൊസാംബിക് അതായിരിക്കോ ശരി ഉത്തരം? ഓപ്ഷൻ ഡി. അപ്പൊ പൂട്ടാമോ? ഓപ്ഷൻ ഡി ഞാൻ പൂട്ടുന്നു. മൊസാംബിക്, അവിടെയാണ് ഈ സാധനം ഉണ്ടായത്. ഒറിജിനേറ്റ് ചെയ്ത സ്ഥലമാണ്. ഉത്തരം ശരിയാ. 40,000 രൂപ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, മോളുടെ വിടവാങ്ങലിന് ശേഷം, മരണത്തിനൊക്കെ ശേഷം ഈ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം സൂക്ഷിക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പൊ വേറെ ഫ്ലാറ്റിലേക്ക് നിങ്ങൾ താമസം മാറി. അപ്പൊ ജീവിതം എങ്ങനെയായിരുന്നു മുന്നോട്ട് പോകുന്നത്? അപ്പൊ താങ്കളുടെ വീട്ടിലെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരിക്കും, അദ്ദേഹം ജോലിക്ക് പോകും അല്ലേ? അതൊരു കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. കാരണം തിരിച്ചു വന്നിട്ട് മാർച്ച് വരെ അവിടെ നിന്നുള്ളൂ. അത് കഴിഞ്ഞ് മാർച്ചിൽ എനിക്ക് അടുത്ത ചെക്കപ്പ് ഉണ്ടായിരുന്നു ഇവിടെ ഡോക്ടർ. അതിന്റെ
ചെക്കപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മുരളിയേട്ടൻ ശബരിമലയ്ക്ക് പോകാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും ഈ ഡിസംബർ 6 എന്ന് പറഞ്ഞാൽ മുരളിയേട്ടൻ മണ്ഡലവ്രതം എല്ലാ വർഷവും നോക്കാറുണ്ട്. ശരിക്കും ആ വർഷം ഞാനും കൂടെ ആദ്യമായിട്ട് മണ്ഡലവ്രതം നോക്കിയ മാസമാണ്. ഞാൻ എന്നിട്ട് ഫസ്റ്റ് ടൈം എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മണ്ഡലവ്രതം നോക്കുകയാണ് ആ വർഷം. എന്നിട്ട് നന്ദു എന്നോട് പറയുമായിരുന്നു, നീ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര നോൺ വെജ് പ്രിയാണ്, എനിക്ക് വെജിറ്റേറിയൻ ഒട്ടും കഴിക്കാൻ പറ്റില്ല. ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ അഡിക്റ്റ് ആണ്. അപ്പൊ ഇതിന് നന്ദു പറയും, നീ ഇപ്രാവശ്യം കഷ്ടപ്പെട്ട് വ്രതം നോക്കുന്ന കാരണം ഗോഡ് നിന്നെ ഭയങ്കരമായിട്ട് ബ്ലസ് ചെയ്യും എന്നൊക്കെ നന്ദു എന്നെ കളിയാക്കും. കാരണം നന്ദു ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, നന്ദു ഫിഷ് ഒന്നും കഴിക്കത്തില്ല, ചിക്കനൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ നന്ദു തന്നെ പറയും, നീ കഷ്ടപ്പെട്ട് നോക്കുന്ന കാരണം ഗോഡ് നിന്നെ നന്നായിട്ട് ബ്ലസ് ചെയ്യും അതൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ 6th വരെ നോക്കിയുള്ളൂ, പിന്നെ നോക്കിയില്ല. പക്ഷെ ആദ്യമായിട്ട് എന്റെ വ്രതം ഞാൻ സ്റ്റാർട്ട് ചെയ്ത മാസമായിരുന്നത്. അപ്പൊ ശബരിമലയിൽ പോകാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് December 5th ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയപ്പം ഡിസൈഡ് ചെയ്ത ശബരിമലയിൽ പോകണം. അതുകൊണ്ട് മാർച്ചില് ശബരിമലയിൽ പോയിരുന്നു. അപ്പൊ ഞങ്ങൾ ലോക്ക്ഡൌണിൽ സ്റ്റക്കായി പോകും. അതുകൊണ്ട് മാർച്ച് വരെ അവിടെ നിന്നുള്ളൂ. ആ സമയം ഭയങ്കര ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് നിന്ന ആ സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു. കാരണം ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. എന്നും വൈകുന്നേരം ഞങ്ങൾ എങ്ങോട്ടെങ്കിലും അങ്ങ് പോകും. ആ പുതിയ ഫ്ലാറ്റിൽ കോർണിഷിലായിരുന്നു. അപ്പം ആ പുറകിൽ ഇങ്ങനെ കോർണിഷ് ലേക്കൊക്കെ അത് കാണാനായിട്ട് ചുമ്മാ അങ്ങ് നടക്കാൻ പോകും. പിന്നെ വീക്കെൻഡ് ആകുമ്പം ഞങ്ങൾക്ക് 2 ഫ്രണ്ട്സ് അവർ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു. രശ്മിയും ഗിരിച്ചേട്ടും പിന്നെ സിറിയ ഹസ്ബൻഡും അവർ ഭയങ്കര സപ്പോർട്ട്. വീക്കെൻഡ് എല്ലാം അവരുടെ കൂടെ പോകും. പിന്നെ ചേച്ചിയുടെ ഫ്ലാറ്റിൽ പോയി താമസിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ടൈം ഫുൾ. വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്കും ഭ്രാന്തി പിടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും അങ്ങ് പോകലായിരുന്നു ചെയ്തോണ്ടിരുന്നത്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാട്ടോ. ഇവിടെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനായിട്ട് അതുകൊണ്ടാണ് എങ്ങോട്ടെങ്കിലും ഞങ്ങളിങ്ങനെ പോകുന്നത്, യാത്ര പോകുന്നത്. അപ്പം യാത്ര ഫ്ലാറ്റിലേക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ജോലി കഴിഞ്ഞ് വേഗം മടങ്ങി വരുമോ? അതുകൊണ്ട് റിസൈൻ ചെയ്ത് തന്നെ. കാരണം അപ്പം ജോലി ഭയങ്കര പ്രഷറുള്ള സമയമാണ് ഉള്ളേട്ടന്. ഭയങ്കര വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉള്ളേട്ടൻ പിന്നെ റിസൈൻ ചെയ്യാനും കൂടെ ഡിസൈഡ് ചെയ്യാൻ കാരണം അതുകൊണ്ടാണ്. കാരണം ഒരുപാട് രാത്രിയിലൊക്കെ കോളുകളൊക്കെ വരും. ഒറ്റയ്ക്ക് വീട്ടിലായിരിക്കും. അപ്പം അയ്യോ മുരളിയേട്ടന് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ഫോൺ എടുക്കാത്തപ്പോ ആകെ ടെൻഷനായിട്ട് ഒരു പ്രാവശ്യം ചേച്ചി ഓടി വരുന്നു, മുരളിയേട്ടൻ ഓടി വരുന്നു. അങ്ങനെ ചേച്ചി ഡോക്ടറാണ്. അപ്പൊ ചേച്ചി ക്ലിനിക്കിൽ നിന്ന് വരെ ഒരു പ്രാവശ്യം വരേണ്ട. ചേച്ചി എന്ന് പറയുമ്പോ മുരളിയുണ്ട് ചേച്ചി. അതെ അതെ. ഇപ്പൊ അവരെല്ലാരും ഇങ്ങനെ വന്നു. ആ സമയത്ത് ഒരു പ്രാവശ്യം ചേച്ചി വരെ വന്നു. ഞാൻ ഫോൺ എടുക്കാതെ എനിക്ക് ആകെ ഇതായിട്ട് വല്ലാതായിട്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല. അതായത് ചേച്ചി വരുന്നു, പുറകെ മുരളിയേട്ടൻ വരുന്നു. ഞാൻ ഫോൺ എടുത്തില്ലെങ്കിൽ അവർക്കൊക്കെ പേടിയാണ് എനിക്ക് എന്തോ സംഭവിച്ചു എന്നുള്ള ഇതില്. അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ മുരളിയേട്ടന്. ഞാൻ എന്താ സംഭവിക്കുന്നതെന്ന് മുരളിയേട്ടൻ ഞാൻ എന്നിട്ട് പറയാം, മുരളിയേട്ടൻ എന്താ ഫുൾ ടൈം എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ ഇപ്പോഴും ചോദിക്കും. എന്ത് സംഭവിച്ചാലും മുരളിയേട്ടൻ ഇപ്പൊ പേടിയാണ്. എന്റെ പുറകെ നടക്കലാണ് ഇപ്പോഴും. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് എപ്പോഴും. അപ്പൊ നമുക്കിനി 1.5 ലക്ഷം രൂപ ചോദ്യത്തിലേക്ക് പോകാം. ഒന്ന് പിടിച്ചോളൂ, നമ്മൾ അടുത്ത ലെവലിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത് ഈ പ്ലാറ്റ്ഫോം പൊങ്ങുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, കുട്ടേട്ടാ ലെവൽ 2. ലെഫ്റ്റിൽ പേടിയെന്നുള്ള കൂട്ടത്തിലല്ലോ. ഇല്ല. ഓക്കെ, മോണിറ്റർ. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന അല്ലൂരി സീതാരാമരാജുവിന്റെ പേരിൽ 2022 ഒരു ജില്ല നിലവിൽ വന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി ഗോവ, ഓപ്ഷൻ ഡി കർണാടക, ഓപ്ഷൻ ഇ മഹാരാഷ്ട്ര. അല്ലൂരി സീതാരാമരാജു ഡിസ്ട്രിക്ട് എന്നാണ് അതിന്റെ പേര്. ആന്ധ്രാപ്രദേശ്. കൂട്ടാമോ എനിക്ക്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. ഈ അല്ലൂരിയൊക്കെ കേട്ടോണ്ടാണ് ആന്ധ്രയ്ക്ക് പോയതാണ്. ഓക്കെ, രാമരാജു അല്ലേ? ഓക്കെ, ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. 1.5 ലക്ഷം രൂപ ജില്ല അടിക്കുമോന്ന് ഇപ്പൊ അറിയാം. പറയട്ടോ? ഓക്കെ, ടെൻഷൻ ഉണ്ടോ? ഉത്തരം ശരിയാണ്. 1.5 ലക്ഷം രൂപ താങ്കൾ കിട്ടിയിരിക്കുന്നു. ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ മകളുടെ മരണത്തിന് ശേഷം നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച ആൾക്കാരും ഉണ്ട്. പ്രത്യേകിച്ച് ആരോ ഒന്ന് മതം മാറ്റാൻ ശ്രമിച്ചു നിങ്ങളെ, അല്ലേ? അപ്പൊ എന്ത് പറഞ്ഞിട്ടാണ് മതം മാറ്റാൻ ശ്രമിച്ചത്? അത് ഞങ്ങളിപ്പോ ഞാൻ പറഞ്ഞല്ലോ കോർണിഷിലോട്ട് താമസം മാറ്റിയത്. അവിടെ അപ്പം നമ്മളിങ്ങനെ ഒരു ഭയങ്കര വീക്ക് പോയിന്റ് വളർന്നതായിട്ട് ഇരിക്കുകയെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ സബ്സ്ക്രൈബർ ആണെന്നും പറഞ്ഞിട്ട് ആ സെയിം ബിൽഡിങ്ങിലുള്ളവരാണ്. അപ്പം ഒന്ന് കാണാൻ വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ സബ്സ്ക്രൈബർ അല്ലേ, ശരി. സെയിം ബിൽഡിങ്ങിലാകുമ്പോൾ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റത്തില്ല. പുറത്തുനിന്നുള്ളവരാണെങ്കിൽ ഓക്കെ, ഞാൻ അങ്ങനെ കാണാൻ വരുമ്പോഴൊന്നും ഒത്തിരി പരിചയമുള്ളവരല്ലെങ്കിൽ ഞാൻ കാണാറില്ല. എനിക്ക് ബുദ്ധിമുട്ട് അങ്ങനെ കാണാൻ ഞാൻ അധികം എൻകറേജ് ചെയ്യാറില്ല. ഇപ്പൊ സെയിം ബിൽഡിങ്ങിലും ഫ്ലാറ്റിലൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ നോ പറയാൻ പറ്റത്തില്ല. നെയ്ബേഴ്സ് ആകുമ്പോൾ ഓക്കെ. അപ്പൊ അവര് കാണാൻ ഞാൻ ഓക്കെ വന്നോളാൻ പറഞ്ഞു. അപ്പം വരുന്നതിന്റെ തലേന്ന് അവര് പറഞ്ഞു വേറൊരു ഫാമിലിക്കും കൂടെ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്, അവർക്കും ഒന്ന് വരണം എന്നുണ്ട്. ഞാൻ ആദ്യം ഒന്ന് ആലോചിച്ചു, ഓക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ശരി വന്നോ എന്ന് പറഞ്ഞു. അപ്പൊ അവര് വന്നപ്പോഴത്തേക്കും
കാണാനൊക്കെ ഭയങ്കര കുഴപ്പമൊന്നുമില്ല. വന്നപ്പോഴത്തേക്കും കുറേ കഴിഞ്ഞിങ്ങനെ ഒരു മതത്തെ പറ്റി ഇങ്ങനെ ഭയങ്കര സംസാരം. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനുള്ള സൊല്യൂഷൻ കിട്ടും, എന്താ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഞങ്ങൾക്ക് എന്താ റിയാക്ട് ചെയ്യാനുള്ള ശേഷിയൊന്നും അപ്പൊ ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യം സമയം രണ്ടുപേരും ഉണ്ടായിരുന്നു, മുരളിയേട്ടനും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മുരളിയേട്ടനുള്ളപ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഒറ്റയ്ക്കൊന്നും കാണാനൊന്നും എനിക്ക് ആ സമയത്തുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ റിയാക്ട് ചെയ്തേരെ. ആ സമയം അതിനുള്ള ഒരു എനർജി പോലും ഇല്ലാത്ത സമയമാണ്. അപ്പം ഞങ്ങളിങ്ങനെ ജസ്റ്റ് കേട്ടോണ്ടിരുന്നു. അവർ പറയാനുള്ളതെല്ലാം പറഞ്ഞിങ്ങനെ അതിലോട്ട് എനിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു എന്നൊക്കെ മനസ്സിലാവും. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം കിട്ടും, പിന്നെ നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരത്തില്ല. അങ്ങനെ ഒരുപാട് എക്സ്പ്ലനേഷൻസ് ആയിരുന്നു. അതിലോട്ട് മാറിയാൽ മതി, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങളെല്ലാം ഇങ്ങനെ ക്ഷമയോടെ കേട്ടോണ്ടിരുന്നു. അവർക്ക് മനസ്സിലായി ഞങ്ങൾ ഇരിപ്പ്, ഞങ്ങളൊന്നും ഡൗട്ടൊന്നും തിരിച്ച് ചോദിക്കുന്നില്ല, സംശയങ്ങളൊന്നുമില്ല, ഞങ്ങൾക്കെല്ലാം ക്ലിയറാ. ഞങ്ങൾ ഒരു ഡൗട്ടും തിരിച്ച് ചോദിക്കുന്നില്ല. ഇങ്ങനെ പ്രതിമ പോലെ ഇരുന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇനി നിന്നിട്ട് കാര്യം, നമ്മളിങ്ങനെ ഒരു റെസ്പോണ്ടും ചെയ്യാതിരിക്കുമ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലാവുമല്ലോ ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. നമ്മൾ പ്രതികരിക്കുകയില്ല, ഒന്നുമില്ല. അപ്പൊ അവര് കുറച്ച് കഴിഞ്ഞപ്പോ ശരിയെന്ന് പറഞ്ഞു പോയി. അങ്ങനെ വെച്ചാൽ നമ്മള് പിന്നെ വന്നിട്ടില്ല. അവരുടെ ലക്ഷ്യം അവർക്ക് സാക്ഷാത്കരിക്കാൻ പറ്റിയില്ല. നമ്മൾ എങ്ങോട്ടും ഇങ്ങനെ നമ്മൾ അത്ര എങ്ങോട്ട് ചായാനും റെഡിയാകുന്ന അങ്ങനെ കുറെ പേര് വീട്ടില്. വേറൊരു ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ മെയിലിൽ കൂടെ ആ സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് മെയിൽ അയക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡിന് ജോലി പോയിരിക്കുക, എൻ്റെ പേരൻസിന് എനിക്ക് പൈസ അയക്കാൻ പറ്റുന്നില്ല, ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ അയച്ചു തരിക, ചേച്ചി അത്യാവശ്യമായിട്ട് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ, എനിക്ക് അല്ലെങ്കിൽ ഞാൻ ഇപ്പം എൻ്റെ ജീവൻ അവസാനിപ്പിക്കും എന്ന് പറഞ്ഞു. ചേച്ചി അത്യാവശ്യമായിട്ട് എനിക്ക് എല്ലാ മാസവും പൈസ അയച്ചു തരണമെന്നും പറഞ്ഞിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് ഉൾപ്പെടെ അയച്ചു തരികയാണ്. ഞാൻ എന്ത് ചെയ്യട്ടെ, നമ്മളിങ്ങനെ ഇരിക്കാന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ ഓർഫനേജിലൊക്കെ പോയി ഇത് കൊടുക്കുന്ന വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ ആൾക്കാരുടെ വിചാരം ഞാൻ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കും. എനിക്ക് നന്ദുവിന് വേണ്ടി നന്ദുവിന്റെ ബർത്ത്ഡേക്കൊക്കെ ചെയ്യും. അത് ശരിയായിട്ട് അവർ പലർക്കും അയക്കുന്നുണ്ടാവും. ഞാനിവിടെ ഒരാൾ എനിക്കൊരു SMS മെസ്സേജ് അയച്ചു. അയാള് നോർത്ത് ഇന്ത്യയിൽ എവിടെയോ നിൽക്കുകയാണ്, വലിയ പട്ടിണിയാണ്. ഇന്ന് ഞാൻ വിചാരിച്ചു പട്ടിണിയല്ലേ, അയാൾ 500 രൂപ ചോദിച്ചുള്ളൂ, ഞാൻ 1000 രൂപയൊക്കെ അയച്ചു കൊടുത്തു. അപ്പൊ ഇനി അയാളുടെ പട്ടിണി മാറിക്കോട്ടെ. ഇത് അയച്ച് പിറ്റേന്നും വരുന്നുണ്ട് ഇതേ സംഭവം. 500 അയച്ചു തരൂ, പട്ടിണിയാണ്, പിറ്റേന്നും വരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ചുമ്മാ നമ്പർ എടുത്തു വെച്ചിട്ട് പല ആൾക്കും അയച്ചു കൊടുക്കും. ഈ അയക്കുന്ന നമ്മള് വേണ്ടൻ. ചിലപ്പോ ഈ ഭിക്ഷക്കാരുടെ ഈ ലോബി ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സംഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആൾക്കാർ, അതുപോലെ ചിലപ്പോ ഒരു വലിയ ലോബി ആയിരിക്കും. ഒരു മാസം ഒരു മാഫിയ സംഘം തിരിച്ചെടുക്കുമായിരിക്കും, പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സൂക്ഷിക്കുക. ഓക്കെ, നിങ്ങൾ കുറച്ചുകൂടെ ദുർബല ചിത്തരാണെന്ന് കാണുമ്പോൾ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ആൾക്കാർ. അപ്പൊ നമുക്ക് ഇനി 60,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകാം. 60,000 മോണിറ്റ്. ഇറാഖിലെ മുസൂൾ നഗരത്തിൽ ആദ്യമായി ഉൽപ്പാദിപ്പിച്ചതിനാൽ അതുമായി ബന്ധപ്പെട്ട പേര് ലഭിച്ച തുണിത്തരം ഏതാണ്? ഓപ്ഷൻ എ മസ്ലിൻ, ഓപ്ഷൻ ബി മൽമൽ, ഓപ്ഷൻ സി സിൽക്ക്, ഓപ്ഷൻ ഡി പഷ്മിന, ഓപ്ഷൻ ഇ വെൽവെറ്റ്. മുസൂൾ നഗരത്തിലാണ്. മസ്ലിൻ. ആത്മവിശ്വാസം ഉണ്ടേ നമുക്ക് പൂട്ടാം. പൂട്ടാമോ? ഓപ്ഷൻ എ ആണ് താങ്കൾ പറയുന്നത്. ഓക്കെ, ഞാൻ പൂട്ടുന്നു. വിജയിച്ചാൽ 60,000 രൂപ, തെറ്റിയാൽ 5,000 രൂപ. അപ്പൊ ഓപ്ഷൻ എ മസ്ലിൻ ശരിയല്ലേന്നാ ഞാനും ആലോചിക്കുന്നത്. എനിക്കൊരു സംശയം, ഇത് ശരിയായിരിക്കുമോ മുരളികൃഷ്ണൻ? ശരിയായിരിക്കാനാ സാധ്യത. അപ്പൊ പിന്നെ മുരളിയേട്ടൻ പറഞ്ഞതല്ലേ ഉത്തരം ശരിയാണ്. അപ്പൊ 60,000 രൂപ കിട്ടി. ഇത്രയും ടെൻഷനൊക്കെ താങ്ങാൻ പറ്റുമോ? ഇതിലും വലിയ കാരണം ഞാൻ ഒന്ന് പറ്റിക്കൊക്കെ ചെയ്യും, തെറ്റാന്നൊക്കെ പറയും. അപ്പൊ എനിക്ക് താങ്കളുടെ അത്ര ധൈര്യമായിട്ട് പറ്റിക്കാൻ പറ്റുന്നില്ല. കാര്യം അവിടെ തുറന്നു കിടക്കുക. 70,000 രൂപയുടെ ചോദ്യമാണ്. 70,000 പോവാല്ലേ? മത്സരിക്കാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ, മോണിറ്റർ. സത്യമായിട്ടോ എനിക്ക് ബോധക്കേട് വരുന്നൊരു വലിയ പേടിയാ. ഞാനിത് പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ വീഴുമെന്ന് പേടിയാണ്. പാനിക് അറ്റാക്ക് എന്ന് കേട്ടപ്പോഴേ ഞാൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നി എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, റെഡി. ഇനി പറയുന്നവയിൽ ഏത് നഗരത്തിന്റെ പ്രത്യേകതയാണ് പ്രശസ്തമായ ദൊണ്ണൈ ബിരിയാണി? ഓപ്ഷൻ എ ചെന്നൈ, ഓപ്ഷൻ ബി ഹൈദരാബാദ്, ഓപ്ഷൻ സി കൊൽക്കത്ത, ഓപ്ഷൻ ഡി വിശാഖപട്ടണം, ഓപ്ഷൻ ഇ ബംഗളൂരു. ബാംഗ്ലൂർ.
ഉറപ്പിക്കുന്നു. ബാംഗ്ലൂർ എന്ന ബംഗളൂരു. ബംഗളൂരു. ഓപ്ഷൻ ഇ. അവിടെയൊക്കെ പരിചയമുണ്ടോ ബാംഗ്ലൂരിലൊക്കെ? ബാംഗ്ലൂർ കല്യാണത്തിന് മുമ്പ് പോയതാ, അല്ലാതെ പോയിട്ടില്ല. ഈ ദൊണ്ണൈ ബിരിയാണി കഴിക്കാനെന്നുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇല്ല. ഓപ്ഷൻ ഈ ഉത്തരം ശരിയാണ്. താങ്ക് യു. ഈ ദൊണ്ണ പനയുടെ ഇലയാ. ആണോ? പട്ട, പനയുടെ പട്ടയാണ്. അതിനാണ് വിളമ്പുന്നത്. അതുകൊണ്ടാണ് അത് ബിരിയാണി. നമ്മുടെ ഇവിടെ ഇലയിൽ ചോറ് വിളമ്പുമ്പോ ഇലച്ചോറ് പറയുന്നു, അതുപോലെയാണ് ദൊണ്ണൈ. കുട്ടേട്ടാ, ദൊണ്ണൈ ബിരിയാണി കഴിക്കാൻ പറ്റുമോ? എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് ചാർജ് മാത്രമേ പറ്റൂ. ബാറ്ററി വേണമെങ്കിൽ നമ്മളുടെ ആർക്കെങ്കിലും ആ ബിരിയാണി വരുത്തി നമുക്ക് കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ അതിഥികൾക്കും കൊടുക്കാം. കുട്ടേട്ട എന്താ ചോദിക്കാൻ വന്നേ? എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത് നിഷ, താങ്കളുടെ ഭർത്താവിനോടാണ്. മുരളീകൃഷ്ണൻ, താങ്കളുടെ കുട്ടിക്കാലത്ത് താങ്കളുടെ വീട്ടിലെ പൂജാമുറി താങ്കൾ പടക്കം വെച്ച് പൊട്ടിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഉണ്ടായോ സംഭവം? അത് ഞാനൊരു 4ലോ 5ലോ മറ്റോ പഠിക്കുമ്പോ ഞങ്ങള് ദീപാവലിക്കൊക്കെ നിറച്ച് പടക്കം മേടിച്ച് പൊട്ടിക്കുന്ന പരിപാടി. അച്ഛൻ FSCT ക്വാർട്ടേഴ്സിലായിരുന്നു, ഏലൂര്. അപ്പൊ അവിടുന്ന് ക്വാർട്ടേഴ്സിൽ അത്യാവശ്യം നല്ല പറമ്പൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഇങ്ങനെ ദീപാവലിക്ക് പടക്കമൊക്കെ മേടിച്ച് ഇങ്ങനെ നിറച്ച് പൊട്ടിക്കുമായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി കുറെ ഇങ്ങനെ വന്ന പടക്കങ്ങൾ, ഈ പണ്ടത്തെ ഈ മാലപ്പടക്കത്തിന്റെ ചെറിയ കമ്പുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വരുമായിരുന്നല്ലോ. അപ്പൊ അതിങ്ങനെ കുറെ ബാക്കി ഇങ്ങനെ പൊട്ടാത്തത് വീട്ടിനകത്തേക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടന്നിട്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ കൂടി നിറച്ചിങ്ങനെ പൊട്ടിച്ച് ബാക്കി വരുന്നതെല്ലാം കൂടെ പറക്കി അച്ഛനെ കണ്ട പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പൊട്ടിക്കാനാണ്. അപ്പൊ അത് ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ അവിടെ വീട്ടിലാരും ഇല്ല. പൂജാമുറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വീടിന്റെ പുറത്തൊരു ചെറിയൊരു റൂമാണ്. അപ്പൊ അവിടെ ഇരുന്ന ചന്ദനത്തിരിയൊക്കെ ഒത്തിരി കത്തിക്കുന്നുണ്ട്. അവിടെ ഇരുന്ന അച്ഛൻ പൂജയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇതിൻ്റെ അകത്ത് നോക്കിയപ്പോൾ കുറെ സാധനം അവിടെ ഇരിക്കുന്നു. അച്ഛൻ രാവിലെ വിളക്ക് കത്തിച്ചിട്ട് പോയിട്ടുമുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആരും ഇല്ല, അതൊരു സെപ്പറേറ്റ് റൂമുമാണ്. അപ്പോൾ ചുമ്മാ ഒരു സാധനം എടുത്ത്, അല്ല 2 3 എടുത്ത് ഇങ്ങനെ ആ വിളക്കിൽ ചുമ്മാ അത് ഇത്രയങ്ങ് പൊട്ടിത്തെറിക്കുന്ന ചെറിയൊരു റൂമായതുകൊണ്ട് അതങ്ങോട്ട് പൊട്ടിത്തെറിച്ച് അതിൻ്റെ തീയെല്ലാം കൂടെ അവിടെ മുഴുവൻ പുകയായി. എൻ്റെ ദേഹത്തൊക്കെ കുറെ ഇതൊക്കെ സ്ക്രാച്ച് അല്ല ചെറിയ ചെറിയ ഈ മുറിവുകൾ പോലെയൊക്കെ വന്ന് അങ്ങനെ അതൊരു ഭയങ്കര ഒരു സംഭവമായി പോയി. മുരളിയേട്ടന്റെ കഥകൾ പറഞ്ഞാണ് ശരിക്കും ചേച്ചിയുടെ മോളെയും നന്ദുവിനെയൊക്കെ അച്ഛനും അമ്മയും അമ്മ ചോറ് കൊടുത്തോണ്ടിരുന്നത്. അത്രത്തോളം കഥകളുണ്ട്. മുരളി കഥകൾ എന്നും പറഞ്ഞിട്ട് കഥകൾ ബുക്ക് എഴുതാതെ തന്നെ അമ്മ പറയും. മുരളിയേട്ടന്റെ വികൃതി കഥകൾ പറഞ്ഞ് ഇവർക്കൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ ചോറ് കൊടുത്തോണ്ടിരുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ വികൃതി ബ്ലോഗിൽ എഴുതണം. 80,000 രൂപയുടെ ചോദ്യം. 80,000. ഒരു വീഡിയോ കാണിച്ചു. ഏത് കലാരൂപമാണ് ഈ ഗാനരംഗത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ബിഹു, ഓപ്ഷൻ ബി ഭാംഗ്ര, ഓപ്ഷൻ സി ചൗ, ഓപ്ഷൻ ഡി മണിപ്പൂരി, ഓപ്ഷൻ ഡി ദാണ്ടിയ. ഉറപ്പാണോ? കണ്ടിട്ടുണ്ടോ ഇത്? ഉറപ്പാണ്, കണ്ടിട്ടുണ്ട്. എങ്കിൽ പൂട്ടട്ടെ? ഉറപ്പാണെങ്കിൽ പൂട്ടാം. എനിക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ ഞാൻ പൂട്ടിയിരിക്കുന്നു. ഓപ്ഷൻ ഇ. നിങ്ങൾ ഈ ഡാൻസ് കളിക്കാൻ ഇപ്പൊ ദീപാവലിക്ക് കളിക്കാൻ പ്ലാൻ ചെയ്യുക. എന്റെ കളിക്കുമായിരുന്നു. ഞങ്ങള് 2019 തന്നെ അവിടെ ഷാർജ ദാണ്ടിയ ഫെസ്റ്റിവലിൽ പോയിട്ട് ഞാനും നന്ദുവും ഞങ്ങള് എന്റെ ഫ്രണ്ട് സിറിയയും മോളും ഞങ്ങൾ 4 പേരുടെ അവിടെ ഒരു ദാണ്ടിയ ചെയ്തായിരുന്നു. ദാണ്ടിയ ഫെസ്റ്റിവലിൽ പോയിട്ടുണ്ട് ഷാർജയില്. അങ്ങനെ ഞങ്ങൾ ദാണ്ടിയ ഫെസ്റ്റിവലിനെ കുറിച്ച് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് പരിശോധിക്കാം. ദാണ്ടിയ ആയിരിക്കും? ഉറപ്പാണ്. ഓക്കെ, ഉത്തരം ശരിയാണ്. അപ്പൊ ഈ ദാണ്ടിയ ഡാൻസ് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചോ? സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു. അവിടെ ചെന്ന് ചെയ്ത ഇപ്പൊ ദാണ്ടിയ കളിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ എല്ലാവരുടെ ദീപാവലിക്ക്. ഇവിടെയോ? ഇവിടെ ഇപ്പൊ എന്റെ സർജറി കാരണം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അടുത്ത ആഴ്ച തൊട്ട് വരാം. ഇതിന്റെ ശരിയായിട്ട് ഞാൻ വരാന്ന് പറഞ്ഞിരിക്കുക. അതെ അതെ, എന്തായാലും കളിക്കാൻ തീരുമാനിച്ചു. ഓക്കെ ഓക്കെ. അപ്പൊ 80,000 രൂപ കിട്ടി. നിഷയ്ക്ക് ഈ കലാപ്രവർത്തനമാണോ വലിയ താല്പര്യം? എനിക്ക് ഡാൻസ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ കോളേജിലൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഈ നൂറുൽ ഇസ്ലാം
കോളേജിലൊക്കെ വലിയ പരിപാടിയൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ അങ്ങനെ നാഗർകോവിലൊക്കെ മലയാളികൾ ഒരുപാട് സ്ഥലമാണ്. അവിടെ സ്ട്രിക്റ്റ് ആണ്, എന്നാലും ഡാൻസ് ആക്ടിവിറ്റീസിനൊക്കെ ചേരുമായിരുന്നു. അവിടുത്തെ ഡാൻസ് പരിപാടിക്കൊക്കെ ചേരുമായിരുന്നു. ഡാൻസ് ഞാൻ ആക്ച്വലി വലുതായിട്ട് പഠിച്ചിട്ടില്ല, ഒരു ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളൂ. സ്കൂളിൽ ഞാൻ ഈ ഫാൻസി ഡ്രസ്സ് അതിനൊക്കെ മറ്റേ ഡാൻസിനൊക്കെ മറ്റേ സബ് ഡിസ്ട്രിക്റ്റിനൊക്കെ പോയിട്ടുണ്ട്. തിരുവാതിര ഗ്രൂപ്പ് ഡാൻസ്, ഫാൻസി ഡ്രസ്സിനൊക്കെ സബ് ഡിസ്ട്രിക്റ്റിനൊക്കെ പോയി പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് പെയിന്റിംഗ് ഒക്കെ എല്ലാം 4th വരെ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് എല്ലാം സ്റ്റോപ്പായി പോയി. അപ്പൊ ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസിനൊക്കെ ചേരാനായിട്ട്. എനിക്ക് മീഡിയ റിലേറ്റഡ് അതാണ് ഇങ്ങനെ. ആരായിരുന്നു ഇത് സമ്മതിക്കാത്തത്? അമ്മയായിരുന്നു. അമ്മ ടഫായിരുന്നു. അമ്മ ഉണ്ട്. ഓക്കെ. അമ്മയ്ക്ക് എന്താ ഈ ഡാൻസിനോടൊക്കെ ഒരു അല്ല, അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള മടിക്ക്. അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടക്കുറവല്ല, കൊണ്ടുപോകാനുള്ള ഒരു പപ്പ ഭയങ്കര ബിസിയായിരുന്നു. പപ്പയ്ക്ക് ഒന്നിനും വരാൻ ടൈമില്ലായിരുന്നു. പപ്പ ഞാൻ പറഞ്ഞല്ലോ ആൻസെറ്റിസ്റ്റ് ആയിരുന്നു. രാത്രിയിലൊക്കെ ഡ്യൂട്ടി, പിന്നെ ഓൺ കോൾ വരുമ്പോൾ പെട്ടെന്ന് പോണ്ടി വരും. അപ്പൊ അമ്മ ഡ്രൈവ് ചെയ്യും. അമ്മ വേണം കൊണ്ടുപോകാനായിട്ട്. അപ്പൊ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാരണം അതൊക്കെ പിന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ. അപ്പം ക്വാളിറ്റി ഒക്കെ ഡാൻസിൽ താല്പര്യവും കലാപ്രവർത്തനവും ഒക്കെ നന്ദിതയ്ക്ക് ഉണ്ടായിരുന്നു. നന്ദുവിന് ഭയങ്കര ഡാൻസ്. അത് ഞാൻ പിന്നെ ഡാൻസ് KG2 തൊട്ട് പഠിച്ചു തുടങ്ങി. അരങ്ങേറ്റം ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ നന്ദുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. നന്ദു തന്നെ ഐറ്റംസ് ഒക്കെ അവിടുത്തെ സാറിന്റെ രീതിയിൽ അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ നാട്ടിൽ ചെയ്യുന്ന പോലല്ല. ഒരു കുട്ടി 7 ഐറ്റം ഒറ്റയ്ക്ക് 3 മണിക്കൂർ സ്റ്റേജിൽ പെർഫോം ചെയ്യാണ്. അതൊരു മിനി കല്യാണം പോലെ. നമ്മൾ ഇതേപോലെ ഒറ്റയ്ക്ക് പെർഫോം ചെയ്ത് വരുന്നവർക്ക് ഫുഡൊക്കെ കൊടുത്ത്. അതുകൊണ്ട് ഞാൻ നന്ദുവിനത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് നന്ദു പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പം അത് കണ്ടിട്ടാണ് എനിക്കും ഇഷ്ടം തോന്നി. ഞാൻ അവിടെ മോഹിനിയാട്ടത്തിനൊക്കെ കല്യാണം കഴിഞ്ഞാണ് പിന്നെ ഞാൻ എന്റെ ഡാൻസ് ഒക്കെ പുറത്തെടുത്ത്. മുരളീന് ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്നിട്ട് ഗുരുവായൂരൊക്കെ ഒറ്റയ്ക്ക് മുരളീന്റെ പാട്ട് പാടാനൊക്കെ ഇഷ്ടമാണ്. ഡാൻസ് കളിക്കത്തില്ലെങ്കിലും പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പാട്ടുകാരനൊക്കെ പാട്ടൊക്കെ പാടും. അതെ, ചെറുതായിട്ടൊക്കെ. എന്നിട്ട് ഇവിടെ ഈ സ്കൈലൈനിലൊക്കെ വന്നിട്ട് പാട്ടൊക്കെ പാടാനായിട്ട്. ഈ നന്ദിതയുടെ ഏറ്റവും അടുപ്പുള്ള കൂട്ടുകാരികളൊക്കെ ആരൊക്കെയായിരുന്നു? അവരൊക്കെ പിന്നീട് നിങ്ങളെ കാണാറുണ്ടായിരുന്നു? നന്ദുവിന്റെ ഫ്രണ്ട് ആഷ്ലി, ക്ലോസ് ഫ്രണ്ട് ആഷ്ലി, ഹിമ സരികയാണ് ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പം അവരൊക്കെ എപ്പോഴും പറയും നന്ദു വരാത്ത ദിവസം അവർക്ക് ഭയങ്കര വിഷമമാണ്. കാരണം അവിടെ ഇങ്ങനെ കോമഡിയൊക്കെ പറഞ്ഞ് അവരെ ഭയങ്കരമായിട്ട് എന്റർടൈൻ ചെയ്യിക്കാൻ ഭയങ്കര പിടിക്കും. അപ്പം ആഷ്ലി അത് കഴിഞ്ഞ് എന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ ആഷ്ലിയുടെ ഓരോ, കാരണം നമുക്കറിയത്തില്ല 11th 12th ഒക്കെ എന്താ ആഷ്ലിയുടെ ഓരോ എക്സാം ആണ്, ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് 12th എന്നെ ഇങ്ങനെ വാട്സാപ്പിൽ കൂടെ അയക്കുമായിരുന്നു. ഉണ്ട്. ആഷ്ലി എനിക്ക് സ്ഥിരം വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയക്കും. എന്നുവെച്ചാൽ ഓരോ ക്ലാസ്സിലോട്ട് ഇങ്ങനെ പോകുമ്പോഴും ഇന്ന് എന്റെ എക്സാം ആണ്, എനിക്കറിയത്തില്ല ഇപ്പൊ 11th 12th എക്സാം ഒക്കെ എപ്പോഴാണ്. അപ്പൊ വരെ നന്ദു ഉണ്ടായിരുന്നപ്പോൾ വരെ എനിക്കെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങള് സ്കൂളിലൊക്കെ പോയായിരുന്നു. അപ്പൊ സ്കൂളിൽ നന്ദുവിന്റെ ഫേവറേറ്റ് ടീച്ചർ, നന്ദു ഇംഗ്ലീഷ് നന്ദുവാണ് ക്ലാസ്സിലെ ടോപ്പാണ്. അപ്പം സുജാ മാമിന് നന്ദുവിനോട് ഇംഗ്ലീഷ് ടീച്ചർ നന്ദുവിന്റെ 10th ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ടീച്ചറെ ഒന്ന് കണ്ട് ഇതൊന്ന് പറയണം. മലയാളിയാണ് ടീച്ചർ. അപ്പോൾ ടീച്ചറിനെ ഒന്ന് അറിയിക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹം. ടീച്ചറിനെ നന്ദുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ആ ലാസ്റ്റ് ദിവസം പോയപ്പോൾ ടീച്ചറിനെ കാണാൻ പറ്റില്ല. പിന്നെ ഞാൻ ക്ലാസ് ടീച്ചറിനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് വന്നു. ആഷ്ലി ആയിട്ട് ഇപ്പോഴും കോൺടാക്ട് ഉണ്ട്, മെസ്സേജ് അയക്കില്ല. ആഷ്ലി അറിയിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ സ്കൂളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പോഴും അവളുടെ ജന്മദിനമൊക്കെ നിങ്ങൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ നന്ദുവിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യും. പിന്നെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അമൃതശക്തി അവിടെ കുറെ പിള്ളേരുണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി അവരുടെ കൂട്ടത്തിൽ കേക്ക് കട്ട് ചെയ്ത്. സാധാരണ ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കട്ട് ചെയ്ത് വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഈ 18th ബർത്ത്ഡേക്ക് മാത്രം ഞങ്ങൾ അവിടെ പോയി അവരുടെ കൂടെയാണ് കട്ട് ചെയ്തത്. പിള്ളേരുടെ അവിടെ എല്ലാം പെൺകുട്ടികളാണ് ഉള്ളത്, പല ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവിടെ പോയി അവരുടെ കൂടെ ഇരുന്ന് എല്ലാവരുമായിട്ടാണ് കട്ട് ചെയ്ത് കേക്ക്. നന്ദുവിൻ്റെ ഒരു കാരിക്കേച്ചർ കേക്ക് ഉണ്ടാക്കി, നന്ദുവിൻ്റെ ഫോട്ടോ കൊടുത്തിട്ട് നന്ദുവിൻ്റെ അതേ കാരിക്കേച്ചറിലെ കേക്ക് ഉണ്ടാക്കിച്ച് അങ്ങനെ അവിടെ പോയി കട്ട് ചെയ്ത് അവരുമായിട്ട് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെയായിരുന്നു ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ. അല്ല, ഈ നിഷ യഥാർത്ഥത്തില് ഇപ്പൊ ഈ ഓർമ്മകളൊന്നും ഒരിക്കലും വിട്ടുപോകാൻ പറ്റത്തില്ല, കാരണം നമ്മൾ എത്ര പറഞ്ഞാലും നിൽക്കും. പക്ഷെ ഈ ഓർമ്മകളെ നമ്മൾ ലാളിച്ച് കൂടുതൽ ദുഃഖിക്കാനുള്ള ഒരു സംഭവം നിഷ ചെയ്യുന്നുണ്ടോ ഇപ്പോൾ? അതായത് അയാളുടെ സാധനങ്ങൾ പോലീസുകൾ സൂക്ഷിച്ചു വെക്കുക, അങ്ങനെ അയാളുടെ സാധനങ്ങൾ അത് ഞാനിപ്പോ നന്ദുവിന്റെ റൂമല്ല അങ്ങനെ ഇപ്പം താങ്കളൊരു നിഷ ഒരു ക്യാൻസർ സർവർ ആയതുകൊണ്ട് തന്നെ ഈ താങ്കളുടെ കാര്യം തന്നെ താങ്കൾക്ക് ഒരുപാട് നോക്കാനുണ്ട് ജീവിതത്തിൽ, അല്ലേ? അല്ല, പക്ഷെ നന്ദു, എല്ലാ അമ്മമാരും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്. അപ്പം എനിക്ക് നന്ദു ഇല്ലാതൊരു ലൈഫ് ആലോചിക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഈ ഫ്ലാറ്റിൽ തന്നെ ഞങ്ങള് നന്ദുവിന്റെ ഫേവറേറ്റ് കളർ ബ്ലൂ ആണ്. അപ്പൊ ഇവിടെ നന്ദുവിന്റെ റൂം അതേപോലെ ബ്ലൂ കളറിൽ തന്നെ ഞങ്ങള് വീടെല്ലാം ഫ്ലാറ്റ് ഫുള്ള് ബ്ലൂ തീമിലാണ് ചെയ്തത് തന്നെ. എന്നിട്ട് നന്ദുവിന്റെ റൂമിൽ അവിടെ നന്ദു എഴുതിയിരുന്ന അതേ നന്ദു അവിടെ റൂമിൽ നന്ദുവിന്റെ ഹാൻഡ് റൈറ്റിംഗിൽ നന്ദിത എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പെയിന്ററിനെ കൊണ്ടുവന്ന് അതേ ഹാൻഡ് റൈറ്റിംഗ് തന്നെ പേരൊക്കെ എഴുതിച്ച് നന്ദുവിന്റെ റൂമെല്ലാം ഇവിടെ ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നന്ദു ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഡ്രസ്സിംഗ് ടേബിൾ. പക്ഷെ ആ ഒരു ഓർമ്മ ഇല്ലാതെ എനിക്കങ്ങനെ ജീവിക്കാൻ അങ്ങനെ ആലോചിക്കാൻ പോലും
പറ്റത്തില്ല. അപ്പം അങ്ങനെ തന്നെ പോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത് ആലോചിക്കുമ്പോൾ എനിക്കിപ്പോൾ ആരെങ്കിലും എന്നെ കാണുമ്പോൾ വിചാരിക്കും നന്ദുവിനെ പറ്റി പറയാതിരിക്കാൻ എല്ലാവരും ശ്രമിച്ചു. എനിക്ക് പറയുന്നുണ്ടൊന്നും എനിക്ക് കുഴപ്പമില്ല. മോളെ പറ്റി പറയുന്നത് എനിക്ക് അങ്ങനെ പ്രശ്നമല്ല. ഞാൻ അങ്ങനെ മോളില്ലല്ലോ അങ്ങനെയല്ല ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് മോളെ പറ്റി സംസാരിക്കാനാണ് ഇഷ്ടം. പിന്നെ എനിക്ക് മോളുണ്ടെന്ന് പിന്നെ എനിക്ക് വിഷമം തോന്നാറ് ഇപ്പോൾ നമ്മളൊരു ഗ്രൂപ്പിൽ പോകുന്നു. അപ്പം കുറച്ചൊരു അതുകൊണ്ടാണ് എനിക്ക് ആൾക്കാരോട്ട് മിങ്കിൾ ചെയ്യാനൊരു വിഷമം. കാരണം ഒരു ഗ്രൂപ്പിൽ പോകുമ്പോൾ അവിടെ ഒരു അമ്മമാര് അവരിപ്പോൾ പിള്ളേരെ സ്കൂളിൽ വിടുന്നു, സ്കൂളിലെ കാര്യങ്ങൾ ഇപ്പം പിള്ളേർക്ക് പരീക്ഷ അല്ലെങ്കിൽ പിള്ളേർ ഇങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയി. അപ്പം അതൊക്കെ ഡിസ്കസ് ചെയ്യുമ്പം എനിക്ക് ഗ്രൂപ്പിലൊന്നും മിണ്ടാൻ പറ്റാറില്ല. കാരണം ഞാൻ എന്താ പറയണ്ടേ, ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ. ഇപ്പം കുട്ടികളില്ലാത്തവരാണെങ്കിൽ അവർക്ക് അത്രയും വിഷമം തോന്നുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പം എനിക്കൊന്നും റിയാക്ട് ചെയ്യാനും പറ്റുന്നില്ല. ഞാനിങ്ങനെ മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടി വരുമ്പം അതെന്റെ മൈൻഡിൽ ഭയങ്കര ഒരു പ്ലേ നടത്തും. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞു. അപ്പം എനിക്ക് ആ ഗ്രൂപ്പിലൊന്നും പോകാനും പബ്ലിക്കായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഞാനിങ്ങനെ ഒരു സ്വയം ഒരു പിന്മാറുന്നൊരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഗ്രൂപ്പിലൊന്നും പോകാനായിട്ട് എനിക്ക് പറ്റാത്തത്. സാധാരണ അമ്മമാരെല്ലാം ഡിസ്കസ് ചെയ്യുന്ന പിള്ളേരുടെ സ്കൂൾ കാര്യങ്ങൾ അല്ലെങ്കിൽ പിള്ളേരെ പറ്റിയാണ്. അതുകൊണ്ട് എനിക്ക് ആരുടെ ഒരു മിങ്കിൾ ചെയ്യാൻ പറ്റാറില്ല. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു മൈൻഡിലൊരു വല്ലാത്തൊരു എന്തോ ഒരു സംഘർഷമോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ആ സമയത്ത് മാത്രം. നിഷയ്ക്ക് ഈ മകൾ മരിച്ചതിന് ശേഷം വല്ലാത്തൊരു ഹാലുസിനേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ തിരുനെല്ലിയിലൊക്കെ വെച്ചിട്ട് മകൾ കടന്നുപോയതായിട്ട് താങ്കൾ ചിന്തിക്കുക, അങ്ങനെ ഫീലിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട്? തിരുനെല്ലി ചെല്ലുമ്പം എനിക്ക് ഞാൻ ഭയങ്കര കൃഷ്ണഭക്തയാ. അപ്പൊ തിരുനെല്ലി പോകുമ്പോൾ മാത്രമേ ഞങ്ങൾ എല്ലാ വർഷവും നന്ദുവിന്റെ ആ ദിവസം ബലിയിടാനായിട്ട് അവിടെയാണ് പോകുന്നത്. അപ്പൊ തിരുനെല്ലി മാത്രമേ മുള്ളൻ പറയാം അവിടെ നന്ദു ഉള്ളതായിട്ട് നന്ദുവിന്റെ പ്രസൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. അതിന്റെ ഗുരുവായൂരൊന്നും എനിക്കങ്ങനെ ഞാൻ പറയും മുരളിയുടെ ഗുരുവായൂർ നന്ദു വരത്തില്ല. തിരുനെല്ലി മാത്രമേ എനിക്ക് എന്തോ നന്ദുവിന്റെ എനർജി നന്ദുവിന്റെ പ്രസൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. തിരുനെല്ലിയെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എനർജിയാണ്. നന്ദുവിന്റെ പ്രസൻസ് ഭയങ്കരമായിട്ട് എനിക്ക് ആ നടയിൽ നിന്ന് ഫീൽ ചെയ്യാറുണ്ട്. അല്ലാതെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒത്തിരി കരഞ്ഞ് തളർന്നിരിക്കുമ്പോഴത്തേക്കും നന്ദുവിന് എന്നോട് അടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ കുറച്ച് പോസിറ്റീവായിട്ട് ഇരുന്നാലേ നന്ദുവിനെ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നന്ദുവിന് എനർജി എനിക്ക് കിട്ടുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ടിരുന്നാലേ നന്ദുവും ഹാപ്പി ആവുള്ളൂ എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാൻ മാക്സിമം ഇരിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ എപ്പോഴും അങ്ങനെ പറ്റത്തില്ല, കരഞ്ഞു പോവും, മനുഷ്യനല്ലേ, എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം വിഷമം വരുമ്പോൾ ഞാനും കരയും, സങ്കടപ്പെടും. പക്ഷെ ഞാൻ വിചാരിക്കുന്ന അങ്ങനെയാണ്, ഞാൻ സങ്കടപ്പെട്ട നന്ദുവും സങ്കടപ്പെടും. അതുകൊണ്ട് മാക്സിമം അത് നന്ദുവുമായി എറ്റേണൽ ബ്ലിസ്, എറ്റേണൽ ബ്ലിസ്. അതിനുശേഷം ചെയ്താണ്. അതെ 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 അതെ. അപ്പൊ നമുക്ക് ഇനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് 1 lakh നെക്സ്റ്റ് ലെവലാണ്. കുട്ടേട്ടാ വിളിച്ചോളൂ. മോണിറ്റർ ഒരു ലക്ഷം രൂപയുടെ ചോദ്യമാണ്. ഏറ്റവും വേഗത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ ഫോളോവേഴ്സിന് ലഭിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആഞ്ചലിന ജോളി, ഓപ്ഷൻ ബി സർ ഡേവിഡ് ആറ്റൻബറോ, ഓപ്ഷൻ സി ജെന്നിഫർ ആനിസ്റ്റൺ, ഓപ്ഷൻ ഡി പോപ്പ് ഫ്രാൻസിസ്, ഓപ്ഷൻ ഇ ഡേവിഡ് ബെക്കാം. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാറുണ്ടോ? ഉണ്ട്. സംശയം ഉണ്ടെങ്കിൽ പിടിവള്ളി എടുക്കാം. ഓക്കെ, പിടിവള്ളി എടുക്കാം. അല്ലേ? ആരുടെ പിടിവള്ളിയാ വേണ്ടത്? കുട്ടേട്ടന്റെ. കുട്ടേട്ടന്റെ. ഓക്കെ കുട്ടേട്ടാ. നിഷ, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളിയാണ്. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ ആഞ്ചലിന ജോളി, ബി പോപ്പ് ഫ്രാൻസിസ്. ആഞ്ചലിന ജോളി ആണോ പോപ്പ് ഫ്രാൻസിസ് ആണോ എന്നുള്ളതാണ്. ആഞ്ചലിന ജോളി. ഓപ്ഷൻ എ ആഞ്ചലിന ജോളി. ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ, അതായത് 10 ലക്ഷം ഫോളോവേഴ്സ് ലഭിച്ച വ്യക്തി ആഞ്ചലിന ആണെന്ന് നിഷ വിശ്വസിക്കുന്നു. അതെ. ഏറ്റവും വേഗത്തിൽ, സ്പീഡ് ഏറ്റവും വേഗത്തിൽ, പലർക്കും ഇത് മില്യൺ കാണും. ഓക്കെ, ഏറ്റവും വേഗത്തിൽ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്നല്ല, ഉത്തരം ശരിയാണ്. അവര് അക്കൗണ്ട് ആരംഭിച്ച് 1 മണിക്കൂർ തന്നെ 10 ലക്ഷം ആൾക്കാർ ഇത് കണ്ടു. അത്രയും ഫോളോവേഴ്സ് ഉണ്ടായി. അപ്പൊ ചെറിയ കാര്യമല്ല, റെക്കോർഡാണ്. ഓക്കെ, അപ്പൊ 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 1 ലക്ഷം രൂപ നമ്മുടെ അണ്ടാവിലെത്തി. ഇനിയിപ്പോ 2 ലക്ഷം രൂപയുടെ ചോദ്യം, 2 lakhs. ചോദിക്കാമോ? മോണിറ്റർ.
ചീട്ടുകളിക്കിടെ സമയലാഭത്തിനായി ജോൺ മണ്ടാഗു എന്ന ബ്രിട്ടീഷ് പ്രഭു കണ്ടുപിടിച്ച പ്രശസ്ത വിഭവം ഏതാണ്? ഓപ്ഷൻ എ ചിക്കൻ കുറുമ, ഓപ്ഷൻ ബി സാൻഡ്വിച്ച്, ഓപ്ഷൻ സി പുലാവ്, ഓപ്ഷൻ ഡി തിരമിസു, ഓപ്ഷൻ ഇ പാലക് പനീർ. സാൻഡ്വിച്ച് ആണോ? കൂട്ടട്ടോ ഞാൻ? ഓക്കെ, താങ്കൾ ഷുവർ ആണല്ലോ, കോൺഫിഡന്റ് ആണല്ലോ ഈ കാര്യത്തിൽ? വിശ്വാസം ഷെയ്ക്ക് ആവുന്നുണ്ടോ? ഇല്ല, അതിന്റെ ഇടയിലെന്ന് പറഞ്ഞോണ്ട് എനിക്ക് തോന്നി സാൻഡ്വിച്ച് അത് ആണല്ലേ? അതായിരിക്കും അല്ലേ? അപ്പൊ അത് പൂട്ടാമോ? പൂട്ടി അതെന്താണ് സാൻഡ്വിച്ച് ആണെന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ? ഇടയിലെന്ന് പറഞ്ഞു ഇടയിൽ. ഓ, ഇടയിലായതുകൊണ്ടല്ലേ? അതുകൊണ്ടല്ല, അയാൾക്ക് സമയം എണീറ്റ് പോകാൻ വയ്യ, അപ്പൊ അതുകൊണ്ട് അയാൾ കണ്ടുപിടിച്ചാണ്. പക്ഷെ അയാൾക്ക് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തിരമിസു ഉണ്ടായിരുന്നു, പാലക് പനീർ ഉണ്ടായിരുന്നു. പക്ഷെ സാൻഡ്വിച്ചിലേക്ക് താങ്കൾ പ്രിഫർ ചെയ്തു. വരാനുള്ളത് വഴി തങ്ങത്തില്ല അല്ലേ? എന്നല്ലേ നമ്മുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കും. വിജയിച്ചാൽ 2 ലക്ഷം, തെറ്റിയാൽ 10,000. പിന്മാറിയിരുന്നെങ്കിൽ 50,000 രൂപ കിട്ടുമായിരുന്നു. അപ്പൊ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല. ടെൻഷൻ ആവില്ലല്ലോ? ഓക്കെ, പ്രശ്നമില്ലല്ലോ? ഓക്കെ, നമുക്ക് മറ്റേ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പേടിക്കണ്ട. പാനിക് അറ്റാക്ക്. ഓക്കെ, ഓപ്ഷൻ ബി സാൻഡ്വിച്ച്. താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഫസ്റ്റ് ക്ലാസ് ശരിയാണ്. അതിന് സ്ഥാനം പേര് ഏൾ ഓഫ് സാൻഡ്വിച്ച് എന്നായി. അതിൽ നിന്നാണ് ഈ പേര് ഇങ്ങനെ കിട്ടിയത്. അപ്പൊ സാൻഡ്വിച്ച് ഇന്ന് ഇങ്ങനെ പുരാണം ഉണ്ടെന്ന് ആൾക്കാർ ചിലപ്പോ അറിയാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പൊ 2 ലക്ഷം രൂപയായി. ഇനിയിപ്പോ 3 ലക്ഷത്തിലേക്ക് നമ്മൾ പോകുന്നു. ഞാൻ കുട്ടേട്ടനോട് റിക്വസ്റ്റ് നടത്തിക്കോട്ടെ? പറഞ്ഞോളൂ. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുമോ? നന്ദുവിന് വേണ്ടിട്ട്. നന്ദുവിന് വേണ്ടി, വേണ്ടിട്ട് ഒരു പാട്ട്. നന്ദു എങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ കേട്ടിരുന്നത്? നന്ദുവിന് ഇങ്ങനത്തെ താരാട്ട് പാട്ട്, അല്ലെങ്കിൽ പിന്നെ ഫാസ്റ്റ് വേറെ ലാംഗ്വേജ്. മലയാളത്തിൽ ഇങ്ങനെ താരാട്ട്. പുള്ളി താരാട്ട് പാടാനൊക്കെ മിടുക്കനാ കുട്ടേട്ടൻ. പാടുവോ? തീർച്ചയായിട്ടും പാടാം. നന്ദുവിന് വേണ്ടി നന്ദുവിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പാടാം. രാരി രാരിരം രാരോ, രാരി രാരിരം രാരോ, പൊന്നും തിങ്കൾ പോറ്റും മാനേ, മാനേ കുഞ്ഞിക്കല മാനേ, ഭൂമിഴികൾ പൂട്ടി മെല്ലെ നീയുറങ്ങി ചായുറങ്ങി, സ്വപ്നങ്ങൾ പൂവിടും പോലെ നീളേ, പിന്നിൻ വെൺതാരങ്ങ മണ്ണിൻ മന്ദാരങ്ങ പൂത്തു, വെൺതാരങ്ങ പൂത്തു മന്ദാരങ്ങ, പൊന്നും തിങ്കൾ പോറ്റും മാനേ, മാനേ കുഞ്ഞിക്കല മാനേ. ഓക്കെ കുട്ടേട്ടാ, താങ്ക് യു. അപ്പൊ നമുക്കിനി അതിന്റെ ഒരു സന്തോഷത്തിലേ നന്ദിതയൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കിടക്കാം. 3 lakhs മോണിറ്റർ. ആദ്യമായി ഓഡി കാർ സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ എ സഞ്ജയ് ഗാന്ധി, ഓപ്ഷൻ ബി ധീരുഭായ് അംബാനി, ഓപ്ഷൻ സി അസീം പ്രേംജി, ഓപ്ഷൻ ഡി MG രാമചന്ദ്രൻ, ഓപ്ഷൻ ഇ രവി ശാസ്ത്രി. പിടിവള്ളി വേണം. അപ്പൊ കുട്ടേട്ടന്റെ പിടിവള്ളിയാണോ? ഇവിടെ 2 പിടിവള്ളി, ഒരു പിടിവള്ളി ഇവിടെയും ഒരു പിടിവള്ളി അവിടെയുണ്ട്. അപ്പൊ ഏതാ വേണ്ടത്? മുരളിയേട്ടനിലേക്ക് പോകാമോ? അറിയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? നോക്കാം നമുക്ക്. അപ്പൊ മുരളിയേട്ടന്റെ പിടിവള്ളി എടുക്കാണ്. ചോദ്യം ഇതാണ്. ചോദ്യം വായിച്ചു കൊടുക്കാമോ? ആദ്യമായി ഓഡി കാർ സ്വന്തമാക്കിയ ഇന്ത്യക്കാരൻ ആരാണ്? 5 ഓപ്ഷൻസ്: സഞ്ജയ് ഗാന്ധി, ധീരുഭായ് അംബാനി, അസീം പ്രേംജി, MG രാമചന്ദ്രൻ, രവി ശാസ്ത്രി. രവി ശാസ്ത്രി ആണെന്നാണ് എന്റെ ഒരു തോന്നല്. ഓക്കെ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? അംബാനിയാണോ എന്നൊരു തോന്നല്. ഇപ്പൊ ആരുടെ കൂടെ പോവും? രവി ശാസ്ത്രി പോകുന്നു. മുരളിയേട്ടനെ വിശ്വസിക്കാന്നോ? ഓക്കെ, അല്ല ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, പ്രശ്നമില്ല. എന്ത് അപകടം വന്നാലും നേരിട്ടോളണം. ഓക്കെ, കൂട്ടോ? കൂട്ടി. വിജയിച്ചാൽ 3 ലക്ഷം, തെറ്റിയാൽ 20,000, പിന്മാറിയാൽ 1 ലക്ഷമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ രവി ശാസ്ത്രി എന്ന ഉത്തരം നമ്മൾ കൂട്ടി അല്ലേ? ഇപ്പൊ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ചേട്ടാ പ്രശ്നമായോ? മുഖം മറച്ചിരുന്നോളൂ. ഇല്ല സർ, രവിശാസ്ത്രിക്ക് ഓടി കിട്ടിയെന്ന് എനിക്കറിയാം.
ബാക്കി ആൾക്കാരുടെ കാര്യം പിന്നെ ഓടിക്കോ. ഓക്കെ, റെഡി. അപ്പൊ ഇത് കേട്ടിട്ടാണ് താങ്കൾ അല്ലേ ധീരുഭായ് അംബാനിക്ക് കഴിയാത്ത ഒരാള് രവിശാസ്ത്രിക്ക് കിട്ടി എന്ന് വിശ്വസിക്കുക അല്ലേ? ഓപ്ഷൻ ഇ, താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഫസ്റ്റ് ക്ലാസ് ശരിയാണ്. താങ്ക് യു. ഈ 1985 വേൾഡ് ക്രിക്കറ്റിലെ മാൻ ഓഫ് ദ സീരീസ് ആയി അങ്ങനെയാണ് കിട്ടിയത്. മുരളിയുടെ ക്രിക്കറ്റ് കാണുന്നോണ്ട് ആദ്യമായിട്ടൊരു അപ്പൊ ഈ ഓടിക്കാർ ഇന്ത്യ വിൽപ്പന തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ധീരുഭായ് അംബാനിക്കായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ എന്തായാലും അത് ഓർമ്മയെ വെച്ചിരുന്നു. ഉള്ള ആള് കൊള്ളാം അല്ലേ? നല്ല സെലക്ഷൻ, താങ്കളുടെ സെലക്ഷൻ. 3 ലക്ഷം രൂപ. ഇനി 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. 5 lakhs മോണിറ്റർ. ിൽ ചമേലി മേം സാബിലെ സംഗീത സംവിധാനത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ച ഭാരതരത്ന ജേതാവ് ആരാണ്? ഓപ്ഷൻ എ ഭുവൻ ഹസാരിക, ഓപ്ഷൻ ബി ഉസ്താദ് ബിസ്മില്ല ഖാൻ, ഓപ്ഷൻ സി ഭീംസൻ ജോഷി, ഓപ്ഷൻ ഡി MS സുബലക്ഷ്മി, ഓപ്ഷൻ ഇ ലതാ മങ്കേഷ്കർ. കുട്ടേട്ടന്റെ പിടിവള്ളിയിലേക്കല്ലേ പോകുന്നു? കുട്ടേട്ട പിടിവള്ളി. തീർച്ചയായും ബോസ്. നിഷ, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളിയാണ്. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. എ ഭൂപൻ ഹസാരിക, ബി ഉസ്താദ് ബിസ്മില്ല ഖാൻ, സി ഭീംസൻ ജോഷി. അപ്പൊ 3 ഉത്തരമുണ്ട്, ഇതിൽ ഒരെണ്ണം ശരിയാണ്. 5 ലക്ഷമാണ് ശരി ഉത്തരത്തിന്. തെറ്റിയാൽ 30,000, പിന്മാറിയാൽ 1.5 ലക്ഷം. ഒരു പിടിവള്ളിയില്ല, ഇനി ഒറ്റയ്ക്ക് പോരാടണം. ഇവിടെ മണി ഷെയർ പരിപാടി ഉണ്ട്, അറിയാമോ? അതായത് നമുക്ക് 2 ഉത്തരത്തിൽ സംശയം ഉണ്ടെങ്കിൽ 2 ഉത്തരത്തിൽ ഈ പണം ഡിവൈഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും ഉത്തരത്തിൽ ഉത്തരം ശരിയാണെങ്കിൽ അതിൽ വെക്കുന്ന പണം കൊണ്ട് നമുക്ക് പോവാം. അതേസമയം അവിടെയും തെറ്റിയാൽ 30,000 നമ്മൾ മടക്കും. അതാണ് പരിപാടി. ഭുവൻ ഹസാരികയുണ്ട്, ഉസ്താദ് ബിസ്മില്ല ഖാനുണ്ട്, ഭീംസൻ ജോഷിയുണ്ട്. ഇതിലൊരാളാണ് ചമേലി മേം സാബിലെ സംഗീത സംവിധാനം നിർവഹിച്ചത്. കറക്കി കുത്തരുത്, കറക്കി കുത്തിയാൽ ഞാൻ അപ്പൊ തന്നെ പൂട്ടികളയും. 2 എണ്ണം ഒരുമിച്ച് പറഞ്ഞ അല്ല, അതങ്ങനല്ല. 2 ഉത്തരത്തിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഈ 5 ലക്ഷം രൂപ ഡിവൈഡ് ചെയ്ത് വെക്കാം. ഡിവൈഡ് ചെയ്ത് വെച്ചാൽ അതിലൊരു ഉത്തരം ശരിയാണെങ്കിൽ നമുക്ക് ആ ഉത്തരത്തിൽ വെക്കുന്ന പൈസ എടുത്ത് പോവാം. മത്സരം അവസാനിക്കും. അതേസമയം അവിടെയും തെറ്റിയാൽ 30,000 നമ്മള് മുഖം കുത്തി വീഴും. കിട്ടിയാണെങ്കിൽ 1.5 ലക്ഷം രൂപ കിട്ടും. എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂ. കിട്ടിയാൻ തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് നിഷ മുരളീകൃഷ്ണൻ താങ്കൾ പിൻവാങ്ങുന്നു. അപ്പൊ 1.5 ലക്ഷം രൂപയുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഒരു ഉത്തരം പറയൂ, വെറുതെ ഒരു ഉത്തരം, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റില്. അത് തെറ്റാണ്. ആ ഉത്തരം തെറ്റായിരുന്നു. അപ്പൊ പിന്മാറിയത് ബുദ്ധിയായി. ഓക്കെ, ശരി ഉത്തരം ഭൂപൻ ഹസാരികയായിരുന്നു. ചമേലി മേം സാബിലെ സംഗീത സംവിധാനം അദ്ദേഹമാണ് നിർവഹിച്ചത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഞാൻ പറയുന്നത് നിഷ ഈ ബ്ലോഗിൽ അങ്ങ് സജീവമാകണം. പിന്നെ എനിക്ക് തോന്നുന്നു കുറെ വീഡിയോസ് ഒക്കെ അതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്തായാലും ആ ഒരു കാലാവസ്ഥയിൽ നിന്ന് താങ്കളുടെ മനസ്സിനെ മാറ്റി പ്രതിഷ്ഠിച്ചേ പറ്റൂ. അതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് താങ്കളുടെ ഈ പരിപാടി സംപ്രേഷണം ചെയ്യുന്നതോടെ കൂടുതലാകും, താങ്കളെ കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ആയിട്ട്. അപ്പൊ അവരുടെ ലോകത്തേക്കൂടെ താങ്കൾ ഇറങ്ങുക. അതാണ് എന്റെ ആഗ്രഹം. നിഷാസ് ഡ്രീംസ് എന്റെ ഏറ്റവും വലിയ ഇപ്പൊ ഞാൻ സ്വപ്നം കാണുന്ന നിഷാസ് ഡ്രീംസ് ഒരു 100K ആ പ്ലേ ബട്ടൺ, മറ്റേ പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴും ഞാനും നന്ദും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നിഷാസ് സ്പൈസസ് ആ സിൽവർ പ്ലേ ബട്ടൺ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നിഷാസ് ഡ്രീംസിന്റെ സിൽവർ പ്ലേ ബട്ടൺ വലിയൊരു ആഗ്രഹമാണ്. അതൊക്കെ വരും, ഇതോടെ അതൊക്കെ സംഭവിക്കും. അപ്പൊ എന്തായാലും കാരണം നമ്മളിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെ ജീവിതത്തിൽ വലിയൊരു ദുരന്തമായി മാറിയ മകളുടെ മരണം താങ്കളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. താങ്കളുടെ മുരളീകൃഷ്ണൻ അതിപ്പോ നമ്മൾ അങ്ങനെ എടുത്തു മാറ്റാനൊന്നും പറ്റില്ല. പക്ഷെ ആ കാലാവസ്ഥയിൽ നമ്മൾ വിലയം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ഒരു പ്രശ്നമാണ്. കാര്യം ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ളൂ. മാത്രമല്ല താങ്കൾക്ക് തന്നെ കുറെ പ്രശ്നങ്ങൾ അല്ലാതുണ്ടല്ലോ സ്വന്തമായിട്ട്. അപ്പൊ എന്തായാലും താങ്കളുടെ കാര്യങ്ങൾ ജീവിച്ചല്ലേ പറ്റുള്ളൂ, മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. അപ്പൊ വളരെ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ പറ്റിയത്, മുരളീകൃഷ്ണനെയും. താങ്ക് യു മുരളീകൃഷ്ണൻ. താങ്ക് യു. അപ്പൊ ഇനി നമ്മൾ താഴോട്ട് പോകും. ഓക്കെ കുട്ടേട്ടാ. ലെവൽ 1. അപ്പോൾ മിസ്സസ് നിഷ മുരളീകൃഷ്ണൻ, ഞാൻ 1.5 ലക്ഷം രൂപയുടെ ചെക്ക് ഒപ്പിട്ടു. അപ്പോൾ
താങ്കൾക്ക് ഇത് വാങ്ങാം. താങ്ക് യു സർ. അപ്പൊ ഇതൊരു നിമിത്തമായിരിക്കും അതെ, പുതിയൊരു ബ്ലോഗ് പരീക്ഷണത്തിന്. ഓക്കെ, അതെ. ഇതിൽ പങ്കെടുത്തതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. ഓ താങ്ക് യു. അപ്പൊ താങ്കൾ ആക്റ്റീവ് ആവുക. യൂട്യൂബിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാകട്ടെ. അതെ. ഓക്കെ, താങ്ക് യു. സാറിന്റെ നാക്ക് പൊന്നെ. അങ്ങനെ ഇവിടെ വന്ന പല ആൾക്കാർ എന്റെ നാവ് പൊന്നാണോ വെള്ളിയാണോ എന്നറിയില്ല, പക്ഷേ പലരും സംഭവിക്കുന്നുണ്ട്. അതെ, നന്നായിട്ട്. ഓക്കെ, കാരണം അത് ഞാൻ ഈ ചാനലിന്റെ ഒരു ഇമ്പാക്റ്റും പ്രേക്ഷകർ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വിശ്വാസവും ഒക്കെ കൊണ്ട് പറയുന്നതാണ്. അപ്പൊ താങ്കളുടെ ബ്ലോഗ് ഹിറ്റാവും, കൂടുതൽ ഹിറ്റാവും. ഓക്കെ, ഇതുവഴി കാക്കനാട്ടെ. ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ എനിക്കൊരു കവിവാക്യമാണ് ഓർമ്മ വരുന്നത്. പൈതലെ വേറിട്ട പശുവിനാദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിഷ മുരളീകൃഷ്ണന്റെ അനുഭവം അത് തന്നെയാണ്. മുരളീകൃഷ്ണനും അതേ വഴിയിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. പക്ഷേ ഈ അനുഭവങ്ങൾ പല പ്രേക്ഷകർക്കും ചില പ്രിക്കോഷൻ എടുക്കാൻ കാരണമാകട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. ഗുഡ് ബൈ.